ബഹുമാന്യരായ മുഅ്മിനീങ്ങളെ, ഇസ്ലാമിന്റെ തീരത്തെ കണയുമ്പോൾ എന്ന ഒരു ശീർഷകത്തിലാണ് നമ്മൾ ഇന്നത്തെ ചർച്ച ആരംഭിക്കുന്നത്. സർവശക്തനായ അല്ലാഹു കബൂലാക്കി തരട്ടെ. അല്ലാഹു നൽകുന്ന ഹിദായത്ത്, സന്മാർഗദർശനം, ഒരുപാട് ആളുകൾ ജീവിക്കുന്ന, വ്യത്യസ്ത മതവിഭാഗങ്ങൾ ജീവിക്കുന്ന ഒരു രാജ്യത്താണ് നമ്മൾ ഇങ്ങനെ ഒരു പൊതുപരിപാടി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്ലാം എന്താണെന്ന് കേൾക്കാനോ അറിയാനോ മനസ്സിലൊരു ഇടം കൊടുക്കാനോ സാധിക്കാത്ത എത്രയോ ലക്ഷക്കണക്കിന് മില്യൺ കണക്കിന് ആളുകൾ ഇന്ത്യ മഹാരാജ്യത്ത് ജീവിച്ചിരിപ്പുണ്ട്. വിവിധങ്ങളായ ദൈവങ്ങളെ വിവിധ പേരുകളിൽ, ആചാരങ്ങളും ക്ഷേത്രങ്ങളും പൂജകളും ഉത്സവങ്ങളും ഒക്കെയായി ഒരു സമൂഹം നമുക്കിടയിൽ ജീവിക്കുമ്പോൾ മതവിശ്വാസമില്ലാത്തവർ മറ്റൊരു ഭാഗത്ത്, വിശ്വാസികളായ ആളുകൾക്കിടയിൽ തന്നെ വിശ്വാസത്തെ സംബന്ധിച്ചുള്ള ചാഞ്ചല്യവും സംശയവും വരുന്ന ഇടപെടലുകൾ വിശ്വാസ സമൂഹത്തിനിടയിലേക്ക് കടന്നു വരുമ്പോൾ അങ്ങനെ ഒരു വളരെ ചാലഞ്ചിങ് ആയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. ഇവിടെയാണ് ഇസ്ലാമിന്റെ തിരുമുറ്റത്തെ കണയുമ്പോൾ ഒരാൾക്ക് ലഭിക്കുന്ന വ്യത്യാസം എന്താണ്? അനുഭവിച്ചറിയേണ്ടതൊന്ന് വ്യത്യസ്തമാണ്, ഊഹാപോഹങ്ങൾ വ്യത്യസ്തമാണ്, അനുഭവം വ്യത്യസ്തമായൊരു അനുഭവം തന്നെയല്ലോ. പരിശുദ്ധ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിശുദ്ധ ദീനുമായി കടന്നു വരുന്നതിന്റെ മുമ്പ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹബീബിനെ ലോകത്തേക്ക് പറഞ്ഞയക്കുന്നതിന്റെ മുമ്പ് ജീവിച്ചിരുന്ന മഹാനായ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന് പറഞ്ഞ മഹാനുഭാവൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന് പറയാൻ പറ്റും. കാരണം നബിതങ്ങളുടെ ബിഅ്സത്തിന്റെ മുമ്പ് വഫാത്തായി പോയ ആളാണ്. മഹാന്മാരായ ഹദീസ് പണ്ഡിതന്മാർ അഷ്റഫുൽ ഖൽഖ് തങ്ങളുടെ ഒരു പദപ്രയോഗം തന്നെയുണ്ട്, റഹിമഹുല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ. ലഖദ് മാത അലാ ദീനി ഇബ്രാഹിം, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മതത്തിലാണ് ആ മഹാനുഭാവൻ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ മരിച്ചുപോയത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വലഖദ് റഅയ്തുഹു ഫിൽ ജന്ന യസ്ഹബു ദുയൂല വയുബ്അഥു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വാഹിദ ഫീമാ ബൈനി വബൈന ഈസ അലൈഹിസ്സലാം എന്നൊക്കെ മഹാനായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു വ്യക്തിയെ സംബന്ധിച്ച് പറയാൻ. ചുറ്റുവട്ടം ഒരുപാട് ആളുകൾ വ്യത്യസ്തമായ വിശ്വാസങ്ങളിൽ ജീവിക്കുമ്പോൾ സത്യമന്വേഷിച്ചുകൊണ്ടുള്ള ഒരു യാത്രയാണ്. മഹാനായ സ്വർഗത്തിലേക്ക് പോകുന്ന സ്വഹാബി എന്ന അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞ സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹുവിന്റെ ഉപ്പയാണിത്. സഈദിൻ എന്ന് പറഞ്ഞ സഈദിൻ സുബൈദിൻ തുൽഹത്തിൻ വഅബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി മൗലായ സല്ലിം ദായിമൻ അബദാ على حبيبك خير الخلق كلهم. സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു സ്വർഗ്ഗത്തിലേക്ക് പോകുമെന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സന്തോഷ വാർത്ത കൊടുത്ത മുബശ്ശറും ബിൽ ജന്നയാണ് സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ഉപ്പയുടെ കഥയാണിത്. ഉപ്പയുടെ പേര് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി സ്വഹീഹിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഹദീസ് കാണാം. അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിയും നബി തങ്ങളുടെ കൂട്ടുകാരനും ഇസ്ലാമിന്റെ രണ്ടാമത്തെ ഖലീഫയുമായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മൂത്താപ്പയുടെ മകനാണ് ഇദ്ദേഹം. ഇബ്നു അമ്മി ഖത്താബ്, ഇബ്നു അമ്മി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പിതൃ സഹോദരന്റെ മോനാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 40 വയസ്സാകും മുമ്പേ ലോകത്തോട് വിട പറഞ്ഞു പോയ മനുഷ്യൻ. നല്ലൊരു മോൻ അല്ലാഹു നൽകിയ ആ മോൻ സ്വർഗത്തിലാണെന്ന് ഭൂമിയിൽ ജീവിച്ചിരിക്കെ തന്നെ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൺകുളിർമയുള്ള സ്വാലിഹീങ്ങളായ മക്കളെ അല്ലാഹു നമുക്കൊക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. മഹാനവറുകൾ ജസീറത്തുൽ അറബിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോകുന്നു. മറ്റൊന്നുമല്ല, നാട്ടുകാരൊക്കെ ബിംബാരാധകരാണ്. അറേബ്യയിൽ നിന്ന് ക്ഷേത്രങ്ങളാണ്, ബിംബാരാധനയാണ്, പൂജയാണ്. മനസ്സിനുള്ളിലൊരു തോന്നൽ വന്നു, ഇത് ശരിയല്ലല്ലോ എന്നൊരു തോന്നൽ. അങ്ങനെ വരും ചില ആളുകൾക്ക്. എത്രയോ ഹൈന്ദവ സഹോദരന്മാരായ സുഹൃത്തുക്കൾ നമുക്കിടയിൽ കാണും.
എൻ്റെ സുഹൃത്ത് രാജേഷ് ഇവിടെ ഉണ്ട്. ഒരുപാട് ആളുകൾ, ഹിന്ദുക്കളായ ഒരുപാട് ആളുകൾ, മറ്റു മതവിശ്വാസികളൊക്കെ കാണും. ഇസ്ലാമിനെ സംബന്ധിച്ച് അറിയാൻ ഭാഗ്യം കിട്ടിയ ആളുകൾ കാണും. പക്ഷേ പേര് മാറ്റി കാണില്ല, അല്ലെങ്കിൽ തുറന്ന് പറഞ്ഞു കാണില്ല. ഒരു മുസ്ലിമായി ജീവിച്ചു കാണിക്കാനെന്നുള്ള ധൈര്യം ഉണ്ടാവില്ല. കാരണം അത്രയും കൂടുതൽ മതം മാറുമ്പോഴേക്കും അതെന്തോ ഒരു വലിയ കുറ്റമാണെന്ന് സമൂഹത്തിന്റെ മുമ്പിൽ വരുത്തി തീർക്കുന്ന ഇടപെടലുകൾ ഉണ്ടാകുമ്പോൾ ചില ആളുകൾക്ക് പേടിയുണ്ടാവും. പക്ഷെ സത്യം അറിയുക എന്നതൊരു വലിയ ഭാഗ്യമാണ്. ചിന്ത ഉണ്ടാകുന്നത്, പടച്ചവനെ ഞാൻ ഈ ചെയ്യുന്നത് ശരിയാണോ? ലോകം അടക്കി ഭരിക്കാൻ കഴിയുന്ന ഒരു പടച്ചവനല്ലേ പാടുള്ളൂ. എല്ലാവരും പടച്ചവന്മാരാണെങ്കിൽ ആര് പറഞ്ഞതാ ലോകത്ത് നടക്കുക? ബഹുദൈവ ആരാധന ശരിയോ തെറ്റോ? ഒരു മതത്തെയോ നിരൂപിക്കുവാനോ ആക്ഷേപിക്കുവാനോ പരിഹസിക്കുവാനോ അല്ല നമ്മൾ മുതിരുന്നത്. ഒരു സത്യാന്വേഷണം ആവശ്യമാണ്. അന്വേഷണമാവാം. റിച്ചർഡ് ഹോക്കിംഗ് എന്ന് പറയുന്ന ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ നിരീശ്വരവാദികളുടെ നേതാവുണ്ട്. നിരീശ്വരവാദികളുടെ നേതാവ്, ഇന്നത്തെ ഏറ്റവും വലിയ എന്താ പറയാ, റഅസുൽ മുനാഫിഖീൻ എന്നൊക്കെ അബ്ദുല്ലാഹിബ്നു ഉബയ്യ് ഇബ്നു സലൂലിനെ പറ്റി പറഞ്ഞ പോലെ വെസ്റ്റേൺ രാജ്യങ്ങളിൽ ഏറ്റവും കൂടുതൽ നിരീശ്വരവാദം, എത്തീസം, പടച്ചതമ്പുരാൻ ഇല്ലെന്നും സർവ്വമതങ്ങളും എവ്രി റിലിജൻ ഈസ് ഈവിൾ, എല്ലാ മതങ്ങളും തിന്മയാണ് എന്ന് ലോകത്ത് പ്രചരിപ്പിച്ചു നടക്കുന്ന മിസ്റ്റർ ഹോക്കിൻസ്, അദ്ദേഹത്തിന്റെ ചില സംഭാഷണങ്ങളോ ഡയലോഗുകളൊക്കെ കേൾക്കാനിടയായാൽ അത്ഭുതപ്പെട്ടു. അദ്ദേഹം പറയുന്ന ന്യായം, ഒരടിസ്ഥാനവുമില്ലാത്ത മതങ്ങൾ വിളിച്ചു പറയുന്നത് എന്തിനാണ്? അതിൽ സത്യമുണ്ടോ ഇല്ലയോ? അതുകൊണ്ട് അദ്ദേഹം പറയുന്നു, അടിസ്ഥാനമില്ലാത്ത മതവിശ്വാസം അതിന് ഞാനില്ല. പക്ഷേ ഇസ്ലാമിക വിശ്വാസത്തിന് അടിസ്ഥാനമുണ്ട് എന്നൊരു തിരിച്ചറിവ് അദ്ദേഹത്തിന് ഇല്ലാതെ പോകുന്നു. മറ്റു മതങ്ങളെ കുറിച്ചായി പറയുന്നത്, ക്രിസ്ത്യാനിസത്തെ കുറിച്ച് അദ്ദേഹം പറയുന്നു, ഞാൻ ബൈബിൾ വായിച്ചു, ഞാൻ ഓൾഡ് ടെസ്റ്റമെന്റ് വായിച്ചു, അതിലൊക്കെ ഞാൻ കാണുന്ന ദൈവം ദ അഗ്രസീവ്, ഏറ്റവും കൂടുതൽ അക്രമ സ്വഭാവമുള്ള പടച്ചവനെ ഞാൻ കാണുന്നത്, ദ ഗ്രീഡി, വലിയ കൊതിയും ആർത്തിയുമുള്ള പടച്ചവനെയാണ് ഞാൻ കാണുന്നത്. ഇതൊക്കെ പടച്ചവനാവാൻ പറ്റുമോ എന്ന് പറഞ്ഞ് ലോകത്ത് പ്രസംഗിച്ച് നടക്കുന്ന, പ്രഭാഷണം ചെയ്യുന്ന, പുസ്തകങ്ങൾ എഴുതുന്ന, ഡിബേറ്റുകൾ ചെയ്യുന്ന ആളാണ് ഈ മനുഷ്യൻ. ഇസ്ലാം എന്ന വിശ്വാസം, ദീനുൽ ഇസ്ലാം, ഇതിന്റെ വിഭിന്നമാണ്. ഇസ്ലാമിനെ പറ്റി മാത്രം നിങ്ങൾക്ക് ഇത് പറയാൻ കഴിയില്ല. ഇസ്ലാം എന്നത് അടിസ്ഥാനമുള്ള മതമാണ്. ഇസ്ലാമിന്റെ നിയമങ്ങൾക്ക് പ്രൂഫുകളുണ്ട്. ഖുർആൻ ദൈവികമാണെന്നതൊരു മുസ്ലിമിന്റെ അന്ധവിശ്വാസമല്ല, അത് പ്രൂവ് ചെയ്യാൻ പറ്റും. ഖുർആൻ ചാലഞ്ച് ചെയ്യുന്നു, ഇതുപോലത്തെ ഒരു ഗ്രന്ഥം നിങ്ങൾ കൊണ്ടുവാ. ലക്ഷക്കണക്കിന് വിശുദ്ധ ഖുർആനിന്റെ പ്രൊഫസീസ്, അത് ഏത് മനുഷ്യന് എഴുതി വെക്കാൻ കഴിയും? ഇസ്ലാം എന്ന ശരീഅത്ത്, ഇസ്ലാമിന്റെ നിയമം, ഒരു മനുഷ്യന്റെ ഓരോ അനക്കവും അടക്കവും ഉൾക്കൊള്ളുന്ന ശരീഅത്തുൽ ഇസ്ലാം ഏത് മനുഷ്യന് ഇവിടെ ഉണ്ടാക്കാൻ കഴിയും? അള്ളാഹുവിന്റെ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ നുണ പറഞ്ഞതായി തെളിയിക്കാൻ കഴിയുമോ? വിശുദ്ധ ഖുർആനിൽ ഏതെങ്കിലും ഒരക്ഷരമോ ഒരായത്തോ ഏതെങ്കിലും ഏറിയതോ കുറഞ്ഞതോ ആയി തെളിയിക്കാൻ പറ്റുമോ? വിശുദ്ധ ഖുർആനിന്റെ എന്തെങ്കിലും ഒരാശയങ്ങളിൽ ഒരു കോൺട്രഡിക്ഷൻ, ഒരു ഡിസ്ക്രിപ്പൻസി, നിങ്ങൾക്ക് വൈരുദ്ധ്യങ്ങൾ കണ്ടെത്താൻ കഴിയുമോ? ഇതൊക്കെ ലോകത്തിന്റെ മുമ്പിൽ ഇസ്ലാം വെക്കുന്ന ചോദ്യങ്ങളാണ്. ഇതിന് മറുപടിയില്ലേ? ദിസ് ഈസ് ദ അൾട്ടിമേറ്റ് ട്രൂത്ത്, ഇത് പരമമായ സത്യമാണെന്ന് അംഗീകരിക്കേണ്ടി വരും. അന്ധവിശ്വാസമല്ല ഇസ്ലാമിന്റേത്. 21ാം നൂറ്റാണ്ടിൽ തലയുയർത്തി നിൽക്കാൻ കഴിയുന്ന ആ ഒരു ശരീഅത്തിന്റെ ആളുകളാണ് നമ്മളത് മനസ്സിലാക്കുക. ഇസ്ലാമിക തീരത്തേക്ക് ആളുകൾ ഓടി വരികയാണ്, ഓടി വന്നുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് മുസ്ലിം ആവണം, എനിക്ക് മുസ്ലിം ആവണം എന്ന് പറഞ്ഞ് ഓടി വരികയാണ്. അതിനിടയിലാണ് നമ്മുടെ കുട്ടികൾ ഒളിച്ചോടിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്കിത് വേണ്ട എന്നും പറഞ്ഞിട്ട്, ഞങ്ങൾക്ക് പ്രേമം മതി എന്ന് പറഞ്ഞു. ഇവിടെയാണ് നമ്മുടെ അത്ഭുതം. വിശുദ്ധമായ ഖുർആനെ നെഞ്ചോട് ചേർത്ത് വെക്കാൻ ആളുകൾ ഓടി വരികയാണ്. ഖുർആനിന്റെ ഒരു ടൈപ്പ് റെക്കോർഡ് കിട്ടിയപ്പോഴാണ്, ഖുർആന്റെ ഒരു ടൈപ്പ് കിട്ടിയപ്പോഴാണ് ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി എന്ന് പറഞ്ഞ കനേഡിയക്കാരനായ അബ്ദുൽ മാലിക് ക്ലെയർ അത്ഭുതത്തോടുകൂടെ പറഞ്ഞു വന്നത്, വിശുദ്ധ ഖുർആനിന്റെ ആ ഒരു മാധുര്യമുള്ള ഓത്തിങ്ങനെ കേട്ടിട്ട് ആ മനുഷ്യൻ പറയാ, ഹൗ this Quran be hidden from us? നിങ്ങൾക്ക് എങ്ങനെ ഈ ഖുർആൻ ഞങ്ങളിൽ നിന്ന് മറച്ചു പിടിക്കാൻ കഴിഞ്ഞു? എന്തുകൊണ്ട് നിങ്ങൾ ഇത് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ല? എന്തുകൊണ്ട് നിങ്ങൾ ഈ ഖുർആൻ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നില്ല? ക്രിസ്മസ് നടക്കുന്ന ദിവസം ഡിസംബർ 25-ന് നിങ്ങൾ ഞങ്ങളുടെ മുമ്പിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ പറയും മേരി ക്രിസ്മസ് എന്ന് ഞങ്ങളുടെ മുഖത്ത് നോക്കി പറയുകയും ഈ വിശുദ്ധ ഖുർആനിന്റെ സത്യം ഞങ്ങൾക്ക് പറഞ്ഞു തരാതിരിക്കുകയും ഞങ്ങളെ മുഖസ്തുതി പറഞ്ഞ് നിങ്ങൾ കടന്നുപോയപ്പോ, മുസ്ലിമീങ്ങളെ, ഈ സത്യം എന്തുകൊണ്ട് ഞങ്ങൾക്ക് നേരത്തെ നിങ്ങൾ പറഞ്ഞു തന്നില്ല?
I have a little bit resentment. എനിക്ക് നിങ്ങളോട് ഒരൽപ്പം വെറുപ്പുണ്ട്, വിദ്വേഷമുണ്ട്. നിങ്ങൾ മുസ്ലിമീങ്ങൾ എന്താ ഖുർആൻ ഞങ്ങൾക്ക് പറഞ്ഞു തരാത്തത്? ഇത് ചോദിക്കുന്ന ആളുകൾ ഇന്ന് ലോകത്തുണ്ട്. ഒരു മതം പ്രചരിപ്പിക്കുമ്പോ അത് വർഗീയതയോ അല്ലെങ്കിൽ അത് ഭീകരവാദമോ ആണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന ആളുകളും ലോകത്തുണ്ട്. വല്ലാത്തൊരു ലോകമാണ് നമ്മൾ ജീവിക്കുന്ന ലോകം. ഇസ്ലാമിക പ്രബോധനം ഞാൻ സാന്ദർഭികമായി പറയട്ടെ, ആമുഖമായി പറയട്ടെ, ഇന്ത്യ രാജ്യത്ത് നമ്മൾ അനുഭവിക്കുന്ന ഈ ഒരു സ്വാതന്ത്ര്യം എന്റെ മുഅ്മിനീങ്ങളെ വിദേശ രാജ്യങ്ങളിൽ നമ്മുടെ നാട് വിട്ടുപോയാൽ കിട്ടൂല. ഈ സമയത്ത് പാതിരാ നേരത്ത് നമ്മൾ മൈക്ക് വെച്ച് ബോക്സ് വെച്ച് ആയിരക്കണക്കിന് ആളുകൾക്ക് ഇരിക്കാൻ സൗകര്യം ചെയ്ത് നമ്മൾക്കിങ്ങനെ ഇസ്ലാം ദീൻ നമ്മുടെ വിശ്വാസം പച്ചയിൽ ഉറക്കെ പറയാനുള്ള ഈ സൗകര്യം പല മുസ്ലിം രാജ്യങ്ങളിൽ പോലും നമുക്കില്ല. നിങ്ങൾക്കറിയോ, പല മുസ്ലിം രാജ്യങ്ങളിൽ നമുക്ക് മിണ്ടാൻ പറ്റൂല, വാഴ്ന്നു പറയാൻ പറ്റില്ല, പ്രബോധനം ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ മിണ്ടാണ്ടിരുന്നോ എന്നാ പറയാ. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യരുത്? പ്രസംഗിക്കരുത്. മുസ്ലിം രാജ്യങ്ങളിൽ നമ്മുടെ നാട്ടുകാരാണ് ഈ പാര വെക്കുന്നത്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം. നമ്മുടെ സ്വന്തം നാട്ടുകാർ സംഘടനകൾക്ക് വെക്കുന്ന പാരവെപ്പുകൾ ഇവിടെ ഗൾഫ് രാജ്യങ്ങളിൽ വിശേഷിച്ചു. അവിടെയുള്ള ആളുകൾക്ക് ഞാൻ ഈ പറയുന്നത് മനസ്സിലാവും. ഉദാഹരണമായിട്ട് പറയാം, അബുദാബിയിൽ ഖുർആൻ ക്ലാസ് നടക്കാറുണ്ട്. അതിനെതിരെ ഒരു പെറ്റീഷൻ പോയിട്ടുണ്ട് ഗവൺമെന്റിലേക്ക്. ഈ മനുഷ്യനത് പറയാൻ വിടരുത് എന്ന് പറഞ്ഞിട്ട് അത് നിർത്തണമെന്ന് പറഞ്ഞു. ആര്? മലയാളികളായ ആളുകൾ. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറയാൻ, എന്ത് ചെയ്യണ്ട? ദഅവത്ത് ചെയ്യണ്ട. സുബ്ഹാനല്ലാഹ്, ദഅവത്ത് ചെയ്യണ്ട എന്ന് പറയാൻ. അതിന് ഞങ്ങളുടെ ആളുകളും പണ്ഡിതന്മാരും ഇവിടെ നിങ്ങൾ ജോലി ചെയ്ത് പോയാൽ മതി, നിങ്ങൾ എന്ത് ചെയ്യും? ദഅവത്ത് ചെയ്യരുത്. എത്രയോ ആളുകൾക്ക് ഉപകാരപ്പെടുന്ന നന്മ പറഞ്ഞു കൊടുക്കുമ്പോ നമ്മൾ ആളുകൾ എന്തോ വൈരാഗ്യമോ വിഷയങ്ങളോ ആയിരിക്കാം അതിന്റെ കാരണം. പക്ഷെ ഒരു നന്മ നിന്നു പോകാൻ അത് കാരണമാണ്. ആ രാജ്യങ്ങളുടെ നിയമങ്ങൾക്ക് വിധേയമായി നമ്മളൊരു നന്മ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെപ്പോലും തടഞ്ഞു വെക്കാനുള്ള ശ്രമങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിക്കൊണ്ട് ഇത് എത്ര അപലപനീയമാണ്, സങ്കടകരമാണ്. അള്ളാഹു സൽബുദ്ധിയും ബോധവും നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമ്മുടെ രാജ്യത്തെ പോലെ എന്തു തന്നെ നമ്മൾ കുറ്റം പറഞ്ഞാലും ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം ലോകത്തൊരു രാജ്യത്തും കിട്ടൂല മുഅ്മിനെ. ഇതൊരു ചെറിയ സംഭവമല്ല. നമുക്കിവിടെ ചെയ്യാൻ പറ്റുന്ന ഈ ദഅവത്ത് ഉപയോഗിച്ച് നമുക്ക് എന്തെങ്കിലും ആളുകൾക്ക് സത്യം അറിയിച്ചു കൊടുക്കാൻ സാധിക്കുമായിരിക്കെ നമ്മളത് ചെയ്തില്ലെങ്കിൽ നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ നമ്മൾ കുറ്റക്കാരാ. എന്തുകൊണ്ട് നമ്മൾ ആളുകൾക്ക് ഇത് പറഞ്ഞു കൊടുത്തില്ല? പടച്ച തമ്പുരാൻ ചോദിക്കും. ഇസ്ലാമിനെ പറ്റി അറിയാൻ ആഗ്രഹിച്ചു വരുന്ന ആളുകൾ, ഇസ്ലാമിനെ പറ്റി മിണ്ടരുത് എന്ന് പറയുന്നവർ, ഇസ്ലാം അറിയണമെന്ന് ആഗ്രഹിച്ച് കൊതിയൂറി വരിക. പക്ഷേ ഐ എം സോറി, നിങ്ങൾക്ക് പഠിപ്പിക്കാൻ എനിക്ക് കഴിയില്ല കേട്ടോ, എനിക്കിവിടെ മിണ്ടാൻ പാടില്ല എന്ന് ദാഇമാർ, പ്രബോധകന്മാർ അങ്ങോട്ട് സങ്കടത്തോടെ മറുപടി പറയേണ്ട ഒരു വശം ഇപ്പുറത്ത്. ഇവിടെയാണ് സത്യമന്വേഷിച്ചുകൊണ്ട് മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രിയപ്പെട്ട മുത്താപ്പയുടെ മകൻ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന മനുഷ്യൻ, മുത്തുനബി തങ്ങൾ ലോകത്ത് ജനിച്ചു വീഴുന്ന സമയമാണ്. പ്രവാചകരായ നബി തങ്ങൾ വന്നിട്ടില്ല. അറേബ്യയിൽ നിന്ന് ഷാമിലേക്ക് യാത്ര പോകുന്നു. ഷാം എന്ന് പറഞ്ഞാൽ ഇന്നത്തെ ഫലസ്തീനാണ് അതിന്റെ പ്രമുഖമായ കേന്ദ്രബിന്ദു. ഷാഫി ഇമാം ഷാമുകാരാണെന്ന് പറയും. ഇമാമുന ഷാഫി തങ്ങൾ ജനിച്ചത് ഫലസ്തീനിലാണ്, ഗസയിലാണ്. അന്ന് അതൊക്കെ ഷാമാണ്, ഷാം എന്ന് പറയാ. ഇന്നത് സിറിയയുടെ ഒരു നഗരമാണ്, നമുക്കറിയാം, ഡമസ്കസിന്റെ ഭാഗമാണ്. പക്ഷേ ഷാം വലിയൊരു റീജിയനാണ്. ഷാമിലേക്ക് യാത്ര പോകുന്നു. ഷാമിൽ നിന്ന് തുർക്കിയുടെ ബോർഡറിലേക്ക്, ഇറാഖിലേക്ക് കടന്നു വരുന്നു, മൗസിലിലേക്ക്. കച്ചവടത്തിന്റെ യാത്രയല്ല, അറബികൾ കച്ചവടത്തിന് യാത്ര പോകുന്നവരാണ്. മൗസിലിൽ നിന്ന് പിന്നെയും ഹിജാസിലേക്ക്. എന്തിനെന്നറിയുമോ? കഅബാലയത്തിന്റെ ഉള്ളിൽ തൂങ്ങിക്കിടക്കുന്ന വിഗ്രഹങ്ങളിൽ പൂജ നടത്തുകയും ആരാധനാ കർമ്മങ്ങൾ ചെയ്യുകയും ചെയ്യുന്ന തന്റെ നാട്ടുകാർ, മക്കക്കാർ ചെയ്യുന്ന ആരാധനാ കർമ്മങ്ങൾ ശരിയല്ല എന്ന മനസ്സിന്റെ ഉള്ളിൽ ഈ മനുഷ്യന്റെ കൽബിലൊരു തോന്നൽ വരുന്നു. കണ്ട ഒരു പുരോഹിതനോട് ചോദിച്ചു, ജൂതനോട് ചോദിച്ചു. ഒരു ജൂതനെ കണ്ടപ്പോ ജൂതനോട് ചോദിക്കൂ, ലഅല്ലി, എനിക്ക് പറഞ്ഞു തരണം, നിങ്ങളുടെ മതത്തെക്കുറിച്ചൊന്ന് പറഞ്ഞു തരൂ. ലഅല്ലി അൻ അദീന ബിദീനിക്കും, നിങ്ങളുടെ മതം എന്താണെന്ന് പറഞ്ഞു തന്നാൽ ഞാൻ പക്ഷേ അത് സ്വീകരിച്ചേക്കാം. അപ്പൊ ജൂതന്മാരെന്ന് പറഞ്ഞു കൊടുക്കുന്നു, ലാ തകൂനു അലാ ദീനിനാ ഹത്താ തഅഖുദ ബിനസീബിക് മിൻ ഗളബില്ലാഹ്. ഞങ്ങൾ ജൂതന്മാർ ഇന്നുകൊണ്ട് നടക്കുന്ന വിശ്വാസം നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ കോപം നിങ്ങൾക്കുണ്ടാകും. അതുകൊണ്ട് ഞങ്ങളുടെ കൂടെ കൂടണ്ട. അയാൾ
അയാളൊരു സത്യസന്ധനായ ജൂത പണ്ഡിതനായിരുന്നു. ഞങ്ങളുടെ കൂടെ കൂടണ്ട കേട്ടോ, കാരണം സത്യം ഞങ്ങളിൽ നന്യമായിരിക്കുന്നു. അള്ളാന്റെ ദേഷ്യം വരും. ഗൈരിൽ മഗ്ലൂബി അലൈഹിം, അള്ളാഹു ദേഷ്യപ്പെട്ടവർ എന്ന് പറഞ്ഞ ഫാത്തിഹയിൽ നമ്മൾ ഓതുന്ന ഗൈരിൽ മഗ്ലൂബി എന്ന് പറഞ്ഞതിന്റെ ഉദ്ദേശം ജൂതന്മാരാണത്രേ. വലദ്ദാല്ലീൻ, സത്യമാർഗത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയവർ എന്ന വാക്കിന്റെ തഫ്സീർ കാണുന്നത് ക്രിസ്ത്യാനികൾ എന്നാണ്, ക്രിസ്തീയ വിശ്വാസം കൊണ്ട് നടക്കുന്നവരെന്നാണ്. അംർ ഇബ്നു നുഫൈൽ, സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ പറഞ്ഞു, മാ അഫിർ ഇല്ലാ മിൻ ഗളബില്ലാഹ്, അല്ലാഹുവിന്റെ ദേഷ്യം എനിക്ക് വരരുതേ എന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ നടക്കുന്നത്. എനിക്ക് അല്ലാഹുവിന്റെ കോപം വരുമെങ്കിൽ ഈ മതം എനിക്ക് വേണ്ട. യാത്ര തുടർന്നു, മൗസിലെത്തുന്നു. മൗസിലെത്തിയപ്പോഴാണ് ഒരു ക്രിസ്തീയ പണ്ഡിതനെ കാണുന്നത്. അല്ലാഹുവിന്റെ റസൂലിന് ഇഖ്റ വന്നിട്ടില്ല. മുത്തുനിബിതങ്ങളോട് യാ അയ്യുഹൽ മുസമ്മിൽ എന്ന് അല്ലാഹു പറഞ്ഞിട്ടില്ല. അല്ലാഹുവിന്റെ റസൂലിന് നുബുവത്ത് കിട്ടാൻ പോകുന്നേ ഉള്ളൂ. ക്രിസ്തീയ പണ്ഡിതനെ കണ്ടപ്പോ, നിങ്ങളുടെ മതം എനിക്കൊന്ന് പറഞ്ഞു തരുമോ? അന്വേഷണ യാത്രയാണ്. നമ്മൾ അങ്ങനെ പഠിക്കാനുള്ള യാത്ര നടത്താറുണ്ട്. അന്വേഷണ യാത്ര. നമ്മൾ ആപ്പിളിന് എത്ര കിലോ വില എന്ന് ചോദിക്കൂലേ, അല്ലെങ്കിൽ അതിനെത്രയാ വില, ഇതിനെത്രയാ വില. ഒരു യാത്രയിലെ സാധനം പർച്ചേസ് ചെയ്യുക, ആൻറ്റിക്കുകൾ കളക്ട് ചെയ്യുക, അല്ലെങ്കിൽ വിശേഷപ്പെട്ട ഗിഫ്റ്റുകൾ വാങ്ങിക്കുക. നിങ്ങളുടെ മതം എന്താണ്? നിങ്ങളുടെ വിശ്വാസം എന്താണ്? നമ്മുടെ കയ്യിലൊരു പരമമായ സത്യം, അല്ലാഹുവിന്റെ അൾട്ടിമേറ്റ് ട്രൂത്ത് എന്ന് പറയാവുന്ന ഒരു സത്യം കയ്യിലുണ്ടായിരിക്കെ ആ സത്യം ഒന്ന് പരിചയപ്പെടുത്താൻ ഒരു മുസ്ലിമിന് സാധിക്കാറുണ്ടോ? നമ്മളതിനെ ധൈര്യപ്പെടാറുണ്ടോ? ആരെയാണ് നമ്മൾ പേടിക്കുന്നത്? സത്യം പറയാൻ നമ്മൾ ആരെയാണ് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്? ഒരു മനുഷ്യന് സത്യം എത്തിച്ചു കൊടുത്തൂടെ? പിന്നെ സ്വീകരിക്കലും സ്വീകരിക്കാതിരിക്കലും അതൊരു മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ്. ചിലർ സ്വീകരിച്ചെന്ന് വരും, ചിലർ ചീത്ത പറഞ്ഞെന്ന് വരും, ചിലർ കളിയാക്കിയെന്ന് വരും, ചിലർ പരിഹസിച്ചെന്ന് വരും, ചിലര് അംഗീകരിച്ചെന്ന് വരും. അല്ലാഹുവിന്റെ അടുത്തുള്ളതാണ്. ശുദ്ധമായ ഖുർആൻ പറയുന്നു, മൻ യഹ്ദില്ലാഹു ഫഹുവൽ മുഹ്തദ് വമൻ യുദ്ലിൽ ഫഉലൈക ഹുമുൽ ഖാസിറൂൻ. സന്മാർഗം ലഭിക്കുന്നവർ, അല്ലാഹുവിൽ നിന്ന് ആർക്ക് ലഭിക്കുന്നവോ അവരാണ് സന്മാർഗം സിദ്ധിച്ചവർ. ആർക്കത് നിഷേധിക്കപ്പെടുന്നുണ്ടോ അവരാണ് ഏറ്റവും വലിയ പരാജയം സംഭവിച്ചവർ. അവമൻ കാന മൈതൻ ഫഅഹ്യൈനാഹു വജഅൽനാ ലഹു നൂറൻ യംശി ബിഹി ഫിന്നാസി കമൻ മഥലുഹു ഫിൽ ളുലുമാത് كمن مثله في الظلمات ليس بخارج منها. മരിച്ചു കിടക്കുന്ന ഒരു ഹൃദയത്തിന് അല്ലാഹു ജീവൻ കൊടുത്താൽ ആ ജീവൻ കിട്ടിയ ഒരാളും ഇരുട്ടിൽ തപ്പി നടക്കുന്ന ആളും ഒരുപോലെയാണോ? വഴിതെറ്റി ജീവിക്കുമ്പോ, അല്ലാഹുവിനെ അറിയാതെ ജീവിക്കുന്ന ഒരു സമയത്ത് വെറും പാപങ്ങളിൽ ഏത് പുതിയ സിനിമയാണ് ഇറങ്ങിയത് ഇതല്ലാതെ മറ്റൊന്നും ചിന്തിക്കാത്തവർ, എവിടെയെങ്കിലും വല്ല മാച്ച് നടക്കുന്നുണ്ടോ, കളിയുണ്ടോ, ഏതെങ്കിലും വല്ല ക്രിക്കറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ സോക്കർ നടക്കുന്നുണ്ടോ, ഫുട്ബോൾ കളിയുണ്ടോ, വടംവലി മത്സരമുണ്ടോ, ഉത്സവങ്ങളുണ്ടോ, എന്തെങ്കിലും എന്റർടൈൻമെന്റുകൾ മാത്രം അന്വേഷിച്ച് നടന്ന് എങ്ങാനും അല്ലാഹുവിന്റെ ഹിദായത്തിന്റെ തീരത്തേക്ക് എത്തി മനസ്സിനുള്ളിലേക്ക് അല്ലാഹു ഹിദായത്തിന്റെ ആനന്ദം കൊടുത്തു കഴിഞ്ഞാലാണ് റബ്ബേ ഞാൻ ഇക്കാലം വരെ ഇരുട്ടിലായിരുന്നുവല്ലോ എന്ന് തിരിച്ചറിയാൻ പറ്റുന്നത്. അതുവരെ തിരിച്ചറിയാൻ കഴിയില്ല. മദ്യപാനിയായൊരു മനുഷ്യനതൊക്കെ നിർത്തിയിട്ട് വ്യഭിചാരം കൊണ്ട് നടന്നവർ, തിന്മയിലേക്ക് കണ്ണുകളെ അഴിച്ചുവിട്ട ആളുകൾ, അതുകൊണ്ട് അല്ലാഹുവിന് ഇഷ്ടമില്ലാത്തത് മാത്രം കേട്ടു നടന്നവർ, മൂളിപ്പാട്ടുകൾ പാടി നടന്നവർ, തിന്മയെ സംബന്ധിച്ച് ആലോചിച്ചവർ, വെറും ഫിക്ഷനുകൾ, കലാകാരന്മാർ എഴുതിവിടുന്ന നോവലുകൾ, അതിൽ വൈകാരികമായ ചുവകലർത്തി യുവജനങ്ങളെ, ചെറുപ്പക്കാരെ, വിദ്യാർത്ഥിനികളെ വലയിലാക്കാനുണ്ടാക്കുന്ന വളരെ മോശമായ എഴുത്തുകൾ ഉണ്ടാക്കി വിടുന്നത്. ഇതൊക്കെ വായിച്ചു കഴിഞ്ഞതിന്റെ ശേഷം മഹാനായ സയ്യിദുനാ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിശുദ്ധമായ ഖുർആനിലൂടെ ഓതി നോക്കുമ്പോഴാണ് യാ അല്ലാഹ് നഹ്നു നഖുസ്സു അലൈക അഹ്സനൽ ഖസസ്. പൊന്നാര നബിയെ, ലോകത്ത് ഇതുവരെ ആർക്കും പറയാൻ കഴിഞ്ഞിട്ടില്ലാത്ത, ഇനി ഒരാളും പറയാൻ പോകാത്ത, ആരാർക്കും പറയാൻ കഴിയാത്ത സത്യമായ കഥ, സത്യമായ ചരിത്രം നബിയെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാമെന്ന് സൂറത്ത് യൂസുഫിലൂടെ, സൂറത്തുൽ ഖസസിലൂടെ മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം വിവരിക്കുമ്പോഴാണ് മാഷാ അല്ലാഹ്, എന്തൊരു മനോഹരമാണ്. ഇങ്ങനെയുമുണ്ടോ ഒരു കിതാബ്, ഇങ്ങനെയുമുണ്ടോ ഒരു ഗ്രന്ഥം. പാരായണം ചെയ്യുന്ന രാവുകൾ,
പാതിരാത്രി വരെ സിനിമ ഹാളിൽ സമയം ചെലവഴിച്ച് സെക്കൻഡ് ഷോയും തേർഡ് ഷോയും ഉണ്ടെങ്കിൽ അതും കഴിഞ്ഞ് വീട്ടിലേക്ക് വന്ന് കൂർക്കം വലിച്ച് കിടന്നുറങ്ങി, പാതിരാത്രി കടന്നു വന്ന് നട്ടുച്ചവരെ കിടന്നുറങ്ങി എഴുന്നേറ്റു പോകുന്ന അള്ളാഹുവിന്റെ മുമ്പിൽ സുബഹി നിസ്കാരത്തിന്റെ സുജൂദ് അള്ളാന്റെ മുമ്പിൽ വെക്കാൻ കഴിയാത്ത ആളുകൾ ചെവിയിൽ പിശാചുക്കൾ മൂത്രമൊഴിച്ചവരാണെന്ന് മഹാനായ നബി തങ്ങൾ പറയുമ്പോ അതൊക്കെ നിർത്തിവെച്ചിട്ട് അള്ളാഹുവിന്റെ വിളിയാളം വരുമ്പോ, അള്ളാഹുവിന് വേണ്ടി മുഅദ്ദിനുമാർ വിളിച്ചു പറയുമ്പോ അസ്സലാത്തു ഖൈറും മിനൻ നൗം, ഉറക്കത്തേക്കാൾ എത്രയോ മനോഹരം, എത്രയോ നല്ലതും ഉത്തമവും നിങ്ങളുടെ നിസ്കാരമല്ലയോ എന്ന് വിളിച്ചു പറയുകയും ബശ്ശിരിൽ മശാഈന ഫിൽ ളുലം ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, നബിയേ ടോർച്ചടിച്ച് ഇരുട്ടുകളിൽ നടന്നു വരുന്ന ആളുകൾ, വെളിച്ചമില്ലാത്ത നേരത്തെ ഇരുട്ടിൽ ഇശാഇന്നും സുബഹി നിസ്കാരത്തിനും ഇരുട്ടിലൂടെ നടന്നു വരുന്ന ആളുകൾക്ക് സന്തോഷം പറയണം നബിയേ. ബിന്നൂരി താമ്മി യൗമൽ ഖിയാമ, ഇരുട്ടിൽ അല്ലാഹുവിന് വേണ്ടി നടന്നവർക്ക് നാളെ പരലോകത്ത് അല്ലാഹു പരിപൂർണ വെളിച്ചം നൽകുമെന്ന് സുബഹിക്ക് എഴുന്നേറ്റ് നിൽക്കുന്നവരെ പറ്റി, നിസ്കരിക്കാൻ ഒരുങ്ങുന്നവരെ പറ്റി, അല്ലാഹുവിന് വേണ്ടി പള്ളിയിലേക്ക് നടന്നു വരുന്നവരെ പറ്റി അല്ലാഹു പറയുമ്പോ ആ ഒരു സുജൂദിന്റെ അനുഭവത്തിൽ കിട്ടുന്ന മാധുര്യം താൻ കണ്ട സിനിമകൾക്കില്ലായിരുന്നു, താൻ കണ്ട അനുഭവങ്ങൾക്കില്ലായിരുന്നു. പാതിരാത്രി വരെ ഉറക്കമൊഴിച്ചിട്ട് ആനന്ദിച്ചിട്ട് പാട്ടുപാടിയിട്ട് കഥകൾ കേട്ടിട്ട് ഹ്യൂമർ കേട്ടിട്ട് തമാശ കേട്ട് ചിരിച്ചിട്ട് കിടന്നുറങ്ങി കൂർക്കം വലിച്ച് കിടന്ന് പാതിരാത്രി വന്ന് സുബഹിയുമില്ല ദുഹറുമില്ലാതെ പകലന്തിയോളം ഉറക്കം രാത്രി എഴുന്നേറ്റ് നടക്കൽ, അങ്ങനെ ജീവിച്ചൊരു മനുഷ്യനാണ് അള്ളാഹു നൽകുന്ന വെളിച്ചത്തിന്റെ വില മനസ്സിലാകുന്നത്. യാ അല്ലാഹ്, ഞാൻ എവിടെയായിരുന്നു? കമം മഥലുഹു ഫിൽ ളുലുമാതി ലൈസ ബിഖാരിജിൻ മിൻഹാ, ഇരുട്ടിൽ തപ്പിത്തടയുന്ന മനുഷ്യൻ അവരും ഒരുപോലെയാണോ? അള്ളാഹു ജീവൻ കൊടുക്കുന്നവരും ഒരുപോലെയാണോ? രണ്ടും രണ്ടല്ലേ? ആ ഒരു അനുഭവം തിരിച്ചറിയണമെങ്കിൽ അള്ളാഹു തന്നെ ഹിദായത്ത് തരണം. അവൻ ആർക്കാണ് ഹിദായത്ത് കൊടുക്കുന്നത്? അത് അന്വേഷിച്ചു വരുന്നവർക്ക് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ ക്രിസ്ത്യാനിസം പറഞ്ഞു തരൂ എന്ന് പറഞ്ഞപ്പോഴാണ് ആ ക്രിസ്തീയ പുരോഹിതൻ പറഞ്ഞത്, സയ്യിദേ, ഞാൻ നിൽക്കുന്ന മതം നീ സ്വീകരിക്കുകയാണെങ്കിൽ, നിങ്ങൾ സ്വീകരിക്കുകയാണെങ്കിൽ അള്ളാഹുവിന്റെ ശാപം നിങ്ങൾക്ക് വരും. ശാപമോ? അള്ളാന്റെ ശാപം വരരുതേ എന്ന് മാത്രം ഓർത്തുകൊണ്ടാണ് ഞാൻ ഈ ഓടുന്നത്. പിന്നെ എന്തിനാണ് എനിക്ക് ശാപം? എനിക്കത് വേണ്ട. പിന്നെ ഞാൻ എവിടെ പോണം? എങ്ങാനും ഒരു നല്ല മതമുണ്ടെങ്കിൽ അത് ഹനീഫിയായ മതമായിരിക്കും. എന്താണ് നിങ്ങൾ പറയുന്ന ഹനീഫി മതം? ജൂതൻ പണ്ഡിതനും പറഞ്ഞിരുന്നു ഒരു ഹനീഫി മതമുണ്ട്, അത് ഞങ്ങളുടേതല്ല. ഏതാണ് ഈ ഹനീഫി മതം? ദീനു ഇബ്രാഹീം, കഅബാലയം പടുത്തുയർത്തുകയും സ്വന്തം മക്കളെ മക്കയിൽ കൊണ്ടുവന്ന് താമസിപ്പിക്കുകയും അള്ളാഹുവിന് വേണ്ടി ത്യാഗം ചെയ്യുകയും സഫാ മർവക്കിടയിൽ ഓടി നടന്ന ഒരു നല്ലൊരു ഭാര്യയെ കിട്ടുകയും അള്ളാഹുവിനനുസരിക്കാൻ പറഞ്ഞൊരു മോനെ കിട്ടുകയും ചെയ്ത മഹാനായ ഇബ്രാഹീം നബി അലൈഹിസ്സലാം മാ കാന യഹൂദിയ്യൻ വലാ നസ്റാനിയ്യ വലാകിൻ കാന ഹനീഫൻ മുസ്ലിമാ. ആ പ്രവാചകന്റെ മാർഗമാണ് ശരിയായ മാർഗം. അത് എവിടെയാണുള്ളതെന്ന് എനിക്കറിയില്ല, പക്ഷേ അത് ഞങ്ങളുടേതല്ല. ഹനീഫി മതമോ ഇതെവിടെയാണ് കിട്ടുക എന്നറിയാതെ ഈ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് മരുഭൂമിയിലൂടെ നടത്തിയ യാത്രയാണിത്. അവസാനം മഹാനവറുകൾ പറഞ്ഞു, അല്ലാഹുമ്മ റബ്ബേ, ഈ ലോകത്തെ പടച്ചവൻ ഒരുത്തൻ വേണമല്ലോ. ആ തമ്പുരാനെ, ഇന്നി ഉഷ്ഹിദുക, ഞാൻ നിന്നോട് സാക്ഷി പറയുന്നു റബ്ബേ, അന്നീ അലാ ദീനി ഇബ്രാഹീം, ഞാൻ ഇബ്രാഹീം നബിയുടെ മതത്തിലാണ് റബ്ബേ ഉള്ളത്. അല്ലാഹുമ്മ ഇന്നി ഉഷ്ഹിദുക അന്നീ അലാ ദീനി ഇബ്രാഹീം, ഇബ്രാഹീം നബിയുടെ മതം ഏതാണെന്ന് പറഞ്ഞു തരാൻ ഒരാളില്ല.
എന്നാൽ ഞാൻ ആ മതത്തിലാണ് റബ്ബേ, അതറിയുമെങ്കിൽ ഞാനത് വാരിപ്പുണരും. അത് കിട്ടിയിരുന്നെങ്കിൽ ഞാൻ നെഞ്ചോട് ചേർത്ത് വെക്കും. അതറിഞ്ഞിരുന്നെങ്കിൽ അതനുസരിച്ച് ഞാൻ ജീവിക്കുമായിരുന്നു റബ്ബേ. വല്ലദീന ജാഹദൂ ഫീനാ ലനഹ്ദിയന്നഹും സുബുലനാ വഇന്നല്ലാഹ ലമഅൽ മുഹ്സിനീൻ. സന്മാർഗം അറിയണമെന്ന് മനസ്സിലൊരാഗ്രഹം ഉണ്ടാവുകയും എനിക്കൊന്ന് നന്നാവണം, ഒന്ന് മാറണം, ഞാൻ ഇങ്ങനെ ആയാൽ പോരാ, എന്റെ കൂട്ടുകാരന് സംഭവിച്ച അപകടം എനിക്ക് പറ്റും മുമ്പ് എനിക്ക് സത്യമറിയണം, ഒരാഗ്രഹമുണ്ടെങ്കിൽ അള്ളാഹുവിന് വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ ഒരുക്കമാണെങ്കിൽ നിങ്ങൾക്ക് നന്നാവാനുള്ള വഴി, നന്മയിലേക്ക് വരാനുള്ള വഴിയടയാളങ്ങൾ അള്ളാഹു കൊണ്ടുതരും. അള്ളാഹു നിങ്ങളുടെ മുമ്പിലേക്ക് എത്തും. നിങ്ങളെ റബ്ബിനെ ഓർമ്മിപ്പിക്കാനുള്ള വഴി, അള്ളാഹുവിനെ കുറിച്ച് അറിയാനുള്ള വഴികൾ, ഇൽമിന്റെ വിവിധങ്ങളായ വഴികൾ പടച്ചതമ്പുരാൻ നമ്മുടെ മുമ്പിലേക്ക് കൊണ്ടുതരും. അത് മരണം വരെ അള്ളാഹു നമുക്ക് നിർത്തി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അള്ളാഹുവിനറിയാൻ കഴിഞ്ഞതിന്റെ ശേഷം, പടച്ചതമ്പുരാനെ മനസ്സിലേക്ക് കിട്ടിയതിന്റെ ശേഷം അത് നഷ്ടപ്പെടുന്ന നഷ്ടം എത്ര വലിയ നഷ്ടമാണ്, എത്ര വലിയ നഷ്ടമാണത്, എത്ര വലിയ നഷ്ടം. 500ഓളം കുതിര പടയാളികളുമായി ഫാറൂഖ് തങ്ങളുടെ മുമ്പിലേക്ക് വന്ന ജബലത്ത് ഇബ്നു ഐഹം തന്റെ വസ്ത്രത്തിൽ ഒരു പാവപ്പെട്ട മനുഷ്യൻ ചവിട്ടിയപ്പോഴാണ് ആ മനുഷ്യനെ മുഖത്തടിക്കുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞുവല്ലോ, വല്ലാഹി ലയുഖാദു മിൻക യാ ജബല. ജബല, ഈ പാവപ്പെട്ട മനുഷ്യരെ നിങ്ങൾ മുഖത്തടിച്ചതിന് പകരം ചോദിക്കപ്പെടും നിങ്ങളോട്. കൈഫ, എങ്ങനെയാണ്? ഞാൻ രാജാവല്ലയോ? വഹുവ സൂഖ, ഇതൊരു അങ്ങാടി പയ്യനല്ലേ, ഇതൊരു സാധാരണക്കാരനല്ലേ? യാ ജബല ഖദ് സവ്വൽ ഇസ്ലാമു ബൈനകുമാ, ഇത് അല്ലാഹുവിന്റെ ഹറമാണ് ജബല. നിങ്ങളും ഒരടിമയും അല്ലാഹുവിന്റെ മുമ്പിൽ ഇനി ഒരുപോലെയാണ്. അല്ലാഹുവിന്റെ മാർഗത്തിലേക്ക് ചേരുമ്പോൾ ഐക്യമാണ്, സമത്വമാണെന്ന് പറഞ്ഞപ്പോ തന്റെ ഈഗോ സമ്മതിക്കാതെ ഞാൻ വലിയൊരാളല്ലേ, എന്നെയും ഒരു സാധാരണക്കാരനെയും ഒരുപോലെ കാണുകയോ? ഹിദായത്ത് കയ്യിൽ കിട്ടിയതിന്റെ ശേഷം അത് നഷ്ടമായി പോയ ജബലത്ത് ഇബ്നു ഐഹം ഉമർ തങ്ങളോട്, ഉമറേ, എന്നിൽ നിന്ന് പ്രതികാരം ചോദിക്കും മുമ്പ് ഒരൽപ്പം സാവകാശം തരണം, ഞാൻ നാളെ പറയാം. ആ നാളെ എന്ന പറഞ്ഞ വാക്ക് പിടിച്ച് രാത്രിക്ക് രാത്രി തുർക്കിയിലേക്ക് നാടുവിട്ട ആളാണ് ജബലത്ത് ഇബ്നു ഐഹം. അയാൾ മരിക്കുന്നത് ഒരടി പേടിച്ചുകൊണ്ടായിരുന്നു, ഒരു പ്രതികാരം പേടിച്ചുകൊണ്ടായിരുന്നു. കയ്യിൽ കിട്ടിയ സാധനം നഷ്ടപ്പെടുത്തിയ ആൾ. ഇബ്നു അബ്ദുറഹീമിനെ സംബന്ധിച്ച് മഹാനായ അല്ലാമ ഇബ്നു കസീർ തങ്ങൾ പറയുന്നുണ്ട്, പ്രഗൽഭന്മാരായ സീറയുടെ പണ്ഡിതന്മാർ ഉദ്ധരിച്ചിട്ടുണ്ടല്ലോ, റോമക്കാരുമായി ഒരുപാട് യുദ്ധം ചെയ്ത മനുഷ്യൻ ഇബ്നു അബ്ദുറഹീം നല്ല ആളായിരുന്നു. ഹഫിള കിതാബല്ലാഹ്, അല്ലാഹുവിന്റെ കിതാബ് മനഃപ്പാഠമാക്കിയ നല്ലൊരു മനുഷ്യൻ, ഒരു താബിഈങ്ങൾ പെട്ട ആൾ, ആ കാലഘട്ടത്തിൽ ജീവിച്ച ഒരാൾ. സ്വല്ലാ വസ്വാമ, നിസ്കരിച്ചു, നോമ്പെടുത്തു, എല്ലാം ക്ലിയർ ആയിരുന്നു. എന്ത് സംഭവിച്ചു എന്നറിയോ? ഒരു പെണ്ണ് കേസ്. ഒന്നുമല്ല, റോമിലേക്ക് യൂറോപ്പുകാരോട് പടപൊരുതാൻ പോകുമ്പോഴാണ് ഒരു യൂറോപ്പുകാരിയായ സുന്ദരിയായ ഒരു ചെറുപ്പക്കാരിയെ കണ്ടപ്പോ, കൈഫസ്സബീലു ഇലൈകി, നിന്നെ പ്രാപിക്കാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് ചോദിച്ചപ്പോ, നിന്നെ പ്രാപിക്കാൻ ഞാൻ എന്ത് വേണം, നിന്നെ എങ്ങനെ എനിക്ക് കൈവശപ്പെടുത്താൻ പറ്റും? ആ പെണ്ണൊരച്ച വാക്കാ പറഞ്ഞത്, ഞാൻ ക്രിസ്ത്യാനിയാണ്, ഞങ്ങളുടെ നാടാക്രമിക്കാൻ വന്നവരല്ലേ നിങ്ങൾ, അത് പിടിച്ചടക്കാൻ വന്നവരല്ലേ നിങ്ങൾ, ക്രിസ്ത്യാനിയാണെങ്കിൽ നിങ്ങളുടെ കൂടെ ഞാൻ ഭാര്യയായി വരാം. ഫതനസ്വറ, ആ പെണ്ണിനെ കിട്ടാൻ വേണ്ടി കുരിശുമാല ധരിച്ച ആളായിരുന്നു ഇബ്നു അബ്ദുറഹീം. ക്രിസ്ത്യാനിയായി ആ പെണ്ണിനെ കല്യാണം കഴിച്ചു. മുസ്ലിമീങ്ങളൊക്കെ സങ്കടത്തിലായില്ലേ, വളരെ വിഷമിച്ചു പോയില്ലേ? ഇങ്ങനെ സത്യമറിയാൻ ഭാഗ്യമുണ്ടായിട്ട് നിസ്സാര വിഷയങ്ങൾക്ക് വേണ്ടി എല്ലാം നഷ്ടപ്പെടുത്തി കളയുന്ന ഹതഭാഗ്യന്മാരുടെ ഉദാഹരണങ്ങൾ എമ്പാടുമുണ്ട്. സ്വഹാബിമാർ ആ വഴിക്ക് വർഷങ്ങൾക്ക് ശേഷം കടന്നു പോകുമ്പോ ചോദിച്ചു, നിങ്ങളിലുണ്ടോ ഇബ്നു അബ്ദുറഹീം? ഞങ്ങളുടെ കൂടെ വരികയും നിങ്ങളൊരു പെണ്ണിനെ പ്രേമിക്കുകയും അവളെ കിട്ടാൻ വേണ്ടി ഇസ്ലാമിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്ത ഇബ്നു അബ്ദുറഹീം ഉണ്ടോ? ഉണ്ടെന്ന് പറഞ്ഞു. ഒന്ന് കാണാൻ കിട്ടുമോ? തന്റെ വീടിന്റെ മട്ടുപ്പാവിൽ നിന്ന് അദ്ദേഹം നോക്കി നിൽക്കുന്നു. ഇബ്നു അബ്ദുറഹീം, മാ ഫഅല സ്വലാതുക, ഇബ്നു അബ്ദുറഹീമേ, നിന്റെ നിസ്കാരം കൊണ്ട് നിനക്ക് എന്തു കിട്ടി? വമാ ഫഅല സൗമുക, നിന്റെ നോമ്പ് കൊണ്ട് എന്ത് കിട്ടി? വഖുർആനുക, ഖുർആൻ പഠിച്ച ആളല്ലേ നിങ്ങൾ, എന്ത് കിട്ടി ഇബ്നു അബ്ദുറഹീം? എന്തിനതൊക്കെ നീ വലിച്ചെറിഞ്ഞു? അദ്ദേഹം പറഞ്ഞു, ഖദ് കാന ലീ മിൻഹാ മാലും വബനൂൻ,
ഞാൻ കല്യാണം കഴിച്ചു, എനിക്കൊരുപാട് സമ്പത്ത് കിട്ടിയവരിൽ നിന്ന് ആ പെണ്ണിനെയും കിട്ടി, ഞാനിപ്പോ കുടുംബമായി ജീവിക്കുകയാണ്. ഇബ്നു അബ്ദുറഹീമേ, ഖുർആൻ ഹിഫ്ദ് ഉണ്ടായിരുന്ന നിങ്ങൾക്ക് എന്തേ സംഭവിച്ചു പോയത്? നമ്മൾ അറിയണം, വിശുദ്ധ ഖുർആൻ ഹിഫ്ളാക്കൽ മാത്രമല്ല വിഷയം, ഖുർആൻ അനുസരിച്ച് ജീവിക്കലാണ് വിഷയം. അല്ലാഹു നമുക്കൊക്കെ ഇതിന് തൗഫീഖ് നൽകട്ടെ. നമ്മുടെ മക്കളിൽ ഹാഫിളീങ്ങളെയും ആലിമീങ്ങളെയും അല്ലാഹു നൽകട്ടെ. അവനെ ഭയപ്പെടുന്ന മക്കൾ അല്ലാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അനുസരിച്ച് ജീവിക്കലാണ് വിഷയം. അതുകൊണ്ടാണ് പരിശുദ്ധ നബി തങ്ങളുടെ ഒരു ഹദീസിനെ മഹാനായ ഇമാം മസ്ഊലി തങ്ങൾ വ്യാഖ്യാനിച്ചത്, ഇന്ന ലില്ലാഹി 99 ഇസ്മാ മിഅതൻ ഇല്ലാ വാഹിദ മൻ ഹഫിളഹാ ദഖലൽ ജന്ന. അല്ലാഹുവിന് 99 നാമങ്ങളുണ്ടത്രേ, അസ്മാഉല്ലാഹിൽ ഹുസ്ന. ആ നാമങ്ങൾ 100 ഒന്നൊഴികെ, അതായത് 99 പേരുകൾ. മൻ ഹഫിളഹാ ദഖലൽ ജന്ന, അത് മനപ്പാടമുള്ളവർക്ക് അല്ലാഹു സ്വർഗ്ഗം കൊടുക്കുമെന്ന് പറഞ്ഞ ഹദീസിനെ മുൻഗാമികളിലെ പണ്ഡിതന്മാർ അറിയപ്പെടുന്ന ഇമാം മസ്ഊലി തങ്ങൾ വ്യാഖ്യാനിച്ചത്, മൻ ഹഫിളഹ, മനപ്പാടമല്ല വിഷയം, മനപ്പാടമല്ല, വഅമില ബിമിസ്ദാഖിഹാ, അല്ലാഹുവിന്റെ ഇസ്മുകൾ പറയുമ്പോ ആ ഇസ്മുകളുടെ ആശയമേതോ അതനുസരിച്ച് ജീവിക്കുകയും ചെയ്തവർ അവർക്ക് സ്വർഗമുണ്ടെന്നാണ് അതിനർത്ഥം. എന്നല്ലാതെ തത്ത പറയുന്ന പോലെ അത് ചൊല്ലിപ്പറഞ്ഞു പക്ഷേ നിസ്കാരമില്ല, അള്ളാഹുവിനെ സംബന്ധിച്ചുള്ള ബോധമില്ല, അനുസരണയില്ല, ജീവിതത്തിൽ സൂക്ഷ്മതയില്ല, അങ്ങനെ ഖുർആനോ അസ്മാഉൽ ഹുസ്നയോ മനപ്പാഠമാക്കിയത് കൊണ്ട് ഒരു ഫലവും ലഭിക്കുകയില്ലെന്ന് നമ്മുടെ ഉലമാ പറയാൻ കാരണം ഇബ്നു അബ്ദുറഹീമിന്റെ അനുഭവം മറിച്ചായിരുന്നല്ലോ. ഇബ്നു അബ്ദുറഹീമേ, മാ ഫഅല ഖുർആനുക, നിന്റെ ഖുർആൻ കൊണ്ടൊക്കെ എന്ത് കിട്ടി? എന്താ മറുപടി എന്നറിയോ? ഉൻസീതു മിൻഹാ, എനിക്ക് അല്ലാഹു അതെല്ലാം മറപ്പിച്ചു കളഞ്ഞു. സൂറത്തുൽ ഹിജ്റിലെ 2 ആയത്തുകൾ എനിക്ക് ഓർമ്മയുണ്ട്. ഇപ്പോ അതിൽ ഒരു ആയത്താണ് അദ്ദേഹം ഓതിക്കൊടുത്തത്, റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ ദർഹും യഅകുലൂ വയതമത്തഉ വയുൽഹിഹുമുൽ അമൽ. ശുദ്ധമായ ഖുർആൻ പറഞ്ഞൊരു ഭാഗം, റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അവിശ്വാസിലേക്ക് പോയ ആളുകൾ, അവിശ്വാസം കൊണ്ട് നടന്ന ആളുകൾ ഒരു നേരം കൊതിച്ചു പോകും. നാളെ മഹ്ശറായിൽ അല്ലാഹു സ്വർഗം കൊടുക്കാൻ ആളുകളെ വിളിക്കുമ്പോ, റബ്ബ് ഗിഫ്റ്റ് കൊടുക്കാൻ വിളിക്കുമ്പോ, സ്വർഗത്തിലേക്ക് പോയിക്കോളൂ എന്ന് പറയുമ്പോ അവിടെ കൂടി നിൽക്കുന്ന ജനങ്ങളിൽ അവിശ്വാസം കൊണ്ട് നടന്ന ആളുകൾ കൊതിച്ചു പോകുമത്രേ. ലൗ കാനൂ മുസ്ലിമീൻ, ഞാനൊരു മുസ്ലിമായിരുന്നെങ്കിൽ എന്ന് അവിശ്വാസികൾ നാളെ പരലോകത്ത് കൊതിച്ചു പോവാനിടയുണ്ടെന്ന് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞ ആ ഒരായത്തല്ലാതെ ഈ മനുഷ്യന്റെ ഖൽബിൽ നിന്ന് ഫാത്തിഹ മറന്നുപോയി, ഖുൽ ഹുവല്ലാഹു അഹദ് മറന്നുപോയിട്ടുണ്ട്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മറന്നുപോയിട്ടുണ്ട്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് മറന്നുപോയിട്ടുണ്ട്, യാസീനില്ല, അൽ കഹ്ഫില്ല, ഒന്നുമില്ല. ആകെ ഓർമ്മയുള്ളത് മനസ്സിൽ ഒരായത്താണ്. ആ ആയത്ത് ലോക വിശ്വാസികൾക്ക് അല്ലാഹുവിന്റെ ദൃഷ്ടാന്തവുമാണ്. റുബമാ യവദ്ദുല്ലദീന കഫറൂ ലൗ കാനൂ മുസ്ലിമീൻ. അല്ലാഹുവേ, ഞാൻ മുസ്ലിമായിരുന്നെങ്കിൽ. അങ്ങനെയൊക്കെ പറഞ്ഞിട്ടും കുഫറിൽ മരിച്ച ആളാണ് ഇബ്നു അബ്ദുറഹീം എന്ന് പറയുന്ന മനുഷ്യൻ. അല്ലാഹുവേ, നീ ഞങ്ങൾക്ക് ഇസ്തിഖാമത്ത് നിലനിർത്തി തരണേ തമ്പുരാനെ, നിലനിർത്തി തരണേ തമ്പുരാനെ. അല്ലാഹുവിന്റെ റസൂലിന്റെ വരവിന്റെ മുമ്പാണ് സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു. ഇമാം ബുഖാരി തങ്ങൾ വളരെ വ്യക്തമായി അവരുടെ ചരിത്രം പറയുന്നുണ്ട്. മഹാനവറുകൾ എപ്പോഴും പറയും, ഹിദായത്തിന്റെ വെളിച്ചം എന്താണ് എങ്ങനെയാണെന്നറിയില്ല, പക്ഷേ മനസ്സിനുള്ളിൽ ഒരു കൊതിയുണ്ടായിരുന്നു, അതൊന്നറിയണം, അതൊന്ന് പുൽകണം. അവര് പറയുമായിരുന്നു, ലബ്ബൈക ലബ്ബൈക ഹഖൻ ഹഖാ ലബ്ബൈക തഅബ്ബുദൻ വരിഖാ ലബ്ബൈക ഹഖൻ ഹഖാ തഅബ്ബുദൻ വരിഖാ. കഅബാലയത്തിന്റെ ചുറ്റും നടക്കുമ്പോ ഇങ്ങനെ ഒരു ഇബാദത്തുണ്ടെന്ന് അദ്ദേഹത്തിന് അറിയാം. കഅബാലയത്തെ നോക്കി നിന്നുകൊണ്ട് അവർ പറയും, ലബ്ബൈക റബ്ബേ, നിനക്കുത്തരം 2 തവണ, ഹഖൻ ഹഖാ, സത്യമായും സത്യമായും,
തഅബ്ബുദൻ വരിഖാ, ഞാൻ നിന്റെ അടിമയാണ് റബ്ബേ, നിന്റെ അടിമയാണ്. തഅബ്ബുദൻ വരിഖാ, നിനക്ക് ഞാൻ ഉത്തരം നൽകുന്നു. ആ ഒരുത്തരെ കുറിച്ച്, അല്ലാഹുവിനെ കുറിച്ച്, സ്വമദാണ്, റഹ്മാനാണ്, റഹീമാണ്, ലം യലിദ് വലം യൂലദാണ്, വലം യകുൽ ലഹു കുഫുവൻ അഹദാൻ. ഈ വിശദീകരണമൊന്നും അറിയില്ല. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ എന്ന റഹ്മത്തുള്ളാഹി അലൈഹി ഹനീഫികളിൽ കഴിഞ്ഞു പോയ മഹാൻ അസ്മാ റളിയല്ലാഹു അൻഹ പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരൻ സിദ്ദീഖ് തങ്ങളുടെ മോള് ഞാനന്ന് കണ്ടിരുന്നു. സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ കഅബ ആലയത്തിലേക്ക് ചാരി നിന്നുകൊണ്ട് മഹാനവറുകൾ പറയുന്നത് ഞാനന്ന് കേട്ടിരുന്നു. അല്ലാഹുവേ അല്ലാഹുവേ വല്ലാഹി ലൗ അഅലമു ഹബ്ബൽ വുജൂഹി ഇലൈക ലഅബത്തുക ബിഹി. അല്ലാഹുവേ, നിന്നെ എങ്ങനെയാണ് പ്രാപിക്കേണ്ടത്, നിന്നെ എങ്ങനെയാണ് ആരാധിക്കേണ്ടത് എന്ന അതിന്റെ വിശേഷപ്പെട്ട രൂപം, നിനക്കിഷ്ടമായ രൂപം, നിസ്കാരം എന്തെന്ന് എനിക്കറിയില്ല. അതിനർത്ഥതാണ് എങ്ങനെയാ ഇബാദത്ത് ചെയ്യേണ്ടെന്ന് അറിയില്ല. റബ്ബേ, അത് പഠിപ്പിച്ചു തരാൻ ഒരു നബിയോ, അത് പഠിപ്പിച്ചു തരാൻ ഒരു ദൂതനോ ഒരു ആലിമോ എനിക്ക് കിട്ടിയിരുന്നുവെങ്കിൽ റബ്ബേ, ഞാൻ അതുപോലെ നിന്നെ ഇബാദത്ത് ചെയ്യേനെ. ഇത് പറഞ്ഞിട്ട് നേരെ മണ്ണിലേക്ക് വീഴും, നെറ്റുകുത്തിയിട്ട് സുജൂദിൽ കിടക്കുന്ന പോലെ. സുജൂദാണതിന്റെ പേരെന്നറിയില്ല, ഇത് ഇബാദത്തിന്റെ രൂപമാണെന്നറിയില്ല. പടച്ചവൻ, എനിക്ക് നിന്നെ പറ്റി അറിയില്ലല്ലോ. പക്ഷേ എന്റെ നാട്ടുകാർ ചെയ്യുന്ന ബിംബാരാധന ശരിയല്ലെന്ന് എനിക്കറിയാം. സത്യം മറ്റെന്തോ ആണ്, അത് ഇബ്രാഹിം നബി കൊണ്ടുവന്നതാണ്. മഹാനവറുകൾ പറയുമായിരുന്നു, യാ മഅശറ ഖുറൈശ്, അല്ലയോ ഖുറൈശികളെ, വല്ലാഹി മാ മിൻകും അലാ ദീനി ഇബ്രാഹിം അഹദുൻ ഗൈരി, നിങ്ങളുടെ കൂട്ടത്തിൽ ഇബ്രാഹിം നബിയുടെ ആ സത്യസന്ധമായ മാർഗത്തിൽ കഴിയുന്നത് ഞാനല്ലാതെ മറ്റാരുമല്ല. ഞാൻ ഒറ്റക്ക്, ഞാനാണ് ഇബ്രാഹിം നബിയുടെ മതത്തിലെന്ന് എനിക്ക് ബോധ്യമുണ്ട്. ഖുറൈശികളെ, നിങ്ങൾ ചെയ്യുന്ന പൂജകൾ, നിങ്ങൾ ചെയ്യുന്ന ഉത്സവങ്ങൾ, നിങ്ങൾ ചെയ്യുന്ന ആരാധനാകർമ്മങ്ങൾ, ഇതല്ല ലോകം പടച്ച രക്ഷിതാവിനെ ആരാധിക്കേണ്ട വഴിയെന്ന് എനിക്കറിയാം. മഹാനവറുകൾ പെൺകുഞ്ഞുങ്ങളെ കുഴിച്ചു മൂടാൻ അനുവദിക്കാത്തവരാണ്. പെൺകുട്ടികളെ കുഴിച്ചു മൂടുന്ന കാലത്ത് ആ മഹാനാച്ചെന്ന് പറയുന്നത്, നിന്റെ മോളെ നീ എന്തിനു കുഴിച്ചു മൂടുന്നു? ദാരിദ്ര്യം പേടിച്ചിട്ടോ? ഞാൻ വളർത്തിക്കൊള്ളാം, ഞാൻ ഭക്ഷണം കൊടുത്തുകൊള്ളാം, ഞാൻ സംരക്ഷിച്ചു കൊള്ളാം എന്ന് പറഞ്ഞ് മൂടപ്പെടാൻ പോകുന്ന പെൺകുഞ്ഞുങ്ങളെ, പ്രസവിക്കപ്പെട്ട പിഞ്ചു മക്കളെ ഏറ്റെടുത്ത് വളർത്തിയ ആളായിരുന്നു മഹാനായ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈൽ റളിയല്ലാഹു അൻഹു റഹ്മത്തുള്ളാഹി അലൈഹി. മുസ്തനബി തങ്ങളുടെ ബിഅസത്തുമായി അദ്ദേഹത്തിന് കണ്ടുമുട്ടാൻ കഴിഞ്ഞില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്, നബി തങ്ങളെ കണ്ടിട്ടുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ അന്നിരിക്കുമ്പോ നബി തങ്ങളുടെ കൂടെ ഒന്ന് രണ്ട് സ്വഹാബിമാരുമുണ്ട്. സയ്യിദ് ഇബ്നു ഹാരിസ തങ്ങളെ പോലെയുള്ള ആളുകൾ നബി തങ്ങളുടെ കൂടെയുണ്ട്. അവരെന്തോ ഭക്ഷണം കഴിക്കുകയാണ്. അവര് ഭക്ഷണം കഴിക്കുന്ന കണ്ടപ്പോ നബി തങ്ങൾ വിളിച്ചു, സയ്യിദേ, ഞങ്ങളുടെ കൂടെ കൂടുന്നോ ഭക്ഷണം കഴിക്കാൻ? ഇപ്പൊ സയ്യിദ് റളിയല്ലാഹു അൻഹു എന്താ പറഞ്ഞെന്നറിയോ? നബി തങ്ങൾ അന്ന് നബിയല്ല, തങ്ങളോട് പറയാണ്, യാ മുഹമ്മദു, മുഹമ്മദ് നബിയേ, സയ്യിദേ, നിങ്ങൾക്കറിയോ ബിംബങ്ങൾക്ക് വേണ്ടി പൂജ നടത്തുന്ന ഈ ഭക്ഷണങ്ങളൊന്നും എനിക്ക് തിന്നാൻ ഇഷ്ടമല്ല, ഞാനിത് ചെയ്യൂല. ബിംബാരാധന എനിക്കിഷ്ടമല്ല. നബി തങ്ങൾ ബിംബാരാധന ചെയ്തു എന്നല്ല അതിനർത്ഥം. പക്ഷെ അന്ന് ചെയ്യുന്ന അറിവുകൾ, അന്ന് ചെയ്യുന്ന ബലിയർപ്പണങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ വിചാരിക്കുകയാണ് ഇത് അതായിരിക്കുമോ? എന്നിട്ട് ഇവര് അല്ലാഹുവിന്റെ റസൂലിനോടാ പറയുന്നത്, നബിയേ നബിയേ നബിയേ, ലാ ആകുലു, ഞാൻ തിന്നൂല നബിയേ, മാ ദുബിഹ അലൻ നുസുബ്, ബിംബങ്ങൾക്ക് വേണ്ടി അറുത്തു വെച്ചത് ഞാൻ തിന്നൂല നബിയേ. അല്ലാഹുവിന്റെ റസൂൽ ആ മനുഷ്യന്റെ സൂക്ഷ്മത കണ്ട് അത്ഭുതപ്പെട്ടു പോയിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹാനായ ഹബീബായ തങ്ങളോട് പ്രിയപ്പെട്ട മോൻ മഹാനായ സഈദ് ഇബ്നു സഈദ് റളിയല്ലാഹു അൻഹു ഹബീബായ തങ്ങളോട് ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, മുത്ത് നബിയേ, എന്റെ വാപ്പയെ സംബന്ധിച്ച് എന്താ നബിയെ അങ്ങേക്ക് പറയാനുള്ളത്? എന്റെ വാപ്പയെ സംബന്ധിച്ച് എന്താ നബിയെ അങ്ങേക്ക് തോന്നുന്നത്? റഹിമഹുല്ലാഹ്, നബി തങ്ങൾ പറയാ, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ, ലഖദ് മാത അലാ ദീനി ഇബ്രാഹിം, ഇബ്രാഹിം അലൈഹിസ്സലാമിന്റെ മതത്തിൽ ജീവിച്ച ആളാണ്. വലഖദ് റഅയ്തുഹു ഫിൽ ജന്നഹ് യസ്ഹബു ദുയൂലാ, സ്വർഗത്തിന്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് സ്വർഗത്തിലൂടെ നടക്കുന്നത് ഞാൻ എന്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട്. യുബഅസു യൗമൽ ഖിയാമത്തി ഉമ്മതൻ വാഹിദ,
എന്റെയും ഈസാ നബിയുടെയും ഇടയിൽ 500 കൊല്ലത്തെ കാലഘട്ടമുണ്ട്, 570 കൊല്ലമുണ്ട്, 600ഓളം കൊല്ലത്തെ ബഅസത്തിന്റെ ഗ്യാപ്പുണ്ട് മഹാനായ ഈസാ നബി അലൈഹിസ്സലാമിന്റെയും അഷ്റഫുൽ ഖൽഖിന്റെയും ഇടയിൽ. ആ കാലഘട്ടത്ത് വന്ന ഒരു സമൂഹമായി യുബഅസു ഉമ്മതൻ വാഹിദ, ഒരു സമൂഹമായി അല്ലാഹു ഈ ഒരു മനുഷ്യനെ നാളെ പുനർജന്മം കൊടുക്കുമെന്ന് മഹാനായ നബി തങ്ങൾ പറയുമ്പോൾ റഹിമഹുല്ലാഹ്, അല്ലാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്നാ പറയുന്നത്. മഹാനായ ഈ സയ്യിദ് ഇബ്നു അംർ ഇബ്നു നുഫൈലിനെ അല്ലാഹു തൃപ്തിപ്പെട്ടു. അവരെ ഒരു സൈന്യമായി, ഒരു സമൂഹമായി, ഒരു ഉമ്മത്തായി അല്ലാഹു നാളെ പുനർജന്മം കൊടുക്കുമെന്ന് പറയും. എന്തുകൊണ്ട്? റബ്ബേ, എനിക്ക് നന്നാവണം എന്ന കൊതി വന്നതിന്റെ പേരിൽ, എനിക്കൊന്ന് നല്ല ആളാവണം എന്ന് ആഗ്രഹിച്ചതിന്റെ പേരിൽ, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിലാവട്ടെ നമ്മൾ ഇങ്ങോട്ട് വന്നത്, അങ്ങനെ ഒരു ആഗ്രഹത്തിന്റെ പേരിലാവട്ടെ നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. എന്തെങ്കിലും റബ്ബേ നിന്നെ കുറിച്ചറിയണം, നിന്നെ കുറിച്ച് പഠിക്കണം എന്ന ചിന്തയിലാണ് നമ്മൾ ഈ വന്നതെങ്കിൽ അള്ളാന്റെ മലക്കുകൾ നമ്മളോട് വിളിച്ചു പറയുകയാണ്, തിബ്തും ത്വാബ മംശാകും വതബവഅതും മിനൽ ജന്നതി മൻസിലാ. നിങ്ങൾ വന്നത് നന്നായി, നിങ്ങളുടെ ഇരുത്തം നന്നായി, നിങ്ങൾക്ക് സ്വർഗ്ഗലോകത്തൊരു വീട് അല്ലാഹു സജ്ജീകരിച്ചിരിക്കുന്നുവെന്ന് അല്ലാഹുവിന്റെ മാലാഖമാർ നമ്മളോട് പറയപ്പെടുമാർ. അല്ലാഹു നമ്മുടെ മനസ്സിനുള്ളിലെ നിയ്യത്ത് നന്നാക്കി തരട്ടെ. ഈ വരവും ഇരുത്തവും സത്യമന്വേഷിച്ചുള്ള ഇരുത്തമായി അല്ലാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിയിരിക്കല്ലേ? എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ സ്റ്റേജിന്മാരും എഴുന്നേൽക്കേണ്ട ഇൻഷാ അല്ലാഹ്. പ്രയാസമുള്ളവർ എഴുന്നേൽക്കും വേണ്ട കേട്ടോ, ഒരു ഉന്മേഷത്തിനാണ്. അങ്ങനെ എഴുന്നേറ്റ ഒരു ഊരവേദനയൊക്കെ വരുന്നുണ്ടെങ്കിൽ എഴുന്നേൽക്കും വേണ്ട. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. നിങ്ങൾ പറഞ്ഞിട്ടില്ലേ? ചൊല്ലില്ലേ? നിങ്ങൾ ഒരുമിച്ച് ചൊല്ലിയ ഈ മൈക്കിൽ ഞാൻ ഒറ്റക്ക് പറഞ്ഞേക്കാട്ട് സൗണ്ട് ഉണ്ടാവുന്ന ഇൻഷാ അല്ലാഹ്. ഒന്ന് ഉറക്കെ ചൊല്ലില്ലേ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം റൗളയിൽ ഖിബ്ലയിലേക്ക് തിരിഞ്ഞിങ്ങനെ കിടക്കാൻ ഹബീബായ നബി തങ്ങളിലേക്ക് മലക്കുകൾ ഈ സ്വലാത്ത് ഇങ്ങനെ കൊണ്ടുപോയി കൊടുക്കുന്നു. നബിയെ, അള്ളാഹുവിന്റെ റസൂലെ, ഇതാ നബിയെ, കൊപ്പത്ത് നിന്ന് ആയിരക്കണക്കിന് സ്വലാത്ത് അങ്ങേക്ക് എന്ന് ഹബീബായ നബി തങ്ങളോട് മലക്കുകൾ പറഞ്ഞു കൊടുക്കും. ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഒന്ന് ചൊല്ലല്ലേ? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ وعلى آل سيدنا محمد وبارك وسلم عليه. അത് ഒന്നുകൂടെ ഉഷാറാക്കാം അല്ലേ? ഒന്ന് ആഞ്ഞു പിടിച്ചാല് اللهم سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه. ഇരിക്കുക. അല്ലാഹുവേ, ഞങ്ങളുടെ നബിതങ്ങൾ, ഞങ്ങളുടെ ഹിദായത്തിന് കാരണക്കാരായ നബിതങ്ങൾ, അവർക്കുമേൽ നിന്റെ റഹ്മത്തും നിന്റെ സ്വലാത്തും നിന്റെ കരുണയും വർഷിക്കണമേ. അതാണിപ്പോ നമ്മളെ ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹു സ്വീകരിക്കട്ടെ. നൗഫൽ ഇതൊക്കെ അബുദാബി ചെയ്യുന്ന ആളാണ്, ഇവിടെ വന്നിട്ട് തന്നെ അൽഹംദുലില്ലാ. അപ്പോ ഇൻഷാ അല്ലാഹ് നമ്മുടെ പരിപാടിയിലേക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും സ്വതക്ക ചെയ്യാനുള്ളൊരു ചാൻസാണ്. പിരിവ് നിങ്ങളതിനെ പറ്റി പറയരുത്, അത് രാഷ്ട്രീയക്കാരൊക്കെ ചെയ്യുന്ന പരിപാടിയാണ്. പിരിവ് തന്നിട്ടില്ലെങ്കിൽ ഭീഷണിപ്പെടുത്തു. അതല്ല, അവനവന്റെ ഖബറിലേക്ക് ഒരു ഡെപ്പോസിറ്റ് എന്ന് അതിന് പറയാം. അത് പറ്റുന്നവരൊക്കെ കൊടുത്തോളി, ആരും പിശുക്കണ്ട. നിങ്ങൾ കൊടുക്കണത് എത്രയാണ് നിങ്ങൾക്കും പഠിച്ചവനെ അറിയില്ല. ചുറ്റുപുള്ളിടയിൽ അത് കീറിയതിട്ടാലും അറിയില്ല, അത് വെറുതെ കർലാസ് ഇട്ടാലും അറിയില്ല, എന്നിട്ട് നിങ്ങൾ പൊക്കിയാലും അറിയില്ല, ഒക്കെ പഠിച്ചവനെ അറിയുള്ളൂ. അപ്പൊ എന്ത് ചെയ്യുക? നല്ലതിട്ട് കൊടുത്തോളി ഇൻഷാ അല്ലാഹ്. അള്ളാഹിന്റെ അടുത്തേക്ക് വരുമ്പോ പൊട്ടിയ നോട്ട് ഒരാളെ വക കൊപ്പത്തുനിന്ന് ഇതൊന്നും വിളിച്ചു പറയണത് വലിയ മോശമല്ലേ? നല്ലത് കൊടുത്തേക്ക്. കയ്യിൽ ഉണ്ടായിട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ. കടായി പോവും, ബുദ്ധിമുട്ടായി പോകും, നാളെ കുട്ടികൾക്ക് സ്കൂൾക്ക് ഫീസ് കൊടുക്കാനുള്ള പൈസ അതൊന്നും തരണ്ട. നിങ്ങളുടെ ആവശ്യം കഴിഞ്ഞ് മിച്ചം വല്ലതുണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടോയെന്ന് നോക്കട്ടെ ഇൻഷാ അല്ലാഹ്. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം എന്താണെന്ന് കിട്ടിയതെന്നൊക്കെ. അപ്പോൾ നിങ്ങളെല്ലാവരും കൊടുക്കൂലേ? ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് തരട്ടെ. എന്തിനെ കൈ നിർത്ത് കൊടുക്കാൻ? അതിനല്ലേ നിങ്ങൾ ആമീൻ പറഞ്ഞത്? അൽഹംദുലില്ലാഹ്. അല്ലാഹു അത് ഖബൂലാക്കട്ടെ. പടച്ചതമ്പുരാന് കൊടുക്കുമ്പോ പേടിക്കുന്ന പടച്ചോനെ, ഞാൻ ഈ കൊടുക്കുന്നത് സ്വീകരിക്കോ പടച്ചോനെ? ഇത് തള്ളിക്കളയോ റബ്ബേ? ഇത് എന്റെ പൊരുത്തമായി നീ തന്നത് നിനക്ക് തരാ റബ്ബേ എന്ന് പറഞ്ഞു കൊടുക്കണം എന്നാണ്. അങ്ങനെ നല്ലത് നോക്കിയിട്ട് കൊടുക്കുക ഇൻഷാ അല്ലാഹ്. അല്ലാഹു സഹായിക്കട്ടെ. പെണ്ണുങ്ങളെ നിങ്ങളെ ഭർത്താക്കന്മാർക്കൊക്കെ പൊരുത്തല്ല
നിങ്ങളുടെ മുതലോ ഭർത്താക്കന്മാരുടേത് അവർക്ക് പൊരുത്തുള്ളതൊക്കെ ഉണ്ടെങ്കിൽ സ്വർണ്ണോ പറ്റുന്നൊക്കെ കൊടുത്തോളൂ, നിങ്ങളും കൊടുത്തോളൂ. ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല വലിയ തൗഫീഖും അള്ളാഹുവിൻ്റെ കരുണയും റഹ്മത്തും നമ്മുടെ ജീവിതത്തിലും മക്കളിലും കുടുംബത്തിലും കല്യാണം കഴിഞ്ഞു പോയ മക്കളിലും അവരുടെ മക്കളിലും നമ്മുടെ ഖബറിലും നാളെ മീസാനിലും സിറാത്തിലും ഒക്കെ അള്ളാഹുവിൻ്റെ റഹ്മത്ത് നമുക്ക് ഇത് കാരണം റബ്ബ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. കുറേ ആൾക്കാർ നിൽക്കുന്നുണ്ട്, ഇത് കാണുമ്പോൾ വിഷമം തോന്നുന്നുണ്ട്. നിങ്ങളോടൊപ്പം ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഞാനും നിൽക്കുന്നതാണ്. അതുകൊണ്ട് കുഴപ്പമില്ലല്ലോ, ഇൻഷാ അല്ലാഹ്. പക്ഷെ എനിക്കിവിടെ പിടിച്ചു നിൽക്കാനൊരു സ്റ്റാൻഡ് ഉണ്ട് എന്നുള്ളൊരു സൗകര്യം മാത്രമേ ഇവിടെ ഏറെ ഉള്ളൂ. അതിനിപ്പോൾ നമ്മളെ പന്തലിൻ്റെ കാലോ എന്തെങ്കിലും പിടിച്ചിട്ട് എന്ത് ചെയ്യുക, നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കുക ഇൻഷാ അല്ലാഹ്. പിന്നെ വലിയ ഔദാര്യവാന്മാരൊക്കെ ഉണ്ടെങ്കിൽ ഇവിടെ ഇരുന്നോ, ഞാൻ നിന്നോളാന്ന് കുറച്ചു നേരം കഴിയുമ്പോഴെങ്കിലേ അങ്ങനെയൊക്കെ പറയാൻ പറ്റുന്നവരുണ്ടെങ്കിൽ ചെയ്തോളേ. അൽഹംദുലില്ലാഹ്. പിന്നെ നല്ല പുല്ല്, ഇതിവിടെ ഒറിജിനൽ ഉള്ള പുല്ല് തന്നെയാണെങ്കിൽ ഇവിടെ തന്നെ ഇരിക്കാമല്ലോ അല്ലേ? മാഷാ അല്ലാഹ്. ഇവിടെ ഈ തണല ഈ പുല്ലൊക്കെ ഇരിക്കുക, നല്ല വൃത്തിയുള്ള സ്ഥലമായിട്ട് തോന്നുന്നു. മാഷാ അല്ലാഹ്. ഇവിടെയൊക്കെ സൗകര്യമുണ്ട്. അപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾ പ്രയാസം തോന്നണില്ലെങ്കിൽ നിങ്ങളിവിടെ ഇരിക്കെ കാല് നീട്ടിയിട്ടോ കാല് മടക്കിയിട്ടോ കടന്നിട്ടോ ഉരുണ്ടിട്ടോ നിങ്ങൾക്ക് എങ്ങനെ ഇരിക്കാം. ഇവിടെ അങ്ങനെ ഒരു അദബുകേടിൻ്റെ വിഷയം എൻ്റെ മുമ്പിലില്ല. എന്ത് ധൈര്യമായിട്ട് നിങ്ങളെ സൗകര്യം പോലെ ഇരുന്നോളൂ ഇൻഷാ അല്ലാഹ്. അപ്പോൾ അവിടെ ഉള്ളവർക്കേ ഇവിടെ മുമ്പിലൊക്കെ നല്ല പുല്ലുണ്ട്, റാഹത്തിലിരിക്കാൻ പറ്റും ഇൻഷാ അല്ലാഹ്. അള്ളാഹു തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിന്നെ പ്രശ്നമൊന്നുമില്ലല്ലോ, നല്ല ഭൂമിയല്ലേ? അൽഹംദുലില്ലാഹ്. തെരുവേഗപ്പുറയിൽ വേദന വന്നിരുന്നേ. അപ്പോൾ അവിടെ നിന്ന് ലിസ്റ്റ് തന്നിരുന്നു വായിക്കാൻ. ഞാനത് അവസാനം വായിക്കണത്, എന്നാൽ ഇടയ്ക്ക് ലിസ്റ്റ് വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഇതേപോലെ ചെറിയൊരു പന്തൽ അവിടെ ഉണ്ട്. ഏത് നമ്മുടെ ഇരുമ്പിൻ്റെ ഷീറ്റിട്ടൊരു പന്തലുണ്ട്, ഇങ്ങനൊരു പന്തലിട്ടിട്ടുണ്ട്. അപ്പോൾ ആ ലിസ്റ്റ് ദുആ ചെയ്യുന്ന നേരത്തെ ഇങ്ങനെ വായിച്ചു നോക്കുമ്പോഴാണ് റബ്ബേ ചെറിയ കഷ്ണത്തിൽ ഉസ്താദേ തൊട്ടടുത്തുള്ള ഇരുമ്പ് ഷീറ്റിട്ട പന്തലിൽ സർപ്പത്തിൻ്റെ ശല്യമുണ്ട്, അവിടെ ആരോടും കയറരുതെന്ന് പറയണം. നോക്കുമ്പോൾ അവിടെ നിറയെ ആൾക്കാരായിരുന്നു. പിന്നെന്താ വെച്ചാൽ ഒന്നും സംഭവിച്ചിട്ടില്ല അള്ളാൻ്റെ കുതിരത്തുകൊണ്ട്. അപ്പം അങ്ങനത്തെ കുഴപ്പമൊന്നും ഭൂമിയിലൊന്നും ഇല്ലല്ലോ, റാഹത്തുള്ള സ്ഥലമല്ലേ. അൽഹംദുലില്ലാഹ്. പാമ്പൊക്കെ നമ്മളെ കണ്ടപ്പോൾ പിടിച്ച് ഓടിക്കോളൂ അല്ലേ. അപ്പോൾ അവിടെ നിൽക്കുന്നവർക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് നടന്നു വന്നോളൂ. ഇവിടെയൊക്കെ സൗകര്യമുണ്ട്. നമ്മൾ സൈഡിലുള്ള ഫ്രണ്ടിലൊക്കെ സൈഡിലൊക്കെ വലതും ഇടതും ഫ്രണ്ടിലൊക്കെ സ്ഥലമുണ്ട് ഇൻഷാ അല്ലാഹ്. നിങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഇങ്ങോട്ട് വന്നിരുന്നോളൂ. അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. അൽഹംദുലില്ലാഹ്. അപ്പോ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റഹിമഹുല്ലാഹ് ഫതറത്തിന്റെ കാലത്ത് കഴിഞ്ഞു പോയ ഒരാളെ സംബന്ധിച്ച് അള്ളാഹു റഹ്മത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു കൊടുക്കുകയാണ്. എന്തേ കാരണം എന്നറിയോ? ആ ഒരു ചിന്ത ഒന്നിലെ മനസ്സിൽ നിന്ന് എനിക്ക് നന്നാവണം, എനിക്കറിയണം ഹിദായത്ത്. അതുണ്ടായാൽ വഴി അള്ളാഹു എളുപ്പാക്കി തരും. നമുക്ക് അള്ളാഹുവിൻ്റെ വിഷയത്തിൽ നമുക്കറിയണമെന്നോ കാണണമെന്നോ പരിചയപ്പെടണമെന്നോ ഒക്കെ ആഗ്രഹമുള്ള ചില ആഗ്രഹങ്ങളൊക്കെ അള്ളാഹു ഇങ്ങനെ നടത്തി തരുന്നത് ഇങ്ങനെ കാണാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ ഒരുപാട് എനിക്ക് അങ്ങനെ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ മനസ്സുകൊണ്ട് കൊതിക്കുന്ന ചില നന്മകൾ അള്ളാഹു അതിൻ്റെ വഴികൾ നമ്മുടെ മുമ്പിലേക്ക് ഇങ്ങനെ എളുപ്പാക്കി തരുന്നതാണ്. അപ്പോ പടച്ച റബ്ബേ, നിനക്കിഷ്ടമായൊരു വലിയനെ, നിനക്കിഷ്ടമായൊരു ആരിഫായ മനുഷ്യനെ, നിനക്കിഷ്ടമായ ഉഖ്റവിയായൊരു പണ്ഡിതനെ, നിനക്കിഷ്ടമായ നീ ഇൽമു കൊടുത്ത് ആദരിച്ച തഖ്വയുള്ള ഒരു ആലിമിന്റെ അരികത്തേക്ക് ഒരു മുതഅല്ലിമായി ചെല്ലാനോ പഠിക്കാനോ കേൾക്കാനോ അറിയാനോ എനിക്ക് തൗഫീഖ് തരണം പടച്ചോനെ എന്ന് അൻസുദ്ഖ് ഖൽബ്, മനസ്സിനുള്ളിലെ സത്യസന്ധമായ ഒരു ചിന്തയിൽ ഉയരുന്ന പ്രാർത്ഥനയുണ്ടെങ്കിൽ അള്ളാഹു അതിന്റെ വഴി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്. ഖൽബിൽ ആഗ്രഹിക്കുക, നമുക്ക് തമന്നൗ ആഗ്രഹിച്ചോളൂ. അല്ലാഹു തആല നമുക്ക് എളുപ്പാക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹുവിന്റെ റസൂലിനെ കാണാനുള്ള അങ്ങനെ ഒരു യാത്രയാണ് വർഷങ്ങൾക്ക് മുമ്പ്. സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ പുത്രനായ സൽമാൻ റളിയല്ലാഹു അൻഹു. സൽമാനുൽ ഫാരിസി എന്ന് കേട്ടിട്ടില്ലേ? പേർഷ്യക്കാരനായ സൽമാൻ, സൽമാൻ അൽ ഫാരിസി. വാപ്പയുടെ പേര് പറയണില്ല അവിടെ. സൽമാൻ ദ പേർഷ്യൻ, സൽമാൻ ഇറാനിയായ സൽമാൻ എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. സൽമാനുൽ ഫാരിസി. നമ്മളത് കൊപ്പത്തുള്ള കുട്ടിക്ക് പേരിട്ടാലും അത് പേർഷ്യക്കാരനായ സൽമാൻ റളിയല്ലാഹു അൻഹു എന്നാണ് നമ്മൾ വരിക. സൽമാനുൽ ഫാരിസി എന്ന് പറഞ്ഞാൽ സത്യത്തിൽ ഫാരിസ് അവരുടെ നാടിന്റെ പേരാണ്. സൽമാൻ എന്നാണ് പേര്. വാപ്പയുടെ പേര് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് സ്വഹാബത്തും ഉലമാവും ചേർന്നിട്ട പേരാണ് സൽമാൻ ഇബ്നുൽ ഇസ്ലാം, ഇസ്ലാമിന്റെ മോൻ സൽമാൻ റളിയല്ലാഹു അൻഹു. വാപ്പയുടെ പേര് അറിയില്ല. വാപ്പ മജൂസിയായിരുന്നു, മാഗിയൻ, തീ ആരാധിച്ചിരുന്ന ആളായിരുന്നു. സൽമാൻ റളിയല്ലാഹു അൻഹു വളരെ ചെറുപ്പത്തിൽ പിതാവിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടതാണ്. വളരെ ചെറുപ്പത്തിൽ സ്കൂളിലൊക്കെ വിദ്യാർത്ഥികള്
+2-നും ഡിഗ്രിക്കൊക്കെ എത്തുന്ന സമയത്താണ് മതം മാറ്റത്തെ സംബന്ധിച്ചൊക്കെ ചിന്തിക്കുക. വലിയൊരു വിഷയം സ്കൂളിലെ ടീച്ചേഴ്സ്, ഹൈസ്കൂൾ ടീച്ചേഴ്സ് തലയിലെങ്ങാനും വല്ല യുക്തിവാദം കയറിയിട്ടുണ്ടോ അത് കുട്ടികളെ പറഞ്ഞു കൊടുക്കുക. എങ്ങനെയെങ്കിലും അവരെ വാക്കിലത് വരും. അങ്ങനെയാണ് കുട്ടികൾ തലതിരിഞ്ഞു പോവുക. കോളേജ് തലങ്ങളിലൊക്കെ പ്രത്യേകിച്ചും ലെക്ചർ ചെയ്യുന്ന പ്രൊഫസർമാർ അവർക്ക് വല്ല യുക്തിവാദവോ എയ്ത്തീസോ തലയിൽ കയറിയിട്ടുണ്ടെങ്കിൽ ആ രീതിയിലേക്ക് മക്കളവർ ട്വിസ്റ്റ് ചെയ്യും. അള്ളാഹു നമ്മുടെ മക്കളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. കാരണം അവരുടെ അധ്യാപകന്മാരൊക്കെ അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? വലിയ വിഷയമാണ്. നമ്മുടെ മക്കൾ ഹയർ സ്റ്റഡീസിന് പോകുന്നു, അവരെ പഠിപ്പിക്കുന്ന അധ്യാപകൻ, സയൻസ് പഠിപ്പിക്കുന്ന ഒരാൾ, മെഡിസിൻ പഠിപ്പിക്കുന്ന ഒരാൾ ഒരു എത്തീസ്റ്റ് ആണെന്ന് വിചാരിക്കുക, നിരീശ്വരവാദി എന്ന് വിചാരിക്കുക, നമ്മുടെ മക്കളെ തലയിലേക്ക് അത് കയറിപ്പോയി പോകും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. പഠിക്കുന്ന സമയം ടീനേജുകാരനാണ്, 20 വയസ്സിൽ താഴെയാണ് പ്രായം. 15-16 വയസ്സുള്ള സമയത്താണ് റബ്ബേ എന്റെ വാപ്പയും എന്റെ നാട്ടുകാരും ചെയ്യുന്ന ഈ തീ കത്തിച്ച് ആരാധന ചെയ്യുന്ന തീ പൂജ, ഇത് ശരിയല്ലല്ലോ എന്ന് ചിന്തിച്ചത് നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടിൽ ഒരു 10ാം ക്ലാസ് 12ാം ക്ലാസ് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ പ്രായമാണ് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. ഒരുപാട് ബ്രിട്ടീഷുകാരായ ചെറുപ്പക്കാർ, വിദ്യാർത്ഥികൾ അവര് ഷഹാദ ചെയ്യുന്ന ചില യൂട്യൂബ് വീഡിയോസ് ഒക്കെ കാണാൻ കഴിയും. ഷഹാദ പറയാൻ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദുർ റസൂലുള്ളാഹ്. വലിയൊരു സമൂഹത്തിന്റെ മുമ്പിൽ വന്ന് അൻത നോ കമ്പൽഷൻ, ആരും എന്നോട് നിർബന്ധിക്കാതെ, ആരും എന്നെ നിർബന്ധിച്ച് ചെയ്യിപ്പിക്കാതെ, ഐ ടെസ്റ്റിഫൈ, ഐ ബെയർ വിറ്റ്നസ്, ഞാൻ സാക്ഷി പറയുകയാണ്, there is no god worthy of worship except Allah, ആരാധിക്കപ്പെടാൻ അർഹനായി അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല. And I do believe and testify that Muhammad sallallahu alaihi wasallam is his final messenger. അല്ലാഹുവിന്റെ റസൂൽ മുഹമ്മദ് നബി അല്ലാഹുവിന്റെ തിരുദൂതരാണെന്നും ഞാൻ സാക്ഷ്യം വഹിക്കുന്നുവെന്ന് ഉച്ചത്തിൽ പറയുന്ന സ്കൂൾ വിദ്യാർത്ഥികളെ കാണാൻ കഴിയും. എന്താ കാരണം എന്നറിയോ? മനസ്സിന് മാറ്റം വരുന്നത് ഈ ടീനേജിലാണ്. തല നന്നാവുന്നതും തല തിരിയുന്നതൊക്കെ ആ പ്രായത്തിലാണ്. ആഹുടെ മക്കളൊക്കെ നന്നാക്കി തരട്ടെ, ആമീൻ. അന്ന് തുടങ്ങിയ യാത്രയാണ് സൽമാനുൽ ഫാരിസി തങ്ങളുടെ. ദീർഘമായ ചരിത്രമാണ്. ആ ചരിത്രത്തിലേക്ക് മുഴുവൻ പോകാൻ നമുക്ക് സമയമില്ല. വാപ്പ തീ കത്തിക്കാൻ വിട്ടപ്പോഴാ തൊട്ടടുത്ത നാട്ടിൽ നിന്ന് എന്തോ ഒരു ആരാധനയുടെ ശബ്ദം കേൾക്കുന്നത്. തന്റെ ഒരേ ഒരു മോൻ, കച്ചവടക്കാരനാണ് വാപ്പ, വലിയ ബിസിനസ്സുകാരനാണ്, ഒരേ ഒരു മോനെ, അതിന്റെ അനന്തരാവകാശിയായ ഒരു മോനേ ഉള്ളൂ. ആ മോന് തീ ആരാധകനായി വളരണം എന്ന് പിതാവിന്റെ തീരുമാനമാണ്. പക്ഷേ അപ്പോഴാണ് മുത്തുനബി തങ്ങൾ വരാത്ത കാലമാണ്, ഇസ്ലാം അന്ന് അവർക്കറിയില്ല, അന്ന് ക്രിസ്ത്യാനിസമാണ്, ഈസ നബിയുടെ ശരീഅത്താണ്. ആ വിശ്വാസികളെ കണ്ടുമുട്ടുമ്പോഴാണ് എനിക്ക് നിങ്ങളുടെ മതമറിയണം, എന്ത് വേണം, സിറിയയിലേക്ക് പോകണം. ഇത് വാപ്പ പറഞ്ഞപ്പോഴേക്കും മകനെ ലോക്ക് ചെയ്തു റൂമിലിട്ടിട്ട് പൂട്ടിയിട്ടു എന്നാണ്. ആ റൂമൊക്കെ കുത്തിത്തുറന്ന് തന്റെ കൂട്ടുകാരുടെ സഹായത്താൽ സിറിയയിലേക്ക്, ഫലസ്തീനിലേക്ക് യാത്ര പോകുന്നു ഈ +2 വിദ്യാർത്ഥിയായ അന്നത്തെ. സങ്കല്പിക്കാം, ഒരു ഉദാഹരണത്തിന് വേണ്ടി പറയാ, മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു. എന്തൊരു ധൈര്യം! നമ്മൾ രാജ്യം വിടാറുണ്ട് മക്കൾ വാപ്പാനോട് ഉമ്മാനോട് തെറ്റിയിട്ട് ട്രെയിൻ കയറി പോവുക. ഇവിടെ അടുത്ത് ട്രെയിൻ പട്ടാമ്പിന്ന് കിട്ടുമല്ലോ അല്ലേ? അങ്ങനെ നാട് വിട്ടുപോയി ബാംഗ്ലൂരും മദ്രാസിലൊക്കെ 10-20 കൊല്ലം നിന്ന് പിന്നെ ഇങ്ങനെ കല്യാണം കഴിക്കാൻ നേരത്തെ തിരിച്ചു വന്ന എത്ര ആൾക്കാരുണ്ടാവും ചിലപ്പോൾ ഈ സദസ്സിലല്ല, നാട്ടിലെ. വാപ്പാനോട് തെറ്റിപ്പോയതാ ചെറുപ്പത്തില്, അങ്ങനെ ഉണ്ടാവും. വണ്ടി കയറി പോവാ, പിണങ്ങിയിട്ട് പോയത് അതല്ല, സത്യമറിയാനുള്ള യാത്രയാണ്. ഇറാഖിൽ ബഹുമാനപ്പെട്ടവർ പിന്നെ ഇറാഖിലേക്കാണ് പോകുന്നത്. മൗസിലിലേക്ക് പോയിട്ടുണ്ട്, നാസിബീനിലേക്ക് പോയിട്ടുണ്ട്, അവിടെ നിന്ന് തുർക്കിയിലേക്ക് പോകുന്നു. തുർക്കിയിൽ നിന്നാണ് മഹാനവറുകൾ മുത്തുനബി തങ്ങളെ സംബന്ധിച്ച് കേൾക്കുന്നത്. അങ്ങനെ തുർക്കിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവർ നേരെ മദീനയിലേക്ക് യാത്ര തിരിക്കുന്നു. ആ യാത്ര മക്കയിലെത്തിപ്പെടുന്നു. ഒരു ജൂതൻ, ആ ജൂതന്റെ വീട്ടിലേക്ക് അടിമയായി വിൽക്കപ്പെടുന്നു. ആ അടിമയുടെ ബന്ധുവിന് മദീനയിലേക്ക് കച്ചവടം ചെയ്യപ്പെടുന്നു. ആ അടിമയുടെ ഉടമസ്ഥന്റെ കീഴിലായി അടിമയായി മഹാനായ സൽമാനുൽ ഫാരിസി എന്ന വലിയൊരു മുതലാളിയുടെ മോൻ സത്യമന്വേഷിച്ചുള്ള യാത്രയിൽ ഈത്തപ്പനയുടെ മുകളിൽ കയറി നിൽക്കുമ്പോഴാ താഴെ നിന്ന് ആരോ പിറുപിറുക്കുന്ന ശബ്ദം കേൾക്കുന്നത്. ഒരു നബി വന്നു കേട്ടോ, എന്തോ ഒരു പ്രഭയുള്ള മുഖം. ആളുകളൊക്കെ പാടിയില്ലേ, ആരാണവരത് പാടാൻ പഠിപ്പിച്ചതെന്നറിയില്ല. അങ്ങനെയാണല്ലോ മദീനയുടെ പാട്ട് വലിയൊരു അത്ഭുതമാണ്. നമ്മളൊക്കെ ദഫിന് പഠിപ്പിക്കുമ്പോൾ മദ്രസയിൽ ഉസ്താദന്മാർ പറഞ്ഞെടുത്ത് പഠിപ്പിക്കുകയാണ് ദഫ് പാട്ട്. സ്വഹാബിമാർ, അന്നത്തെ മദീനക്കാരായ അൻസ്വാരികൾ ആര് പറഞ്ഞെടുത്തു അവർക്ക് തോല അൽ ബദ്റു ചൊല്ലാൻ? എന്തൊരു മനോഹരമായി ചൊല്ലി അവര്. പൂമുഖമല്ലയോ പൂർണ്ണ ചന്ദ്രനല്ലേ ഉദിച്ചത്? തോല അൽ ബദ്റു അലൈന, തോല അൽ
طلع البدر علينا من ثنيات الوداع وجب الشكر علينا ما دعا لله داعي أيها المبعوث فينا جئت بالأمر المطاع جئت شرفت المدينة مرحبا مرحبا يا خير داعي നബിയേ സനിയാത്തുൽ വദാഇൽ നിന്ന് ഉദിച്ചുയർന്നു വരുന്ന പൂർണ്ണചന്ദ്രനേ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാണ് അവരെ ഒരുമിച്ചിരുന്ന് പാടാൻ പഠിപ്പിച്ചത്? ആര്? മുത്തുനബി തങ്ങൾ ബദറുൽ മുനീറാണെന്ന ശോഭയുള്ള മുഖമുള്ള ഹബീബായ നബിയെ ബദറുൽ മുനീർ എന്ന് ഒരുമിച്ച് ചേർന്ന് വിളിക്കാനും പാടാനും ആരാണ് അവരെ പഠിപ്പിച്ചത്? അല്ലാഹു അല്ലാതെ. ഹബീബിനെ സ്വീകരിച്ചവരല്ലയോ അൻസ്വാരികൾ? ആയത്തുൽ ഈമാനി ഹുബ്ബുൽ അൻസ്വാർ. മദീനക്കാരോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണത്രേ. അൻസാരികളോടുള്ള സ്നേഹം ഈമാനിന്റെ ഭാഗമാണ്. കാപട്യത്തിന്റെ അടയാളമാണ് അൻസാരികളോട് പിണക്കം, അവരോട് ദേഷ്യം, അവരോട് വെറുപ്പുണ്ടാകുന്നത്. അല്ലാഹു നമുക്ക് കാവൽ നൽകട്ടെ. മുത്തുനബി തങ്ങളുടെ വരവിനെ കുറിച്ചാ പറയുന്നത്. തന്റെ ഉടമസ്ഥന്റെ ബന്ധുക്കള് നല്ല മുഖമുള്ള ഒരാൾ, ആ മുഖം കണ്ടാൽ അറിയാം ലൈസ ബികദ്ദാബ്, ഈ നബി നുണ പറയുന്നവരല്ല എന്ന് ആ നബിയുടെ മുഖം കണ്ടാൽ മനസ്സിലാകും. പുരുഷർക്ക് കള്ളന്മാരെ വേഗം തിരിയെന്ന് പറയും. ചിലര് പറയും കള്ളന്മാർക്ക് കള്ളന്മാരെ വേഗം കണ്ടാൽ തിരിയും. നമ്മുടെ ഉലമാ ഒക്കെ പറയുന്ന ഉലമാഇനിടയിലുള്ള ഒരു വാക്കുണ്ട്, ലാ യഅരിഫുൽ വലിയ ഇല്ലൽ വലി. അല്ലാഹുവിന്റെ ഔലിയാക്കന്മാർക്ക് അവർക്ക് പരസ്പരം തിരിച്ചറിയാൻ കഴിയുള്ളൂ എന്ന് പറയും. പക്ഷെ നമ്മൾ പറയും കള്ളന്മാർക്ക് വേഗം തിരിച്ചറിയാൻ പറ്റും അല്ലേ? സുബ്ഹാനല്ലാഹ്. അന്ന് മദീനക്കാര് പറയാ മുത്ത് നബിയുടെ മുഖം കണ്ടിട്ട്, ഇവരൊക്കെ ജൂതന്മാരാന്ന് അവര് പറയാ, മുഖം കണ്ടിട്ട് ഒരിക്കലും നുണ പറയുന്ന ആളാണെന്ന് പറയൂല. മുഖം കണ്ടിട്ട് എന്തൊരു ഭംഗി, എന്തൊരു വെളിച്ചം, ആ ഒരു എടുപ്പും ആ നബിയുടെ വാക്കുകളും ഭയങ്കരം. തങ്ങളുടെ പറഞ്ഞപ്പോൾ ചാടി താഴേക്ക് മഹാനായ സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു തുർക്കിയിൽ നിന്ന് വരുമ്പോ, തുർക്കിയിൽ കണ്ട അവസാനത്തെ പുരോഹിതനാണ് പറഞ്ഞത്, മുത്ത് നബി അറിയാൻ ഞാൻ രണ്ടടയാളം തരാം. ഒന്ന്, ആ നബിയുടെ മുമ്പിലേക്ക് സ്വതക്ക കൊണ്ടുപോയി കൊടുത്താൽ, ദാനധർമ്മങ്ങൾ കൊടുത്താൽ ആ നബി അത് സ്വീകരിക്കൂല. ആ നബി തങ്ങൾക്ക് നിങ്ങൾ സമ്മാനം കൊടുത്താൽ നബി സ്വീകരിച്ചേക്കും. മറ്റൊന്ന്, ഹബീബിന്റെ വലത് ചുമലിൽ, ഹബീബിന്റെ പുറം ഭാഗത്തുണ്ട് ഖാതമുൻ നുബുവ, നുബുവത്തിന്റെ അടയാളമുണ്ട്, പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട്. സൽമാനുൽ ഫാരിസി തങ്ങൾ ഓടിച്ചെന്നുകൊണ്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, നബിയേ അല്പം റുതബ്, പച്ചക്കാരക്കയുണ്ട് നബിയേ. എന്തായത്? സ്വദഖ, ദാനമാ നബിയേ സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളത് വാങ്ങിച്ചു വെച്ചു, ഒന്നും കഴിച്ചില്ല, എല്ലാവർക്കും വിതരണം ചെയ്തു, തങ്ങളത് തൊട്ടില്ല. ഓ, ആ പറഞ്ഞതുപോലെ. രണ്ടാമത്തെ ദിവസം വന്നു, നബിയേ റുതബ്, ഈത്തപ്പഴമാ നബിയേ. ഇതെന്താ? ഹദിയത്തും മിന്നി ഇലൈക്, ഇത് എന്റെ ദാനമാണ്, അങ്ങേക്കുള്ള സമ്മാനമാ നബിയേ, ഇതെന്റെ സമ്മാനമാണ്. അതിലൊന്നെടുത്ത് കഴിച്ചു, ബാക്കി സ്വഹാബത്തിന് കൊടുത്തു. ഓ, പറഞ്ഞതുപോലെ തന്നെ സമ്മാനം നബി സ്വീകരിക്കുന്നുണ്ട്, ദാനധർമ്മം നബി സ്വീകരിക്കുന്നില്ല. ഇനി കാണേണ്ടത് മറ്റൊന്നാണ്, ഖാതമുൻ നുബുവ. വർഷങ്ങളായി തുടങ്ങിയ യാത്രയായിരുന്നവത്. നാട് വിട്ടുപോന്നിട്ട് 15ഓളം കൊല്ലം കഴിഞ്ഞു. അപ്പോഴാണ് അവസാനം കണ്ട പുരോഹിതൻ പറഞ്ഞത്, സത്യദീൻ ഇനി മദീനയിൽ ബൈനൽ ഹർറതൈൻ, കല്ലുകളാൽ നിർമ്മിക്കപ്പെട്ട മലകൾക്കിടയിൽ ഫലഭൂയിഷ്ടമായ ഈത്തപ്പന തോട്ടങ്ങളുള്ള ഒരു നാട്ടിലാണ് ഇനി അന്ത്യപ്രവാചകൻ വരാൻ പോകുന്നത്. ഇവിടെയല്ല, തുർക്കിയിലല്ല, ഇറാഖിലല്ല, ഫലസ്തീനിലല്ല, പൊയ്ക്കോ അങ്ങ് ജസീറത്തുൽ അറബിലേക്ക്. ആ യാത്രയാണിത്. ആ പ്രവാചകരുടെ ചുമലിൽ ഒരു ഖാതമുൻ നുബുവ, പ്രവാചകത്വത്തിന്റെ അടയാളമുണ്ട്. അന്ന് മദീനയിൽ ഒരു സ്വഹാബി മരിക്കുന്നു.
ആ സ്വഹാബിയെ മറവു ചെയ്യാൻ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖബറിലേക്ക് ഇറങ്ങുന്നു. നബി തങ്ങളുടെ മേൽത്തട്ടം ധരിച്ചിട്ടുണ്ട്. നബി തങ്ങൾ ഖമീസല്ല, ഒരു തട്ടമാണ്, മണ്ണിലേക്ക് ഇറങ്ങല്ലേ. അപ്പോഴാണ് സൽമാൻ എന്നവർ ഇടക്ക് വന്ന് ഇങ്ങനെ നോക്കുന്നുണ്ട്. താഴെ നിന്ന്, സൈഡിൽ നിന്ന്, ഇടത് നിന്ന്, വലത് നിന്ന്. മുത്തുനബി തങ്ങൾ ചോദിച്ചു, യാ സൽമാൻ, സൽമാനെ എന്താ നിങ്ങൾ നോക്കുന്നത്? എന്താ നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നത്? നബിയേ, ഖാതമുൻ നുബുവ, അങ്ങയുടെ വലതു ഭാഗത്തെ ചുമലിൽ ആ വസ്ത്രം ഒന്ന് നീക്കി തരൂ നബിയെ. എന്തിന്? ഖാതമുൻ നുബുവ കാണാനോ? അതേ നബിയെ. ദാ സൽമാനെ കണ്ടോളൂ. ചുംബിച്ചുകൊണ്ട് ഹബീബിന്റെ ദേഹത്തേക്ക് വീഴുന്നു സൽമാൻ റളിയല്ലാഹു അൻഹു. യാ റസൂൽ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, വഅഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. നബിയേ, സമാവിയായ ഇലാഹിയായ ഒരു സന്ദേശം എവിടെയാണെന്ന് അന്വേഷിച്ചു തുടങ്ങിയ 15 വയസ്സിൽ തുടങ്ങി അത്രയാ നബിയെ ഇവിടെ അവസാനിക്കുന്നത്. ഞാൻ മൗസിലിലേക്ക് പോയിട്ടുണ്ട്, സിറിയയിലേക്ക് പോയിട്ടുണ്ട്, നാസിബീനിലേക്ക് പോയിട്ടുണ്ട് നബിയെ, തുർക്കിയിലേക്ക് പോയിട്ടുണ്ട്. തുർക്കിയിലെ ഒരു പുരോഹിതനാ പറഞ്ഞത്, ഈ അടയാളമുള്ള ഒരു അന്ത്യപ്രവാചകർ വരും. അവര് വന്നാൽ അത് ലോകത്തിന്റെ നിധിയാണ്, ലോകത്തിന് കരുണയാണ്, റഹ്മത്തുല്ലിൽ ആലമീനാണ്. അവരുടെ വലത് തോളിൽ, വലത് കൈയിൽ ചുമലിൽ, ഹബീബിന്റെ വലത് തോളിൽ ഖാതമുൻ നുബുവ, ഹബീബിന്റെ ദേഹത്ത് ഒരു ചെമന്നടയാളമുണ്ട്, പ്രവാചകത്വത്തിന്റെ അടയാളം. സ്വതക്ക കൊടുത്താൽ സ്വീകരിക്കൂല, സമ്മാനം കൊടുത്താൽ സ്വീകരിക്കും. നബിയേ, റഅയ്തുഹാ, എല്ലാം കണ്ടു നബിയെ, ഞാൻ എന്റെ യാത്രഫലം കണ്ടിരിക്കുന്നു. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ എന്റെ കുടുംബമാണ്, എന്റെ ബന്ധുവാണ്. അറബി അറിയാത്ത സൽമാനുൽ ഫാരിസി റളിയല്ലാഹു അൻഹു എന്റെ അഹ്ലു ബൈത്താണെന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറബി പിന്നെ പഠിച്ചെടുക്കുകയാണ്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, ഹബീബായ നബി തങ്ങളെ പോറ്റി വളർത്തുകയും ഹബീബിന് താങ്ങും തണലായി മാറുകയും ചെയ്ത. അലം യജിദ്ക യതീമൻ ഫആവാ വവജദക ضالًا ഫഹദാ വവജദക ആയിലൻ ഫഅഗ്നാ. നബിയെ, ജനിക്കുമ്പോൾ പിതാവ് നഷ്ടപ്പെട്ടു പോയ ഒരു യതീമാണെന്ന് നബിയെ അങ്ങയെ അല്ലാഹു അറിയുകയും ആ യതീമിന് സംരക്ഷണമായി ഒരു പ്രിയപ്പെട്ട മുത്താപ്പെ അബൂ ത്വാലിബിന് നൽകുകയും ചെയ്തില്ലേ എന്ന് വിശുദ്ധ ഖുർആൻ ചോദിച്ച, സ്വന്തം നാട്ടിൽ ജീവിക്കുകയും ഹബീബിന്റെ അത്ഭുതങ്ങൾ കാണുകയും മുത്തുനബി തങ്ങളെ പാതിരാത്രി കിടപ്പറയിൽ കാണാതെ വരുമ്പോ, ഐനബിനി, എന്റെ മോനെവിടെ, എന്റെ മോനെവിടെ, എന്റെ കുട്ടി എവിടെ പോയി എന്ന് ഉറക്കത്തിൽ നിന്ന് എഴുന്നേറ്റ് കഅബാലയത്തിന്റെ ചുറ്റും ഓടി നടന്ന് അവസാനം വീട്ടിലേക്ക് തന്നെ നിരാശയോടുകൂടെ തിരിച്ചു വരുമ്പോ മുത്തുനബി തങ്ങൾ അവിടെ കിടക്കുന്നുണ്ട്. മോനെ, നീ എവിടെ പോയിരുന്നു മോനെ? ഞാൻ എവിടെ ഉണ്ടായിരുന്നല്ലോ, ഞാൻ എവിടെയും പോയില്ലല്ലോ. ചെറിയ കുഞ്ഞായിരിക്കെ അള്ളാഹുവിന്റെ മാലാഖമാർ എടുത്തുകൊണ്ടു പോകുന്നത് കാണുമായിരുന്ന അബൂ ത്വാലിബ്. ആ അബൂ ത്വാലിബിന്റെ ഹൃദയത്തിലേക്ക് അള്ളാഹു നൽകിയിട്ടില്ലാത്ത ഹിദായത്തിന്റെ വെളിച്ചം, 15കാരനായി യാത്ര തുടങ്ങിയ ഈമാനിന്റെ വെളിച്ചം അന്വേഷിച്ചു വന്നവർക്ക് മഹാനായ സൽമാനുൽ ഫാരിസി തങ്ങൾക്ക് അല്ലാഹു അത് നൽകി കൊടുക്കുന്നു. അന അലാ ദീനി അബ്ദുൽ മുത്തലിബ്, അന അലാ ദീനി അബ്ദുൽ മുത്തലിബ് വലഖദ് അലിംതു ബിഅന്ന ദീന മുഹമ്മദി മിൻ ഖൈരി അദ്യാനിൽ ബരിയതി ദീനാ ലൗലൽ മലാമതു لولا الملامة وحذار مسبتي لوجدتني سمحا بذاك مبينا. നബിയേ, നിങ്ങളുടെ മതം സത്യമാണെന്ന് എനിക്കറിയാം, പക്ഷേ എനിക്കിത് വേണ്ട. ഇത് സത്യമാണെന്നറിയാം, പക്ഷെ എനിക്കിപ്പോ വേണ്ട. ഇത് സത്യമാണെന്ന് ഞാൻ പറഞ്ഞാൽ എന്റെ നാട്ടുകാരെന്നെ കളിയാക്കൂലേ, അവരെന്നെ പരിഹസിക്കില്ലയോ? അതുകൊണ്ട് ഞാൻ മുസ്ലിമാണെന്ന് പറയുന്നില്ല നബിയേ. ഹബീബായ മുത്തുനബിയോട് അല്ലാഹുവിന്റെ മറുപടി,
إنك لا تهدي من أحببت ولكن الله يهدي من يشاء. നബിയേ, വേണ്ട എന്ന് പറയുന്നവർക്ക് കൊടുക്കാനുള്ളതല്ല ഇത്. അങ്ങ് ഇഷ്ടപ്പെട്ടാലും അങ്ങ് കൊതിക്കുന്നുണ്ട്. അങ്ങയുടെ അഭയമായ മുസാഫ, അങ്ങയുടെ മഅ്വയായ യജിദ്ക യതീമൻ ഫആവാ, ആ മഅ്വയായ മുസാഫക്ക് സ്വർഗം കിട്ടണമെന്ന് നബിയെ അങ്ങ് കൊതിച്ചാലും മനസ്സുകൊണ്ട് വേണ്ടെന്ന് വെച്ചവർക്ക് ഇത് അല്ലാഹു നൽകില്ല നബിയെ. ഇത് വേണമെന്ന് അന്വേഷിച്ച് ജസീറത്തുൽ അറബിന്റെ അങ്ങറ്റത്ത് നിന്ന്, ഇറാനിൽ നിന്ന്, തെഹ്റാനിൽ നിന്ന് മഹാനായ സൽമാൻ ഇബ്നുൽ ഇസ്ലാം, വാപ്പയുടെ പേരെന്താണെന്നറിയില്ല, പക്ഷേ ഒരു വാപ്പയുണ്ട് ഇസ്ലാമിന്റെ മോനായ സൽമാൻ റളിയല്ലാഹു അൻഹു അത് വേണമെന്ന് കൊതിച്ചു വന്നല്ലോ നബിയേ. സൽമാനിന് നമ്മൾ കൊടുത്തു നബിയേ. പക്ഷേ നിങ്ങളുടെ മൂച്ചാപ്പാക്ക് കൺമുമ്പിൽ കിട്ടിയിട്ടതിന്റെ വില മനസ്സിലായില്ല. നമ്മൾ കൊടുക്കുന്നില്ല നബിയേ. വലൗ അഹ്ബബ്ത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തന്നെയും നബിയേ നാം അത് കൊടുക്കില്ല. ആർക്ക് കൊടുക്കുന്നു? ഇത് ദാഹിച്ചു വരുന്നവർക്ക്, എന്റെ റബ്ബിനെ എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക്, എനിക്കിവിടെ ജീവിക്കാൻ അവസരം തന്നവൻ, എന്റെ മാതാപിതാക്കളിലൂടെ എനിക്കൊരു എക്സിസ്റ്റൻസ്, ഒരു അസ്തിത്വം ഈ ലോകത്ത് എനിക്ക് തന്നവൻ, എനിക്ക് ശരീരത്തിന്റെ അവയവങ്ങൾ നൽകുകയും കണ്ണും കാതും മൂക്കും നൽകുകയും ശ്വസിക്കാൻ ഓക്സിജനും കാണാൻ പ്രവിശാലമായ ലോകവും കേൾക്കാൻ ശബ്ദവീചികളും എല്ലാം സംവിധാനിച്ച എന്റെ പടച്ചവനാരോ, അവനെയൊന്ന് നമിക്കണം എനിക്ക്, അവനെയൊന്നറിയണം എനിക്ക്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ലോകങ്ങൾ പടച്ചവനെ നിന്നെ എനിക്കറിയണം. ഇത് കൊതിച്ചു വരുന്നവർക്ക് നാം കൊടുക്കുന്നുണ്ട് നബിയെ. നന്നാവണമെന്ന് പറഞ്ഞു വരുന്നവർക്ക് കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് കിട്ടിയിട്ടതിന്റെ വില മനസ്സിലാകാത്തവർ, എന്റെ മുഅ്മിനെ സഹോദര സഹോദരി, വിദ്യാർത്ഥിനികളെ, ഇസ്ലാം അമൂല്യമാണ്, വിലമതിക്കാനാവാത്തതാണ്. നമ്മൾ മുസ്ലിമായി ജനിക്കാൻ ഭാഗ്യം കിട്ടിയത് അള്ളാഹു നൽകിയ വലിയൊരു ഭാഗ്യമല്ലയോ? അത് കിട്ടാത്തവരെ കുറിച്ച് ആലോചിച്ചുവോ? നാളെ എന്തായിരിക്കും അള്ളാഹുവിന്റെ വിധിയെന്ന്? നമ്മൾ വലിയ ഭാഗ്യവാന്മാർ. എന്നിട്ട് എന്തേ നമുക്ക് 5 നേരത്തെ നിസ്കാരം ഭാരമാകുന്നത്? എന്തേ നമുക്കത് ഭാരമായത്? ഈ സൽമാൻ എന്നവരെ പറ്റിയാണല്ലോ മഹാനായ അലി റളിയല്ലാഹു അൻഹു പറയുന്ന സ്വഹീഹായ ഹദീസുണ്ട്, ബിസനദിൻ റിജാലുഹു സിഖാത്ത്. മഹാനായ അലി തങ്ങൾ പറയുന്നുണ്ട്, അദ്റകൽ ഇൽമൽ അവ്വല വൽ ഇൽമൽ ആഖിർ. അന്ത്യത്തെയും ആദ്യത്തെയും ഇൽമ ലഭിച്ചവർ, ജ്ഞാനത്തിന്റെ ആദ്യവും ഒടുക്കവും കിട്ടിയവർ. ബഹ്റുൻ ലാ യുദ്റഖു കഅറുഹു, ആഴം എത്രയാണെന്നറിയാത്ത ആഴക്കടലാണ് സൽമാൻ റളിയല്ലാഹു അൻഹു. അദ്റകൽ ഇൽമൽ അവ്വല വൽ ഇൽമൽ ആഖിർ, ജ്ഞാനത്തിന്റെ അവ്വലും ആഖിറും കിട്ടിയവർ, ജ്ഞാനത്തിന്റെ വിജ്ഞാനത്തിന്റെ തുടക്കവും ഒടുക്കവും കിട്ടിയവർ. ബഹ്റുൻ ലാ യുദ്റഖു കഅറുഹു, ആഴം എത്രയാണെന്നറിയാത്ത ആഴമേറിയ വിജ്ഞാനത്തിന്റെ കടലാണ് സൽമാൻ. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ അഹ്ലു ബൈത്താണ്. മുത്തുനബിയുടെ കുടുംബത്തിൽ ജനിച്ചവനല്ല, പക്ഷെ ഈമാനിന്റെ അന്വേഷണം കൊണ്ട് സൽമാനിന് അല്ലാഹുവിന്റെ ഹബീബ് റളിയല്ലാഹു അൻഹുവിന് മുത്തുനബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത സമ്മാനമാണ് അഹ്ലു ബൈത്ത് എന്ന പേര്. സൽമാൻ എന്റെ അഹ്ലു ബൈത്തിൽപ്പെട്ട ആളാണ്. സൽമാനു മിന്നാ അഹ്ലൽ ബൈത്ത്, സൽമാൻ എന്റെ അഹ്ലു ബൈത്താണ്. ഇത് അല്ലാഹു നൽകുന്ന കരുണയല്ലോ, അല്ലാഹു നൽകുന്ന കരുണയല്ലേ ഇത്? എത്ര വലിയ കരുണയാണിത്, എത്ര വലിയ കരുണയാണ്. മുത്തുനബി തങ്ങളുടെ ആ കാലഘട്ടത്തിൽ സത്യമറിയാൻ അവസരമുണ്ടായിരുന്ന അബൂ ത്വാലിബ്, പേരെന്താന്ന് ചോദിച്ചാൽ അബ്ദുമനാഫ്. ഏതാ കുടുംബം? പിതാക്കന്മാരുടെ ഉലൈക ആബാഇ ഫജ്ഇനി ബിമിസ്ലിഹിം ഇദാ ജാമഅത്നാ യാ ജരീറുൽ മജാമിഉ. പിതാക്കന്മാരുടെ ചരിത്രം തന്നെ പറയാൻ കഴിയും. അങ്ങനത്തെ പാരമ്പര്യമുള്ള അബൂ ത്വാലിബ് ഉണ്ട് അവിടെ. സൽമാൻ എന്നവരുടെ പേരെന്ത്? സൽമാൻ. ആരാണ് വാപ്പ? ഇസ്ലാം. വേറൊന്നും പറയാനില്ല. എത്രയാണ് സമ്പത്ത് അബൂ ത്വാലിബേ? നൂറുകണക്കിന് ഒട്ടകങ്ങളുടെ പേര് പറയാനുണ്ട്, നൂറുകണക്കിന് ഒട്ടകം. എന്നാൽ സൽമാൻ, എന്താ നിങ്ങളുടെ സമ്പത്ത്? എന്താ നിങ്ങളുടെ സമ്പത്ത്? ഇസ്ലാം. ഇസ്ലാം. എന്താ നിങ്ങളുടെ വസ്ത്രം?
വിനയം. എന്താ നിങ്ങളുടെ ഭക്ഷണം? വിശപ്പ്. എന്താ നിങ്ങളുടെ പാനീയം? കുടിക്കാൻ ഇഷ്ടപ്പെടുന്നത് കൺതുള്ളികൾ. എന്താണ് നിങ്ങൾ കിടന്നുറങ്ങാനുള്ള തലയിണയുടെ ക്വാളിറ്റി? എന്ത്? അസ്സഹർ, എനിക്ക് ഉറക്കമില്ല. എന്താ നിങ്ങളുടെ അഭിമാനം? എന്തഭിമാനമാ നിങ്ങൾക്ക് പറയാനുള്ളത്? സൽമാനു മിന്നാ, മുത്തുനബി തങ്ങൾ ഞങ്ങളിൽ പെട്ടവനെന്ന് പറഞ്ഞില്ലേ എന്നെ പറ്റി? അത് മാത്രം, വേറൊന്നുമില്ല. സൽമാൻ എന്നവർക്ക് അല്ലാഹു അത് കൊടുത്തു. യഹ്ദീ മൻ യശാഉ ഇലാ സിറാത്തിൻ മുസ്തഖീം. അതുകൊണ്ട് റബ്ബിനോട് ചോദിച്ചോളൂ മുഅ്മിനേ, മരണം വരെ ഈ ഹിദായത്തിൽ നിൽക്കാനുള്ള ഭാഗ്യം അല്ലാഹുവോട് ചോദിച്ചോളൂ. അല്ലാഹു നമുക്കത് തരട്ടെ. അല്ലാഹു ഈമാനിലായി ഹുസ്നുൽ ഖാതിമത്ത് നമുക്ക് അല്ലാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അതുകൊണ്ട് ഖുർആൻ സത്യവിശ്വാസികളോട് ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. ഇസ്ലാം അറിഞ്ഞതിന്റെ ശേഷം പിന്മാറുന്ന ആളുകളുണ്ട്. അള്ളാഹിനെ പറ്റി മനസ്സിലായതിന്റെ ശേഷം ഒരു കൂസലുമില്ലാതെ തെറ്റ് ചെയ്യുന്നവരുണ്ട്. അല്ലാഹു റഖീബാണ്. അല്ലാഹു എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. ഇദാ മാ ഖലൗത അദ്ദഹറ യൗമൻ ഫലാ തഖുൽ ഖലൗതു വലാകിൻ ഖുൽ അലയ്യ റഖീബു فلا تحسبن الله يغفل ساعة ولا أن ما تخفيه عنه يغيب. അല്ലാഹു റഖീബാണെന്ന്, എന്നെ വീക്ഷിക്കുന്നവനാണെന്ന് അറിഞ്ഞതിന്റെ ശേഷം പിന്നെ എങ്ങനെയാ ഒളിപ്പിച്ചു വെച്ച് തിന്മ ചെയ്യാൻ കഴിയുന്നത്? എന്ത് ഇസ്ലാമാണ്? ഇസ്ലാം അനുഭവിക്കാനുള്ളതാണ്, വിളിച്ചു പറയാനുള്ളതല്ല. ഇസ്ലാം അനുഭവമാണ്, കേവല വാചാടോപങ്ങളല്ല. ഇസ്ലാം ജീവിതമാണ്. ഇസ്ലാം എന്തൊക്കെയോ ആഭരണമല്ല. ഇസ്ലാം അനുഭവിക്കാനുള്ളതാണ്. റബ്ബനാ, ഖുർആൻ പറഞ്ഞില്ലേ ദുആ ചെയ്യാൻ? സത്യവിശ്വാസിയെ ദുആ ചെയ്തോളൂ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. ഞങ്ങളുടെ രക്ഷിതാവേ, റബ്ബന, ഞങ്ങളുടെ ഉടമസ്ഥനെ, ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ, അല്ലാഹുവേ ഞങ്ങൾക്ക് ഇസ്ലാമിലേക്ക് വരാനും അത് പഠിക്കാനും നിന്നറിയാനും അവസരം കിട്ടിയതിന്റെ ശേഷം അല്ലാഹുവേ ഞങ്ങളുടെ മനസ്സുകളെ മാറ്റിക്കളയല്ല റബ്ബേ, തിരിച്ചു കളയല്ല റബ്ബേ. ആ മനസ്സുകളെ തിന്മയിലേക്ക് പോകുന്ന അവസ്ഥയിൽ നിന്ന് കാത്തുകൊള്ളണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ. കാരുണ്യം താ തമ്പുരാനെ, കാരുണ്യം താ തമ്പുരാനെ, നിന്റെ കരുണ തരയണമേ. റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ ഇന്നക അൻതൽ വഹാബ്. റബ്ബേ ഞങ്ങൾക്ക് ഹിദായത്ത് നടത്തി തരണേ തമ്പുരാൻ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റഹ്മത്തുള്ളാഹി അലൈഹി ലോകത്തോട് വിട പറയുമ്പോൾ രാജകുമാരിയെ പോലെ കണ്ടിരുന്ന തന്റെ പ്രിയപ്പെട്ട ഭാര്യ, രാജാവിന്റെ മോളാണവര്, ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക് മഹദി റളിയല്ലാഹു അൻഹ, തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ, ആ റൂമിൽ നിൽക്കുമ്പോ സ്വന്തം ഭർത്താവിന്റെ ജീവിതത്തിന്റെ അവസാന യാമമൊന്ന് കാണാൻ നിൽക്കുകയാണ്. ലോകം കണ്ട പ്രഗത്ഭനായ ഫാറൂഖ് തങ്ങളുടെ പിന്മുറക്കാരൻ, ഫാറൂഖ് തങ്ങളുടെ പിൻതലമുറയിൽ വന്ന ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ പേരക്കുട്ടിയായ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഫാത്തിമ, ഫാത്തിമ, എന്തേ യാ സൗജി യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ നേതാവായവരെ എന്തു പറ്റി? ഉഖ്റുജി മിൻ ഹാദിഹിൽ ഗുർഫ. ഫാത്തിമ, നിങ്ങൾ ഈ റൂമിൽ നിന്ന് പുറത്തു പോയിക്കോളൂ. എന്തിന്? فإنه يأتيني ما هم بإنس ولا جن. എന്റെ റൂമിലേക്ക് മനുഷ്യരോ ജിന്നുകളോ അല്ലാത്ത ചില ആളുകൾ ഇവിടെ കടന്നു വരുന്നുണ്ട്. അവരുടെ ഭക്ഷണം അല്ലാഹുവിന്റെ സ്മരണയാണ്, അവർക്ക് പ്രകാശമുണ്ട്. ഇന്നി അറാ, ഞാനിവിടെ ചില ആളുകളെ കാണുന്നു. ഫാത്തിമ, നീ പുറത്തു നിൽക്ക്. സ്വന്തം ഭാര്യയോട് അവസാനത്തെ അംഗമാണ് ഫാത്തിമ ബിൻത് അബ്ദുൽ മലിക്. മഹദിയാണ്, മഹാനായ ഒരു പുരുഷന്റെ, മഹാനായ ഒരു ഖലീഫയുടെ ഭാര്യയാണ്. റൂമിൽ നിന്ന് പുറത്തിറങ്ങി. പക്ഷേ മഹദി ജനലിലൂടെ നോക്കുകയാണ് തന്റെ ഭർത്താവ് ലോകത്തോട് വിട പറയുന്ന രംഗം. ലോകത്തോട് വിട പറയാണ്, ഇങ്ങനെ നോക്കി നിൽക്കുന്നു.
വിശദമായി നമ്മുടെ ഇമാമിയങ്ങൾ സീറകളിൽ വിശദീകരിച്ച സംഭവം. മഹദി ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. എന്റെ ഭർത്താവ് പറയുന്നു, മർഹബൻ മർഹബൻ ബിനബിയില്ലാഹി വശൈഖുൽ അംബിയാഇ നൂഹ്. അംബിയാഇന്റെ ശൈഖായവരെ നൂഹ് നബിയെ മർഹബ, സ്വാഗതം. മർഹബൻ ബികലീമില്ലാഹി മൂസാ, മർഹബൻ ബിഖലീലില്ലാഹി ഇബ്രാഹിം, മർഹബൻ ബിറൂഹില്ലാഹി ഈസ ഇബ്നു മറിയം. അമ്പിയാക്കന്മാർ കടന്നു വരുന്ന പോലെ അമ്പിയാക്കന്മാരെ കാണുന്നുണ്ട്. ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. മർഹബൻ ബിഹബീബി യാ റസൂലല്ലാഹ്, എന്റെ ഹബീബായ നബിയേ നിങ്ങൾക്ക് സ്വാഗതം. ഇതൊക്കെ റൂമിന്റെ പിറകിൽ നിന്ന് കേൾക്കുന്നു ഭാര്യ. യാ മലക്കൽ മൗത്ത്, എന്റെ റൂഹിനെ പിടിക്കാൻ വന്ന മലക്കേ, എന്റെ റൂഹിനെ പിടിക്കാൻ വന്ന മലക്കേ. റഫീഖുൻ ജാഅ അലാ ഫാഖ, കാണണമെന്നൊരുപാട് കൊതിയൂറി നടന്ന് ഒന്ന് കണ്ടുമുട്ടണം എന്ന് ആഗ്രഹിച്ച് നടന്ന് എന്നെ കാണാൻ വന്ന മലക്കേ, ഇഖ്ബിദ് റൂഹി, എന്റെ റൂഹിനെ പിടിച്ചോളൂ. ഫഇന്നി അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വഅഷ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ഫഫാദത് റൂഹ്, ആ കലിമ ചൊല്ലി പിന്നെ എന്റെ ഭർത്താവിന്റെ റൂഹ് ഉയരുകയാണ്. അങ്ങനെ മരിച്ചുപോയ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ നിൽക്കുമ്പോ അസ്ഹാബ് വന്ന് ചോദിച്ചു, യാ അമീറുൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളുടെ അമീറായവരെ, അമീറുൽ മുഅ്മിനീനെ, നിങ്ങളൊന്ന് പറയുകയാണെങ്കിൽ, നിങ്ങളൊന്ന് വസിയത്ത് ചെയ്താൽ നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ മയ്യിത്ത് അഷ്റഫുൽ ഖൽഖിന്റെ റൗളയിൽ ശുദ്ധീക തങ്ങളോടൊപ്പം, നിങ്ങളുടെ വല്ലിപ്പ ഫാറൂഖ് തങ്ങളോടൊപ്പം ഹുജറയിൽ, ആയിഷ ബീവിയുടെ ഹുജറയിൽ, ആ റൂമിൽ നിങ്ങൾ അടക്കം ചെയ്യാൻ നിങ്ങൾക്കൊന്ന് വസിയത്ത് ചെയ്തുകൂടെ? നിങ്ങൾ ഖലീഫയല്ലേ, നിങ്ങൾക്കൊന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുകൂടെ? നിങ്ങൾക്ക് അവിടെ ഖബറുണ്ടല്ലോ, സ്ഥലമുണ്ടല്ലോ, അവിടെ നിങ്ങൾ അവിടെ മറവ് ചെയ്യാം. വല്ലാഹി, അല്ലാഹുവിനെ തന്നെയാണ് സത്യം, അല്ലാഹുവിനെ തന്നെയാണ് സത്യം. മാ ഉമറു അഹ്ലൻ ലിദാലിക്, ഉമർ അത് ചിന്തിക്കാൻ അർഹനാണോ? ഉമർ അത് ചിന്തിക്കാൻ അർഹനാണോ? വലഇൻ അൽഖല്ലാഹ ബികുല്ലി ദംബിൻ ഗൈരി ശിർക്ക്, ശിർക്കല്ലാതെ മറ്റെല്ലാ പാപങ്ങളുമായി ഞാൻ എന്റെ റബ്ബിനെ കണ്ടുമുട്ടലാണ് അഹബ്ബു ഇലയ്യ, എനിക്കിഷ്ടം, മിൻ അൻ അഹ്സിബ നഫ്സി അഹ്ലൻ ലിദാലിക്, പരിശുദ്ധമായ റൗളയിൽ പോയി കടക്കാനുള്ള അർഹത എനിക്കുണ്ട് എന്ന് ചിന്തിക്കുന്നതിനേക്കാളും എനിക്കിഷ്ടം അല്ലാഹുവിനെ എന്റെ പാപവുമായി കണ്ടുമുട്ടലാണ്. എനിക്കത് വേണ്ട. അവരാരാണ്? കിടക്കുന്ന സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, അവിടെ കിടക്കുന്ന ഫാറൂഖ് റളിയല്ലാഹു അൻഹു, അവരോട് കൂടെ കിടക്കാൻ അർഹനാണെന്ന് തോന്നാൻ പോലും എനിക്ക് അർഹതയില്ലല്ലോ. അതുകൊണ്ട് എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഹിദായത്ത് കിട്ടിയിട്ട് ആ ഹിദായത്തിലായി കിട്ടിയ ഒരു മരണം. അല്ലാഹുവേ, അല്ലാഹുമ്മ അഹ്സിൻ ആഖിബതന, ഞങ്ങളുടെ ആഖിബത്ത് നന്നാക്കി തരണേ തമ്പുരാനെ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, ഒന്ന് എഴുന്നേറ്റ് സ്വലാത്ത് ചൊല്ലിക്കോളൂ. സ്വല്ലു അലൻ നബി മുഹമ്മദിൻ വആലിഹി, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ മുഹമ്മദിൻ വബാരിക് വസല്ലിം അലൈഹി. നിങ്ങളുടെ ചാൻസാണ്, ഉറക്കെ ചൊല്ലിക്കോളൂ. അല്ലാഹുമ്മ ജസാകുമുല്ലാഹ് ഖൈർ. പരിശുദ്ധ ഖുർആൻ പറയുന്നു, ഇന്ന റഹ്മത്തല്ലാഹി ഖരീബും മിനൽ മുഹ്സിനീൻ, അല്ലാഹുവിന്റെ കാരുണ്യം നന്മ ചെയ്യുന്നവരോടൊപ്പമുണ്ട്. റബ്ബിന്റെ കാരുണ്യമാണ് ഹിദായത്ത്. അതാർക്കുണ്ട്? നന്മ ചെയ്യുന്നവരോടൊപ്പമുണ്ട്. അതുകൊണ്ടാണ് റബ്ബനാ ലാ തുസിഗ് ഖുലൂബനാ ബഅദ ഇദ് ഹദൈതനാ വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, നിന്റെ റഹ്മത്ത് വേണം തമ്പുരാനെ. ഇന്നക അൻതൽ വഹാബ്, എമ്പാടും
ഒരുപാട് ഔദാര്യം നൽകുന്നവനെ പടച്ച തമ്പുരാനെ, നിന്റെ ഔദാര്യം താ, നിന്റെ റഹ്മത്ത് താ. ആ റഹ്മത്ത് ആർക്ക് കിട്ടി? ഇബ്രാഹിം നബിക്ക് കിട്ടി. തീയിൽ വീണ് കിടക്കുമ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന് ഖുൽനാ യാ നാറു കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. റബ്ബേ അന മുദ്തർ, റബ്ബേ ഞാൻ വിഷമത്തിലാണ്. ആ കാരുണ്യം ഓടി വരുന്നു യൂസുഫ് നബി അലൈഹിസ്സലാമിന്. തഹ്തൽ ജുബ്, ആ കാട്ടിന്റെ ഉള്ളിൽ, ആ ഒരു കിണറിന്റെ അകത്ത് കൊച്ചുകുട്ടിയായിരുന്നപ്പോ കിടന്നപ്പോ ആ കിണറ്റിലേക്ക് സ്വന്തം ജേഷ്ഠന്മാർ തള്ളിവിട്ടപ്പോ അവിടെ കിട്ടി യൂസുഫ് നബിക്ക് റഹ്മത്ത്. വഹബ് ലനാ മിൻ ലദുൻക റഹ്മ, ആ കാരുണ്യം കിട്ടി യൂസുഫ് നബി അലൈഹിസ്സലാമിന്. ജയിലിൽ കഴിയുമ്പോ രാജാവ് തിരിച്ചു വിളിച്ചു. വഖാലൽ മലിക് ഉതൂനി ബിഹി അസ്തഖ്ലിസുഹു ലിനഫ്സി, എനിക്ക് യൂസുഫ് നബിയെ വേണം എന്ന് പറഞ്ഞ് ജയിലിൽ നിന്ന് തിരിച്ചു വിളിക്കുന്നു. അല്ലാഹു, നിരപരാധികളായി ജയിലിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട്. റബ്ബേ, നീ അവർക്ക് മോചനം കൊടുക്കണേ തമ്പുരാനെ. അല്ലാഹു, നീ അവർക്ക് വളരെ പെട്ടെന്ന് മോചനം കൊടുക്കണേ തമ്പുരാനെ. ആ കാരുണ്യം കിട്ടി സയ്യിദുനാ മൂസ നബി അലൈഹിസ്സലാമിന്. ചെറിയ കുട്ടിയായ ഒരു പേടകത്തിൽ, ഒരു പെട്ടിയിൽ കുഞ്ഞുമോൻ, കരയാൻ മാത്രം അറിയുന്ന ദിവസങ്ങൾ പ്രായമുള്ള കുഞ്ഞുമോൻ മൂസ നബി അലൈഹിസ്സലാം. കൊച്ചുകുട്ടിയായ മൂസ നബിക്ക് ആ കാരുണ്യം അല്ലാഹു കൊടുത്തു. അപ്പോഴല്ലേ കുഞ്ഞിനെ കൊല്ലാൻ കൊണ്ടുവന്നപ്പോ ഖുർറത്തു ഐനിൻ ലീ വലക്, ഇത് നമ്മുടെ കണ്ണിന്റെ കുളിർമയാണ്, ഇതെന്റെ കണ്ണിന്റെ കുളിർമയാണ്, ഈ കുഞ്ഞിനെ കൊല്ലുകയോ ഫറോ എന്ന് ഫിർഔനിനോട് ആസിയ ബീവി റളിയല്ലാഹു അൻഹാ അല്ലാഹു ഇട്ടുകൊടുത്ത കാരുണ്യമാണ്. ആ കരുണ കിട്ടി മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാമിന്. ഇദൽ തഖമഹുൽ ഹൂത് ഫൽതഖമഹുൽ ഹൂത് വഹുവ മുലീം, ആ ഒരു വലിയ അൽ ഹൂതുൽ അംബർ എന്നാ പറയാ. അംബർ വെയിൽ, എല്ലാ സിംഹത്തിനും മനുഷ്യനെ വിഴുങ്ങാൻ കഴിയില്ലെന്നാണ്. അംബർ വെയിൽ എന്ന് പറയുന്ന ഹൂതുൽ അംബർ, അതിന് മനുഷ്യനെ വിഴുങ്ങാൻ പറ്റും. അല്ലാത്ത വലിയ തിമിംഗലം ഒരുപാട് സൈസുള്ള സാധനമാണ്. പക്ഷെ അതിനെ സംബന്ധിച്ച് പറയുന്നത് ഒരു ഇഷ്ടികയുടെ വീതിയുള്ള സാധനമേ വലിയ നീരത്തിമിംഗലത്തിന് വിഴുങ്ങാൻ പറ്റുള്ളൂ. അതിന്റെ തൊണ്ട ചെറുതാണ്. പക്ഷെ മനുഷ്യനെ വിഴുങ്ങാൻ പറ്റുന്ന തിമിംഗലം അൽ ഹൂതുൽ അംബറാണ്. ആംബർ വൈൽ. അങ്ങനെ ഹൂതുൽ അംബറിലാണ് മഹാനായ സയ്യിദുനാ യൂനുസ് നബി അലൈഹിസ്സലാം കിടക്കുന്നത്. അല്ലാഹുവേ, അവിടെ കിട്ടിയ ആ കാരുണ്യം യൂനുസ് നബി വിളിച്ചു പറഞ്ഞില്ലേ, മത്സ്യത്തിന്റെ വയറ്റിൽ നിന്നും റബ്ബിലേക്കൊരു ദിക്ർ, ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. സങ്കടം നീങ്ങിപ്പോകാനുള്ള വഴി ഈ വിളിയാളമാണ്. ടെൻഷൻ ഇല്ലാതാവാൻ, പെണ്ണുങ്ങൾക്കൊക്കെ ഉണ്ടാവും ഡിപ്രഷനാണ്, ടെൻഷനാണ്, ബുദ്ധിമുട്ടാണ്, സങ്കടമാണ്, മനോവിഷമമാണ്, മനോവേദനയാണ്, ഉറക്കല്ല. ചൊല്ലിക്കോളൂ പെണ്ണുങ്ങളെ, ആണുങ്ങളെ ഇത് ചൊല്ലിക്കോളൂ. റബ്ബന, അള്ളാഹുവിന്റെ നബി യൂനുസ് ഇബ്നു മത്തായുടെ പുത്രൻ യൂനുസ് നബി അലൈഹിസ്സലാം മത്സ്യത്തിന്റെ വയറ്റിന്റെ ഉള്ളിൽ നിന്ന് ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ ഫനജ്ജയ്നാഹു മിനൽ ഗം വകദാലിക നുൻജിൽ മുഅ്മിനീൻ. അപ്പോഴാണ് സങ്കടത്തിൽ നിന്ന് മഹാനവറുകളെ നമ്മൾ മോചിപ്പിച്ചത്. അതുപോലെ സത്യവിശ്വാസികളെ ഞാൻ മോചിപ്പിക്കും. പിന്നെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട വല്ല കാര്യമുണ്ടോ? തെറാപ്പി നടത്തേണ്ട വല്ല ആവശ്യമുണ്ടോ? ഈ ദിക്ർ നമ്മുടെ കയ്യിലുണ്ടായിരിക്കെ ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. റബ്ബിന്റെ കരുണ എത്തിയില്ലയോ യൂനുസ് നബി അലൈഹിസ്സലാമിന്? ആ കരുണ കിട്ടി 7 യുവാക്കൾക്ക്. ആ ഗുഹയിൽ കഴിയുമ്പോൾ അല്ലാഹു റഹ്മത്ത് കൊടുത്തില്ലേ? അൻജലൂസ് പർവ്വതത്തിന്റെ ഗുഹയിൽ നാട്ടുകാർ ബിംബാരാധകരായിരിക്കെ തൗഹീദുമായി ഒളിച്ചോടിയ 7 ചെറുപ്പക്കാർ, അവർക്ക് കിട്ടി ആ റഹ്മത്ത്. മുത്തുനബിക്കും അല്ലാഹു നൽകിയല്ലോ റഹ്മത്ത്. ഹബീബായ നബി ആ ഗുഹയിൽ കഴിയുമ്പോ മുത്തുനബി തങ്ങളെ തേടി വന്നവർ. അപ്പോഴാണ് മാ വന്നുക ബിഥനൈനി അല്ലാഹു സാലിസുഹുമാ. സിദ്ദീഖേ, നമ്മൾ 2 പേര് മാത്രമാണ് ഇവിടെ എന്ന് തോന്നുന്നുണ്ടോ? നമ്മളോടൊപ്പം അല്ലാഹു ഇല്ലയോ?
റഹ്മത്താണ്. അപ്പോഴാണ് ആ ഗുഹയിലേക്ക് നോക്കാതിരുന്നത്. കാരണം കാൽപ്പാടുകൾ പരിശോധിക്കാൻ കഴിയുന്ന ഗൈഡുകളെ കൊണ്ടാ ഖുറൈശികൾ വന്നത്. കാൽപ്പാട് ട്രേസ് ചെയ്യാൻ പറ്റുന്നവര് അങ്ങനെ ഫോളോ ചെയ്ത് ഒരു ഗുഹയുടെ മുമ്പിലെത്തുന്നു. എന്നിട്ട് അവർ പറയുന്നു, ഇവിടുന്ന് എങ്ങോട്ടാ പോയത് ഞങ്ങൾക്കറിയില്ല. ഇവിടുന്ന് പോയത് ആ ഗുഹയിലേക്ക് ഉറപ്പല്ലേ? ലോജിക്ക് വെച്ച് നോക്കിയാൽ മനസ്സിലാവും. പക്ഷെ അതിന്റെ മുമ്പിൽ ചിലന്തി വലയുണ്ട്. ഈ വല ഉണ്ടെങ്കിൽ ഉള്ളിൽ ആളുണ്ടാവില്ലല്ലോ. റബ്ബിന്റെ റഹ്മത്താണ് വന്നത്, അല്ലാഹുവിന്റെ റഹ്മത്താണ്. ഇല്ലാ തൻസുറൂഹു ഫഖദ് നസറഹുല്ലാഹ് ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ ഥാനിയ ഇത്നൈൻ ഇദ് ഹുമാ ഫിൽ ഗാർ إذ يقول لصاحبه لا تحزن إن الله معنا فأنزل الله سكينته عليه وأيده بجنود لم تروها وجعل كلمة الذين كفروا السفلى وكلمة الله هي العليا. നിങ്ങളുടെ കണ്ണുകൊണ്ട് കാണാത്ത സൈന്യത്തെ ആ ഗുഹാമുഖത്ത് നമ്മൾ കൊണ്ടുവന്നില്ലയോ? റബ്ബിന്റെ റഹ്മത്താണ് ആ കൊണ്ടുവന്നത്. ഇത് മുഴുവൻ കിട്ടി എപ്പോന്നറിയോ? മൻ അവാ ഇലല്ലാഹി യാഇസം മിൻ കുല്ലി മാ സിവാ. റബ്ബേ, അല്ലാഹുവേ, നിന്നിലേക്കല്ലാതെ അഭയമില്ല, നിന്നെ എനിക്ക് വേണം, നീ മാത്രമാണ് എന്റെ അഭയം എന്ന് മനസ്സുകൊണ്ട് റബ്ബിലേക്ക് മുന്നിടുമ്പോൾ അല്ലാഹുവിന്റെ റഹ്മത്ത് ഹിദായത്തായി, കരുണയായി, സംരക്ഷണമായി, മനസ്സമാധാനമായി, ശമനമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നു. അല്ലാഹു നമുക്കത് തരട്ടെ. രോഗം വരുമ്പോൾ നമ്മൾ ആദ്യം ആലോചിക്കുക ഏറ്റവും നല്ല ഡോക്ടർ ആരാണെന്നാണ്. അത് പെരിന്തൽമണ്ണക്ക് കൊണ്ടുപോകണോ, എറണാകുളത്തേക്ക് കൊണ്ടുപോകണോ, കോഴിക്കോട്ടേക്ക് കൊണ്ടുപോകണോ? അല്ലാഹുവേ, എന്റെ കുട്ടിക്ക് സുഖല്ല, യാ ഷാഫി യാ കാഫി. രോഗം കൊടുക്കുന്നവനെ അല്ലാഹുവേ, മനുഷ്യർക്ക് മരുന്ന് കണ്ടുപിടിക്കാൻ വഴി കൊടുത്തവനെ അല്ലാഹുവേ, ചികിത്സിക്കാനും മനുഷ്യ ശരീരം കീറി മുറിക്കാനും വൈദഗ്ധ്യം കൊടുത്തവനെ അല്ലാഹുവേ, ഡോക്ടർമാരുടെ മനസ്സുകൾക്ക് ഉറപ്പ് കൊടുത്തവനെ അല്ലാഹുവേ, മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും ശിഫ നൽകുന്നവനെ റബ്ബേ, എന്റെ കുഞ്ഞിന് ശിഫ കൊടുക്കണം പടച്ചവനെ. എന്നിട്ട് ഓടിക്കോ ഡോക്ടറെ അടുത്തേക്ക്. നമ്മളാകെ പൊന്നാര ഡോക്ടറെ, എന്റെ കുട്ടി നിങ്ങൾ രക്ഷപ്പെടുത്തി തരണം കേട്ടോ, അല്ലെങ്കിൽ എന്റെ കുട്ടി ഇടങ്ങാറായി പോവും. അല്ല റബ്ബേ, ദുആഉൽ മുത്തർ അമ്മൻ യുജീബുൽ മുത്തർ ഇദാ ദആഹു വയക്ഷിഫുസ് സൂ. ആ ഒരു രംഗമാണ് കലീമുല്ലാഹി മൂസ നബിക്കുണ്ടായത്. അതാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്. ആ രംഗമാണ് യൂനുസ് നബി അലൈഹിസ്സലാമിന്. അതാണ് യൂസുഫ് നബി അലൈഹിസ്സലാമിന്. അതാണ് അസ്ഹാബുൽ കഹ്ഫിന്. അതാണ് അഷ്റഫുൽ ഖൽഖിന് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മൻ ആവാ ഇലല്ലാഹി മിൻ കുല്ലി മാ സിവാഹു യാ ഈസ. അല്ലാഹുവേ, ഞങ്ങളുടെ മുമ്പിൽ വഴികളില്ല റബ്ബേ, നീ തുറന്നു തരുന്ന വഴിയല്ലാതെ. അങ്ങനെയാണെങ്കിൽ അല്ലാഹുവിന്റെ വഴിയിലേക്ക് ആ കവാടം ലക്ഷ്യം വെച്ചുകൊണ്ട് നീങ്ങിയാൽ ആ കവാടം അവിടെയുണ്ട്. അല്ലാഹു നമുക്കത് തരട്ടെ. വിഷമങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിന്റെ ഭാഗമാണ്. ഇത് സ്വർഗമല്ല എന്ന് നമ്മളൊക്കെ മനസ്സിലാക്കണം. ആഗ്രഹിക്കുന്ന നടക്കുകയാണെങ്കിൽ അത് സ്വർഗമാവണം. നമ്മൾ ആഗ്രഹിക്കുന്നതല്ല ഇവിടെ നടക്കുക, അത് സ്വീകരിക്കുക. എന്റെ റബ്ബ് അങ്ങനെ തീരുമാനിച്ചു, ഞാൻ സ്വീകരിച്ചു പടച്ചവനെ. അങ്ങനെയാണ് ഹിദായത്ത്. റബ്ബിനോട് ഏറ്റവും നമ്മൾ ചോദിക്കുന്നത് ഇസ്ലാമിന്റെ തീരത്തേക്ക് നമുക്ക് അണിയാനാണ്, ഹിദായത്തിന്റെ തീരത്തേക്ക് അണിയാനാണ്. കറുത്ത ഒരു ഗുലാമുൻ അസ്വദു. ഖൈബർ യുദ്ധം നടക്കുമ്പോ ഒരു കറുത്ത ഒരു അടിമ അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലേക്ക് വരുന്നു. കറുത്ത വർഗക്കാരനായ ഒരു അടിമ, ഗുലാമുൻ അസ്വദ്. അങ്ങനെയൊന്നും ഇന്റർനാഷണൽ സമൂഹത്തിനിടയിൽ പറയാൻ പാടില്ല എന്ന് കേസ് വരും, റേസിസ്റ്റായി എന്ന് പറഞ്ഞിട്ട്. ഒരു ബ്ലാക്ക് മാൻ, വൈറ്റ് മാൻ അങ്ങനെയൊന്നും പറഞ്ഞോളാം, കളർ പറയാൻ പറ്റൂല, അതൊക്കെ റേസിസ്റ്റ് ആണെന്ന് പറയും. പിന്നെ ഇപ്പൊ എന്താ നമ്മൾ പറയാ ഇവിടെ? ഗുലാമുൻ അസ്വദ്. അങ്ങനെയാണ്. അത് നമ്മൾ എന്ത് ചെയ്യരുത്? ഇഹാനത്ത് ചെയ്യരുത്, ആരെയും കളിയാക്കിക്കൊണ്ട് പറയരുത്. കറുത്താണ്, കറുപ്പും വെളുപ്പും ചെമപ്പൊക്കെ അള്ള കൊടുത്തതല്ലേ. ആരെങ്കിലും അപേക്ഷ കൊടുത്തിട്ട് അപേക്ഷ ഫോറം ഫില്ല് ചെയ്തിട്ടാണോ ഭൂമിയിലേക്ക് വന്നത്? അല്ല, അള്ള തന്നതല്ലേ. നമ്മുടെ ചേലും കോലവും നമ്മുടെ ഹൈറ്റും വെയിറ്റും ഇതൊക്കെ അള്ള തന്നതല്ലേ. അപ്പൊ നമ്മളൊരു മനുഷ്യനെ കളിയാക്കുന്നത് അള്ളാഹുവിനെ കളിയാക്കലാണ്. അള്ളാഹു അങ്ങനെ ഒരാളെ പടച്ചു, അത് വിചാരിച്ചിട്ട് നിന്നെ പടച്ചത് ഇങ്ങനെ ആയി കിട്ടാൻ നീ ചോദിച്ചിട്ടാണോ? അല്ലല്ലോ. അള്ളാഹു നിനക്കത് തന്നു, അവനത് കൊടുത്തു, അവൾക്കത് കൊടുത്തു, ഇവൾക്കത് കൊടുത്തു. അള്ളാഹുവിന്റെ ഖാലിഖു കുല്ലി ഷൈ, അള്ളാഹുവിന്റെ ഖൽഖാൻ. അങ്ങനെയാണ്. പക്ഷേ ഹബീബായ നബി തങ്ങളുടെ മുമ്പിൽ വരുന്നത് ഗുലാമുൻ അസ്വദ് റാഅ്, ആടുമാടുകളെ മേച്ചു നടന്നിരുന്ന ഒരു കറുത്ത വർഗക്കാരനായ അടിമ.
ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആടുമേക്കാണ്. ഖൈബറിൽ നബി തങ്ങൾ അവിടുത്തെ കോട്ടകൾ വളഞ്ഞു നിൽക്കുന്ന സമയം, ഖൈബർ യുദ്ധം നടക്കുന്ന സമയം, ഒരുപാട് ആട്ടിൻ പറ്റം കൂടുണ്ട്. മരുഭൂമിയിലൊക്കെ ജോലി ചെയ്യുന്ന ആളുകളെ കണ്ടില്ല, ഒരുപാട് 100-500 ആടുകളൊക്കെ തെളിച്ച് നടക്കാൻ. ചിലപ്പോൾ ഒരു ബംഗാളിയായൊരു സുഹൃത്ത്, ഒരു പാകിസ്ഥാനിയായ, നമ്മൾ മലയാളികളോടൊന്ന് കൂടി കഴിച്ചില്ലാവും അല്ലേ, നമ്മളുണ്ടാവില്ല അധികവും. ഇനി പെട്ടവരുണ്ടോയെന്നറിയില്ല. അങ്ങനെ പെട്ടാൽ തന്നെ സർവ്വ ചാനലും വാർത്തയായിട്ട് വരും ചെയ്യും. നമ്മളൊക്കെ കിട്ടിയത് വലിയ ഭാഗ്യമല്ലേ, ഈ നാട്ടിൽ ജനിച്ചത്. ചില്ലറ ഭാഗ്യമാണ് അതൊക്കെ. കുറേ ഫിത്നയൊക്കെ ഉണ്ട്, കുറേയേറെ നന്മകളുണ്ടല്ലോ മാഷാ അല്ലാഹ് അല്ലേ. ഇസ്സത്തുള്ള ഒരു ജോലിയും റാഹത്തായിട്ട് ജീവിക്കാനൊക്കെ നമ്മുടെ ഈ നാട്ടിലുള്ള ഈ സുഖമുണ്ടോ പൊന്നു മുഅ്മിനീങ്ങളെ? നമ്മൾ ഏതെങ്കിലും ഒരു, ഇപ്പം ഞാനിപ്പോൾ ഇന്നിങ്ങനെ കൂടെ യാത്ര ചെയ്യുന്നവരോട് പറയാം, നമ്മളൊരു നോർത്ത് ഇന്ത്യൻ സ്റ്റേറ്റിലൂടെ ഒക്കെ യാത്ര പോയാൽ വല്ലാത്തൊരു പള്ളി കിട്ടാൻ എന്തൊരു പ്രയാസമായിരിക്കും. ഒരു പള്ളി കിട്ടാനേ, ഒരു നിസ്കരിക്കാൻ പള്ളി. പ്രത്യേകിച്ച് ഡൽഹിയിൽ നിന്ന് ഞങ്ങളൊരു യാത്ര, ദീർഘമായൊരു യാത്ര, കുറച്ചുകൂടെ അങ്ങ് ഉള്ളോട്ട് 700 കിലോമീറ്ററൊക്കെ ഉള്ളോട്ട് നമ്മുടെ ഹിമാചൽ പ്രദേശിലൂടെ ഒക്കെ കടന്നു. സുബ്ഹാനല്ലാഹ്, ഒരു പള്ളി കിട്ടണില്ല. നിസ്കരിക്കണം, ഞങ്ങൾ ജമ്മാക്കി നിൽക്കുകയാണ്, നിസ്കരിക്കണം. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ ഒരു ഹിന്ദു വിശ്വാസിയാണ്, അയാളുടെ നിർത്തൂല. ഒരു പള്ളി നമ്മൾ ചൂണ്ടിക്കാണിച്ച് വണ്ടി ചവിട്ടി നിർത്തണം. അങ്ങനെ മലമുകളിലൂടെ പോകുന്ന യാത്രയിൽ സുബ്ഹാനല്ലാഹ് അസ്ർ ഖളാവാൻ പോവാണ്. ചുരത്തിൽ വെച്ചിട്ട് ഇയാളുടെ ബ്രേക്ക് പോയി വണ്ടിൻ്റെ. അങ്ങനെ അദ്ദേഹം പെട്ടെന്ന് വണ്ടി ഹാൻഡ് ബ്രേക്കൊക്കെ വെച്ച് നിർത്തി. ഒരു രക്ഷയില്ല, നമുക്ക് ഉടനെ അതിൻ്റെ ബ്രേക്ക് ഫിക്സ് ചെയ്യാതെ നമുക്ക് പോകാൻ പറ്റില്ല, ഡേഞ്ചറാണ്. ആയിക്കോട്ടെ, മെല്ലെ 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 ചുരം ഇറങ്ങി വന്ന് വഴിയിൽ, ഹിമാചൽ പ്രദേശിലായിരുന്നു, ഒരു മുസ്ലിം പള്ളി, ഒന്നും കിട്ടൂല അവിടെ. അങ്ങനെ സൈഡിൽ നിർത്തി. അപ്പോൾ ഒരു ടയർ പഞ്ചറൊക്കെ അടക്കുന്ന ഒരു കട കിട്ടി. അങ്ങനെ അദ്ദേഹം പറഞ്ഞു നമുക്ക് ഇവിടുന്ന് ബ്രേക്ക് ഫിക്സ് ചെയ്ത്. ഇടയ്ക്ക് ഞാൻ അദ്ദേഹത്തോട് പറയുന്നത്, നമുക്ക് നിസ്കരിക്കാൻ ഒരു സൗകര്യം കിട്ടുന്ന ഒരു ടാപ്പ്, വെള്ളം കിട്ടുന്ന സ്ഥലം, ഖിബ്ല നമുക്ക് കണ്ടുപിടിക്കാം, നിസ്കരിക്കാനുള്ള മുസല്ലയൊക്കെ എന്ത് ചെയ്യുക, പായ വിരിക്കാം. പക്ഷെ എന്ത് ചെയ്യണം, ഒരു പള്ളി കിട്ടണം. ഇല്ലല്ല, കിട്ടുന്നില്ല. അപ്പോഴാണ് ഈ ബ്രേക്ക് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ ചെന്ന് നോക്കുമ്പോൾ ഒരു പൈപ്പ് കാണുന്നുണ്ട്, ഒരു കുഴൽ കിണറിൻ്റെ പൈപ്പ് ഉണ്ട് അവിടെ. നോക്കുമ്പോൾ തൊട്ട് താഴെ ഒരു ക്ഷേത്രമാണ്. ഇതാ ക്ഷേത്രത്തിൻ്റെ കുടിവെള്ളമാണ്, അവരുടെ കിണറാണ്. അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നിങ്ങൾ വണ്ടി ഫിക്സ് ചെയ്യും, ഞങ്ങളെല്ലാവരും നിസ്കരിച്ചിട്ട് വരാം. അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നോക്കിയിട്ട് പറയും, നിങ്ങൾ നിസ്കരിക്കാൻ വേണ്ടിയാണോ ഈ വണ്ടി കേടുന്നത് എനിക്ക് തോന്നുന്നു എന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. ഞങ്ങളൊരു 8-10 ആളുകൾ ഇങ്ങനെ നിസ്കരിക്കുമ്പോൾ അവിടെയുള്ള സർവ്വ ട്രക്ക് ഡ്രൈവർമാരും പാർക്ക് ചെയ്തവർ മുഴുവൻ ഒരു താഴേക്ക് ഇറങ്ങണം. റോഡ് മീതയാണ്, താഴെ ഒരു ക്ഷേത്രമുണ്ട്, അതിൻ്റെ കുളമുണ്ട്, ഇപ്പുറത്തൊരു കുഴൽക്കിണറിൻ്റെ ഒരു പൈപ്പുണ്ട്. അവിടെ നിന്ന് എല്ലാവരും ഒതുകൊടുത്തു. ഖിബല നോക്കുമ്പോൾ ക്ഷേത്രത്തിൻ്റെ മുമ്പൊക്കെ നോക്കിയിട്ട് കാര്യമില്ലല്ലോ, അങ്ങോട്ട് എന്ത് ചെയ്തു, പുല്ലാണ് ഇതുപോലെ, പായ വിരിച്ചങ്ങ് നിസ്കരിക്കും. സർവ്വ മനുഷ്യന്മാർ റോട്ടിൽ ഇങ്ങനെ അത്ഭുതപ്പെട്ട് ഇങ്ങനെ നോക്കിക്കുകയാണ്. ഞങ്ങൾ നിസ്കാരം കഴിഞ്ഞ് നോക്കുമ്പോൾ എല്ലാവരും എന്തോ ഒരു അത്ഭുതത്തോടു കൂടെ നോക്കുക. അപ്പോൾ ഈ ഖൗം ഇങ്ങനൊരു സംഭവം കണ്ടിട്ടേ ഇല്ല, ഇങ്ങനൊരു നിസ്കാരമുള്ളത് അറിഞ്ഞിട്ട് പോലുമില്ല. എല്ലാവരും അത്ഭുതത്തിൽ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. അമ്പലത്തിൽ ആരുമില്ല, അതുകൊണ്ട് കുഴപ്പമൊന്നും ഉണ്ടായില്ല. ഒരു പൂജാരി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സുബ്ഹാൻ. അദ്ദേഹം പറഞ്ഞു, അപ്പോൾ ഡ്രൈവർ ഇങ്ങനെ പറയാണ്, ഞാനിപ്പോൾ കണക്ക് കൂട്ടിയിട്ട് എൻ്റെ അനുഭവം വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് നിസ്കരിക്കാൻ വേണ്ടി എൻ്റെ വണ്ടി കേടന്നു എന്ന് എനിക്ക് മനസ്സിലായി. പറ്റിയ സ്ഥലത്ത് നിർത്തുകയും ചെയ്തു, നിങ്ങൾക്കൊരു പൈപ്പും കിട്ടി, നിസ്കരിക്കാനും പറ്റി. റാഹത്തായില്ല ചോദിച്ചോ, റാഹത്തായി എന്ന് പറഞ്ഞു. യാത്ര തുടർന്നു. സുബ്ഹാനല്ലാഹ്. ഒരു പള്ളി കിട്ടി. നമുക്കൊക്കെ എത്ര പള്ളിയാണ്, സുബ്ഹാനല്ലാഹ്, എത്ര പള്ളി. ചോയ്സാണ്, ഇവിടെ വേണോ അവിടെ വേണോ, ഇത് മറ്റേത്. സുബ്ഹാനല്ലാഹ്, എന്തോ ഒരു കാലം. ഇഷ്ടം പോലെ തട്ടിക്കളിക്കണ പോലെയല്ലേ, എത്രയാ സൗകര്യം. മാഷാ അല്ലാഹ്. ഇതൊക്കെ അള്ളാഹു ഈ നാട്ടിൽ നമുക്ക് തന്ന വലിയ നിഅമത്തല്ലേ. ഈ നാടങ്ങ് വിട്ടുപോയാൽ മനസ്സിലാവും ഈ നാടിൻ്റെ നിഅമത്ത് എത്ര. നമ്മുടെ കേരളീയ മണ്ണിൻ്റെ മഹത്വം. നമ്മളിവിടെ കുറച്ച് ചിന്താവാദമൊക്കെ ഉണ്ടാവും, ഉറപ്പ് തന്നെയാണ്. എന്ത് ചെയ്യുക, കുറച്ച് കയറും പൊളിയിലൊക്കെ ഉണ്ടാവും. പക്ഷെ പുറത്തു പോയി വന്നു നോക്കുമ്പോൾ റബ്ബേ, ഇത്ര നല്ല നാടുണ്ടോ, അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യമല്ലേ. ഇങ്ങനെ ഒരു സൗകര്യം നമ്മുടെ മുമ്പിൽ ഉണ്ടായിട്ട് ഇത് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നുണ്ടോ എന്നതാ വിഷയം. ഇതൊക്കെ ഉണ്ട്. റമദാൻ കഴിഞ്ഞിട്ട് ഒരു പെരുന്നാൾ, ഹജ്ജ് പെരുന്നാളിൻ്റെ ഒരു സമയത്തല്ലാതെ പള്ളി നിറയാത്ത എത്ര പള്ളികളുണ്ട് നാടുകളിൽ. പെരുന്നാൾക്ക് നിസ്കരിക്കാൻ സ്ഥലമില്ലല്ലോ, അതുകൊണ്ട് 2 തട്ടും കൂടെ വേണമെന്ന്. എന്നാൽ ജുമുഅക്ക് 2 തട്ടിന് ആളുണ്ടോ? ഇല്ല. പക്ഷെ പെരുന്നാൾക്ക് ആളുണ്ടാവും, അതുകൊണ്ട് കിടക്കട്ടെ. ഇപ്പം ഈ മനുഷ്യന്മാരൊക്കെ പെരുന്നാളല്ലാത്ത നേരത്തെ ഇപ്പോൾ എവിടെയാണ് പോയി കിടക്കുന്നത്? സുബ്ഹാനല്ലാഹ്. നിസ്കരിക്കൂല എന്നല്ല, പലയിടത്തും അവിടുന്ന് ഇവിടെ നിന്നൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. പക്ഷെ ഈ സൗകര്യം നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഇത്രയും നല്ലൊരു റാഹത്ത് ഇപ്പം അല്ലാഹു നമുക്ക് തന്നു. നാളെ ഇത് എന്താവും എന്നറിയില്ല. അടുത്തൊരു 10 വർഷം കഴിയുമ്പോൾ എന്തായിരിക്കും ചിത്രം എന്നറിയില്ല, നമുക്കറിയില്ല. പക്ഷെ ഈ ലഭിച്ച നിഅമത്ത് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നുണ്ടോ? ഗുലാമുൻ അസ്വദ് അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് വരികയാണ്. കുറെ ആട്ടിൻപറ്റങ്ങളുമായി വരികയാണ്. മരുഭൂമിയിലെ ആട്ടിടയനാണ്. 500ഓളം ആടുകൾ കാണും, അതിലപ്പുറം കാണും.
ഒരു ജൂതന്റെ അടിമയാണ്, ആടുകളെയും തെളിച്ചു വരികയാണ്. അല്ലാ, നമ്മൾ അവിടെ നിന്നാ പോയതല്ലേ, ആട് ജോലി നമ്മൾ മലയാളികൾ ചെയ്യാറില്ല എന്ന് പറഞ്ഞിട്ട് പോയതാണ്. അല്ലാഹുവേ, ഗൾഫുകാരായ ഒരുപാട് പ്രവാസികളായ ആളുകൾ വളരെ വിഷമത്തിലാണ്. കച്ചവടമല്ല, ജോലിയില്ല, ജോലി നഷ്ടപ്പെട്ടു, വലിയ വിഷമത്തിലാണ്. ഒന്ന് ആമയം പറഞ്ഞ് ദ്വാരക്കിൻ. അവിടെ നിന്നാൽ നമ്മൾ ഇവിടുത്തെ സർവ്വ അടിച്ചുപൊളി നിൽക്കും. ചിലപ്പോൾ നിങ്ങൾ പറയും നമ്മൾ ഓങ്ങല്ലൂർ ബിസിനസ്സുള്ള കാലത്തോളം നിൽക്കൂല എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ പറഞ്ഞേക്കും. അടുത്തല്ലേ, ഒരല്പം വലിയ ദൂരമൊന്നും ഇല്ലല്ലോ. നമ്മൾ ആക്രി കച്ചവടം ചെയ്യണേ, കാരക്കാട് നമ്മൾ പറയാം നമുക്ക് ബാധിക്കൂല, നിങ്ങൾ വേണേത് വരുന്നോളി, നമ്മളാമ്യം വരില്ല, നമ്മളെ നാട്ടിൽ ഇഷ്ടം പോലെ കച്ചവടം ഉണ്ട്. എന്നാലും ഇതൊക്കെ ഗൾഫുകാര് അല്ലെങ്കിൽ അവരുമായി ബന്ധപ്പെട്ട ചെലവുകളുമായൊക്കെ ബന്ധപ്പെട്ടുകൊണ്ടാണ് ഇതൊക്കെ കിടക്കുന്നത്. ഗൾഫ് രാജ്യത്തെ നിഅമത്ത് അല്ലാഹു കൂട്ടിവെച്ചാൽ കഴിയും, നമ്മുടെ എല്ലാ ചിരിയും കഴിയും. അല്ലാഹു സുബ്ഹാനഹു തആല റബ്ബ് തആല, അല്ലാഹുവേ, നിന്റെ നിഅമത്തിന്റെ റഹ്മത്തിന്റെ വാതിലുകൾ ഇവിടെയും വിദേശത്തും ഗൾഫ് രാജ്യങ്ങളിലും ഞങ്ങളുടെ നാട്ടുകാരൊക്കെ ജോലി ചെയ്യുന്ന ഇടങ്ങളിലും അല്ലാഹു നീ തുറന്നു വെച്ച് തരണം റഹ്മാനെ. നിന്റെ ഭൂമിയുടെയും ആകാശത്തിന്റെയും കാരുണ്യത്തിന്റെ വാതിലുകൾ ഞങ്ങൾക്ക് വേണ്ടി തുറക്കണേ തമ്പുരാനെ. ജോലിയില്ലാതെ വിഷമിക്കുന്ന, വിസിറ്റ് പോയിട്ട് നിൽക്കുന്നവര്, തിരിച്ചു വന്നവര്, പല വിഷയങ്ങളിലായി വിഷമിച്ചു കിടക്കുന്ന അവിടുത്തെ പ്രവാസികളായ ആളുകൾ അല്ലാഹുവേ, എല്ലാ വിഷമങ്ങളിൽ നിന്നും മോചനം കൊടുക്കണേ തമ്പുരാനെ. കരുണയുള്ള ഒരു ഹൃദയത്തിന്റെ കീഴിൽ, കാഠിന്യമില്ലാത്ത ഒരു ഹൃദയത്തിന്റെ കീഴിൽ ജോലി ചെയ്യാനുള്ള ഭാഗ്യം ഞങ്ങളുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്കൊക്കെ നൽകണേ തമ്പുരാനെ. അല്ലാഹുവേ, നഷ്ടം വന്നവർക്ക് നീ പകരം കൊടുക്കണേ റബ്ബേ. ജോലി നഷ്ടപ്പെട്ടവർക്ക് പകരം ഖൈറായത് നീ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ നാടുകളിൽ അതിന് ശുക്ർ ചെയ്ത് ജീവിക്കാനും അവർക്ക് വേണ്ടി അവർ ചെയ്യുന്ന ആ നന്മയിൽ അവരോട് കൂറുണ്ടായി നിനക്ക് ശുക്ർ ചെയ്യുന്നവരായി, നിന്നനുസരിക്കുന്നവരായി ജീവിക്കാനും അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ നാട്ടിൽ ജോലി ചെയ്യുന്ന കച്ചവടക്കാര്, നാട്ടിലെ ഏർപ്പാടുകളും ജോലിയും കച്ചവടമൊക്കെ ഉള്ള ആളുകൾ എല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്യണേ തമ്പുരാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഹബീബിന്റെ മുമ്പിലേക്ക് വരുന്ന ഗുലാമുൻ അസ്വദ്, യാ റസൂലല്ലാഹ്, നബിയേ, യഅരിദ് അലയ്യൽ ഇസ്ലാം, ഇസ്ലാം എനിക്കൊന്ന് പറഞ്ഞു തരൂ നബിയേ. ആട്ടിൻപറ്റങ്ങളുമായി വന്നതാണ്. ഇസ്ലാം പറഞ്ഞു തരൂ നബിയേ, എനിക്ക് ഇസ്ലാം പഠിക്കണം. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരാളെയും നിസ്സാരമായി കാണില്ല. ഇതൊരു അടിമ അങ്ങനെ നബി തങ്ങൾ ചിന്തിക്കൂല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുന്നു പറഞ്ഞു തങ്ങൾ പറഞ്ഞു കൊടുത്തു ഇസ്ലാം കേട്ടപ്പോ അദ്ദേഹം പറഞ്ഞു, നബിയെ, എനിക്ക് മുസ്ലിം ആവണം. ഇത്ര മനോഹരമാണോ ഇസ്ലാം? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്. മുസ്ലിമായി. നബിയെ, ആടുകളോ നബി, ഞാൻ എന്താ ചെയ്യേണ്ടത്? ഈ ആടുകളെ, ഇതിന്റെ ഉടമസ്ഥന്റെ ഒരു ജൂതനാണ്, എനിക്കിനി ഇസ്ലാം മതി നബിയെ, ഞാൻ എന്റെ ജൂതന്റെ അടുത്തേക്ക് പോണില്ല. നബി തങ്ങൾ പറഞ്ഞു, നിങ്ങളൊരു ഉത്തരവാദിത്വം ഉണ്ടല്ലോ, അമാനത്തുണ്ടല്ലോ, അതുകൊണ്ട് ഈ ആട്ടിൻപറ്റത്തിന്റെ മുമ്പിലേക്ക് എന്തെങ്കിലും എറിഞ്ഞൊടുക്കിൻ, അവയുടെ ഉടമസ്ഥന്റെ അടുത്തേക്ക് താനേ നടന്നു പോകും എന്ന് പറഞ്ഞു. ചില ചരൽക്കല്ലുകൾ വാരിയെടുത്തു, ആ ആടുകളുടെ മുമ്പിലേക്ക് എറിഞ്ഞുകൊടുത്തു, ഇതിലെ പൊയ്ക്കോ എന്ന് പറഞ്ഞപ്പോ فأخذ حفنة من حصى فرمى بها في وجوه الغنم. ആ ആട്ടിൻപറ്റങ്ങളുടെ മുമ്പിലേക്ക് കൈകിലെ ഒരു പിടി കൈച്ചരലുമായി, ചരൽക്കല്ലുകളുമായി എറിഞ്ഞു കൊടുത്തപ്പോ, ഇർജിഇ, ആടുകളെ പൊയ്ക്കോളൂ, ആടുകളെ, ലാ അസ്ഹബുകി വല്ലാഹി അബദാ, ആടുകളെ, ഇനി നിങ്ങളുടെ കൂടെ ഞാനില്ല, അല്ലാഹനെ തന്നെയാണ് സത്യം. ഇതാ പറഞ്ഞത്, പൊയ്ക്കോളെ ആടുകളെ, ഇനി ഞങ്ങളൊപ്പല്ല, ഈ പണി ഞാൻ നിർത്തി, നിങ്ങൾ പൊയ്ക്കോളൂ. എന്ത് സംഭവിച്ചു എന്നറിയോ? വലിയൊരു മുഅ്ജിസത്ത് സംഭവിച്ചു. ഹബീബിന്റെ മുഅ്ജിസത്താണത്. ഈ സ്വഹാബിയെ സംബന്ധിച്ചിടത്തോളം അത് കറാമത്തായിരിക്കും സംഭവിച്ചത്. ഫഖറജത് കഅന്ന സായിഖൻ യസൂഖുഹാ ഹത്താ ദഖലത് ഹിസ്നുൽ യഹൂദി. ഒരാള്, ഒരു ഡ്രൈവർ തെളിച്ചു കൊണ്ടുപോകുന്ന പോലെ ഈ ആടുകൾ കിലോമീറ്ററുകളോളം മരുഭൂമിയിൽ ഒറ്റക്ക് ഇതിന്റെ മുതലാളിയുടെ വീട് വരെ നടന്നുപോയി. ആരും തെളിക്കേണ്ടി വന്നില്ല. അങ്ങനെ അവിടെ ചെന്ന് കയറി ആടുകൾ. ഓടി വന്നു, നബിയേ, യാ റസൂലല്ലാഹ്, ഹബീബേ, നിങ്ങൾ എന്താ ചെയ്യാൻ പോകുന്നത്? ഇസ്ലാം ഈസ് അറ്റ് സ്റ്റേക്ക്. ഇവിടെ നമുക്ക് പ്രയാസമുണ്ട്, ഇവരെ നമ്മെ പ്രതിരോധിക്കാൻ വന്നിരിക്കുന്നു, നമുക്ക് യുദ്ധം ചെയ്യേണ്ടി വരും. നബിയേ, ഞാനും വരാം. എന്ത് കിട്ടും? അൽ ജന്ന. അല്ലാഹുവിന് വേണ്ടിയാണോ ഈ സമർപ്പണം? നിങ്ങൾക്ക് സ്വർഗമാണ്. അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ യുദ്ധത്തിലേക്ക് ഇറങ്ങുന്നു. ഒരു നിസ്കാരം, ഒരു നിസ്കാരം നിർവഹിക്കാൻ നേരം കിട്ടിയിട്ടില്ല. ഇടക്കൊരു ബാങ്ക് കൊടുക്കാൻ നേരം ഉണ്ടായിട്ടില്ല. നിസ്കരിച്ചിട്ടില്ല ഈ സ്വഹാബി. മുസ്ലിമായി ഒരൊറ്റ നിസ്കാരത്തിന് നേരം കിട്ടിയില്ല അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ.
തലയിൽ ഒരു കല്ല് വന്ന് തറക്കുന്നു ശത്രുപക്ഷത്ത് നിന്ന്. ആ കല്ല് തട്ടിയിട്ടാണ് ആ സ്വഹാബി ലോകത്തോട് വിട പറയുന്നത്. അള്ളാഹുവിന്റെ ഹബീബിന്റെ മുമ്പിലേക്ക് ഷഹീദായി കിടക്കുന്ന ഈ മനുഷ്യനെ കൊണ്ടുവന്നു. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സുജ്ജിയ ബിശംലത്തിൻ കാനത അലൈഹി, ഹബീബായ നബി തങ്ങളുടെ ആ ഒരു ഷാൾ കൊണ്ട് ഈ മനുഷ്യനെ സ്വഹാബിയെ പുതപ്പിക്കപ്പെട്ടു. ഈ ഷഹീദിനെ പുതപ്പിച്ചു അവിടെ നബി തങ്ങൾ. ഹബീബിന്റെ വസ്ത്രം ഇനി എന്താ വേണ്ടത്? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ശരീരം ചേർന്ന് കിടക്കുന്ന ഒരു വസ്ത്രം കിട്ടിയാൽ അതിന്റെ പുണ്യം എത്രയാണ്. അതുകൊണ്ടല്ലേ ബദർ യുദ്ധം നടക്കുന്ന ഉഹദ് യുദ്ധം നടക്കുന്ന സമയത്തൊക്കെ, ബദർ യുദ്ധം നടക്കുമ്പോൾ പ്രത്യേകിച്ചും സുഹാബി ഹബീബായ നിബിതങ്ങളുടെ ദേഹത്ത് വന്ന് ചുംബിച്ചു പോയത്. നിബിതങ്ങൾ ആർക്കെങ്കിലും എന്നോട് പ്രതികാരമെടുക്കാനുണ്ടോ? ഉണ്ട് നബി, ഞാൻ എന്തു പറ്റി? നിങ്ങൾ അവിടുത്തെ ആ ഒരു മിസ്വാക്ക് കൊണ്ട് എൻ്റെ വയറിന് കുത്തിയില്ലേ, ഇങ്ങനെ ലൈന് നിൽക്കുമ്പോൾ എനിക്ക് വേദനിച്ചിട്ടുണ്ട്, ഞാൻ തിരിച്ചു പ്രതികാരം ചെയ്യും. എന്നാ കുത്തിക്കോ, പക്ഷേ എൻ്റെ വയറ്റിൽ വസ്ത്രം ഉണ്ടായിരുന്നില്ല, അപ്പൊ തങ്ങളും വസ്ത്രം പൊക്കിത്തരണം. ആയിക്കോട്ടെ. ഇതാ അവിടേക്ക് വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചുകൊണ്ട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയോട് പ്രതികാരം ചോദിക്കേ. എനിക്ക് തോന്നി ഞാൻ ഇവിടെ മരിക്കാൻ പോവാണ്, ഇതെന്റെ അവസാനത്തെ യാമമാണ്. അതുകൊണ്ട് എൻ്റെ ശരീരം അവസാനം ചേർന്ന് നിൽക്കുന്നത് നിങ്ങളുടെ ശരീരവുമായിരിക്കണം. അതുകൊണ്ടാണ് നബിയെ, അള്ളാഹു അത് സ്വീകരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് അങ്ങയുടെ ശരീരം ഒന്ന് തൊടാനുള്ള ആഗ്രഹം കൊണ്ടാണ് നബിയെ, മറ്റൊന്നുമല്ല. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സുജ്ജിയ, ഹബീബായ നബി തങ്ങളുടെ ശരീരത്തിലെ വസ്ത്രം കൊണ്ടാണ് ഇവരെ പുതപ്പിക്കുന്നത്. ഹബീബായ തങ്ങളാണ് കഫൻ ചെയ്യുന്നത്. ആ സുഹാബിയെ പുതപ്പിച്ചു കിടത്തിയിരിക്കുന്നു. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ ആ സുഹാബിയുടെ മുഖത്തേക്ക് നോക്കുന്നു. സുഹാബിമാരൊക്കെ ചുറ്റുണ്ട്, മറവ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവാണ്. പിന്നെ നബി തങ്ങൾ മുഖം തിരിക്കുന്നു. മയ്യത്ത് വെച്ചിരിക്കാൻ തങ്ങൾ ആ മയ്യത്തിലേക്ക് നോക്കി നിൽക്കുന്നു. യാ അല്ലാഹ്, നിമിഷങ്ങൾക്ക് മിനിറ്റുകൾക്ക് മുമ്പാണ് മുസ്ലിമായത്, ഷഹീദായി കിടക്കാൻ. പിന്നെ നബി തങ്ങൾ മുഖം തിരിക്കുന്നു. സ്വഹാബിമാരൊക്കെ അവിടെ നിന്ന് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ് ലിമാ അറൗത അൻ, എന്തു പറ്റി നബിയെ, എന്തുകൊണ്ടാണ് അങ്ങ് മുഖം തിരിക്കുന്നത്? ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഇന്ന മഅഹുല്ലാൻ സൗജതൈഹി മിൻ ഹൂറിൽ ഐൻ, ഈ മനുഷ്യനെ സ്വീകരിക്കാൻ, ഈ ഷഹീദിനെ സ്വീകരിക്കാൻ അല്ലാഹുവിന്റെ ഹൂറുൽ ഐനുകളിൽപ്പെട്ട 2 ഭാര്യമാർ അവരുടെ കൂടെ നിൽക്കുന്നത് കണ്ടപ്പോഴാണ് ഞാൻ മുഖം തിരിച്ചതെന്ന് മഹാനായ റസൂലുള്ളാഹി. ഗൈബ് കാണാൻ കഴിയുന്ന ഹബീബായ നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, സിത്റുകൾക്കപ്പുറത്തേക്ക് കാണാൻ കഴിയുന്ന നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഗൈബായ ലോകത്തേക്ക് കണ്ണെത്താൻ കഴിയുന്ന റസൂലുള്ളാഹ്, അല്ലാഹു നൽകിയ കഴിവ് കൊണ്ട്, അല്ലാഹു നൽകുന്ന ഹബീബിന് കൊടുത്ത, അല്ലാഹു നൽകുന്ന ഇജാസത്ത് കൊണ്ട് തന്നെ ഹബീബായ നബി തങ്ങൾക്ക് അത് കാണാൻ കഴിഞ്ഞു. സ്വഹാബത്ത് അത് കണ്ടിട്ടില്ല. 2 ഹൂറുല്ലിനികളായ അപ്സരസ്സുകളായ സുന്ദരിമാർ അവരുടെ ശരീരത്തിന്റെ അരികത്ത് നിൽക്കുമ്പോൾ എനിക്കത് നോക്കി നിൽക്കാൻ കഴിയുമോ? അതുകൊണ്ടാണ് ഞാൻ മുഖം തിരിച്ചത് എന്ന് മഹാനായ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഷഹാദത്ത് ചൊല്ലി മുസ്ലിമായി രക്തസാക്ഷിത്വം വഹിച്ചു. നബി തങ്ങൾ മറവ് ചെയ്യുന്നു, ഹബീബായ തങ്ങൾ കഫൻ ചെയ്യുന്നു, അപ്സരസ്സുകൾ കൊണ്ടുപോകുന്നു. എന്തൊരു ഭാഗ്യം! ഇതിന്റെ ഇടയിൽ ഒരു നിസ്കാരത്തിന് പോലുമുള്ള സമയം അതിനിടയിൽ ഉണ്ടായില്ല. ഒരു നിസ്കാരത്തിന്റെ സമയം ഉണ്ടായില്ല. ഇങ്ങനെ ഒരു അടിമയായ സാധുവിന് കിട്ടിയ ഹിദായത്താണ് ജൂതന്മാരും ക്രിസ്ത്യാനികളുമായ പണ്ഡിതന്മാർക്ക്. സ്വന്തം മക്കളവർക്ക് ബോധ്യമാകുന്ന പോലെ എന്റെ റസൂൽ എന്റെ നബിയാണെന്ന് ജൂത പണ്ഡിതന്മാർക്ക്, അഹ്ബാറുകൾക്ക് അറിയാമായിരുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുകൂടെ ഞങ്ങൾക്കത് വേണ്ട എന്ന് വെച്ച പണ്ഡിതന്മാർ, ക്രിസ്തീയ ജൂത പണ്ഡിതന്മാർ, അവർക്ക് ലഭിക്കാതെ പോയ നിധിയാണ് ഒരാട്ടിടയൻ കൊണ്ടുപോയത്. റളിയല്ലാഹു അൻഹു ഗുലാമുൻ അസ്വദു റാഇൻ, ആടുകളെ മേച്ചിരുന്ന കറുത്ത വർഗ്ഗക്കാരനായ ഒരു അടിമ. പേര് വ്യക്തമല്ല ഹദീസുകളിൽ. യാ അല്ലാഹ്, ഉലമാഇന് കിട്ടിയില്ല, ഉലമാഉൽ യഹൂദി വൻ നസ്വാറ. പക്ഷേ സാധുവായ ഒരു അടിമക്കത് ലഭിച്ചു. അല്ലാഹു നൽകുന്ന വെളിച്ചം വേണമെന്ന് ചോദിച്ചു വന്നു, അല്ലാഹു കൊടുത്തു. മനസ്സിലൊരാഗ്രഹമുണ്ടാകട്ടെ, അല്ലാഹു നമുക്കത് നൽകട്ടെ, അല്ലാഹു നമുക്കത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അദി ഇബ്നു ഹാതിം റളിയല്ലാഹു അൻഹു. സമയം 11:30 സമയം വൈകിയോ? നമ്മൾ 9:30 തുടങ്ങിയത്, 2 മണിക്കൂർ സമയമായി. അപ്പോൾ വൈകിട്ടുണ്ടോ? വൈകിയോലുണ്ടെങ്കിൽ പോയിക്കോളിട്ടോ.
അപ്പോൾ അതിന് യാതൊരു വിഷമമില്ല. നമ്മൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ചിലപ്പോൾ എങ്ങനെ അപ്പോൾ ഈ അടിയിൽ നിന്ന് ഇങ്ങനെ എണീറ്റ് പോവുക, അങ്ങനെയൊക്കെ ഒരു വിഷമം തോന്നൂലേ? അങ്ങനെയൊന്നുമില്ല, ധൈര്യമായിട്ട് എഴുന്നേറ്റ് പോയി, ഒരു പ്രശ്നമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ തിരക്കുണ്ടാവും, ഉറക്കൊഴിക്കാൻ പറ്റാത്തവരുണ്ടാവും, മൂത്രമൊഴിക്കാൻ മുട്ടിയവരുണ്ടാവും, വേറെ എന്തെങ്കിലും അർജൻറ്റ് എവിടെയും പോകാനുള്ളവരുണ്ടാവും. അതൊക്കെ എന്ത് ചെയ്യാണ് ഒക്കെ മനസ്സിലാക്കുന്നു. അങ്ങനെ ഒരു വിഷമം എന്തില്ല, എനിക്കില്ല. വേറെ സ്ഥാനമാർക്ക് വിഷമം ഉണ്ടാവുമെങ്കിൽ പോലും പറയും എനിക്ക് അങ്ങനെ വിഷമമില്ല, നിങ്ങൾ എന്ത് ചെയ്തോളൂ. തിരക്കിപ്പോൾ സമയം 2 മണിക്കൂർ വരെ നിങ്ങൾ നിന്നില്ലേ, അൽഹംദുലില്ലാഹ്. ഇനി ബാക്കിയും കൂടെ നിൽക്കാൻ ആഫിയത്തുണ്ടെങ്കിൽ നമുക്ക് നിൽക്കുക ഇൻഷാ അല്ലാഹ്. കുറച്ചും കൂടെ കാര്യങ്ങൾ പറഞ്ഞ് നമുക്ക് ഭംഗിയായിട്ട് അങ്ങ് ദുആ ചെയ്തിട്ട് റാഹത്തിൽ അങ്ങോട്ട് പിരിയണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഓക്കെ. ഒരു ചെറിയ കുട്ടി, സ്കൂളിൽ പഠിക്കുന്ന ചെറിയ മോള്, വളരെ ചെറിയ കുട്ടി, സ്കൂളിൽ 1-ലോ 2-ലോ ഒക്കെ ആണെന്ന് തോന്നുന്നു. ആ കുട്ടിക്ക് വളരെ പെട്ടെന്നൊരു ഛർദി വന്ന്, വിഷമം വന്ന്, പിടിച്ചു നിർത്തിയപ്പോൾ അത് തലച്ചോറിൽ കയറി. ഇപ്പം ഇന്നൊരു ഉച്ചയ്ക്ക് ഒരു 4 മണി മുതൽ ഈ സമയം വരെ കൃത്യമായി ബോധം തെളിയാതെ പെരിന്തൽമണ്ണ ഹോസ്പിറ്റലിലാണ്. അബുദാബിയിൽ താമസിക്കുന്ന എനിക്കടുത്ത് പരിചയമുള്ള ഒരു സുഹൃത്തിൻ്റെ മോളും കൂടിയാണ്. അപ്പോൾ ആ കുഞ്ഞിന് ഷിഫായിന് വേണ്ടി ദ്വാരക്കണം. അള്ളാഹുവേ നീ കുട്ടിക്ക് ഷിഫ കൊടുക്കണേ പടച്ചവനെ, ആ കുട്ടിക്ക് നീ ഷിഫ കൊടുക്കണേ റബ്ബേ. യാ ഷാഫി യാ കാഫി, അള്ളാഹു നീ ഷിഫ കൊടുക്കണേ റബ്ബേ. അള്ളാഹു നീ ഷിഫ കൊടുക്കണേ തമ്പുരാനെ. ആ കുഞ്ഞൊന്ന് കണ്ണു തുറന്ന് വർത്തമാനം പറഞ്ഞ് സ്വബോധത്തിലേക്ക് തിരിച്ചു വരാൻ വളരെ പെട്ടെന്ന് നീ അവസരം ഒരുക്കി കൊടുക്കണേ തമ്പുരാനെ. ആ ഡോക്ടർമാരുടെ കൈകളിലുള്ള ചികിത്സയിൽ നീ ഷിഫായിൻ്റെ കാരണം കാണിക്കണം തമ്പുരാനെ. ആമീൻ. എല്ലാ കുട്ടികൾക്കും ഷിഫ കൊടുക്കണേ റബ്ബേ. രോഗികളായിരിക്കുന്ന മക്കളുണ്ട്, 5 വയസ്സായിട്ട് എഴുന്നേൽക്കാൻ പറ്റാതെ കിടക്കുന്നൊരു കുഞ്ഞുണ്ടെന്ന് ഒരാൾ ദ്വാരക്കാൻ വേണ്ടി ഇന്ന് പറഞ്ഞിരുന്നു. അല്ലാഹുവേ, അതുപോലെയുള്ള മക്കൾ, കേൾവിയും കാഴ്ചയും സംസാരവും നടത്തവും ഇരുത്തവും ഒക്കെ പ്രയാസമുള്ള മക്കളുണ്ട്, ശാരീരിക രോഗങ്ങളുള്ളവരുണ്ട്. അല്ലാഹുവേ, ഈ സദസ്സിന്റെ പുണ്യം കൊണ്ട് എല്ലാവർക്കും നീ വളരെ പെട്ടെന്ന് ശിഫ കൊടുക്കണേ അല്ലാഹ്. ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹ്. ഒരു 19 വയസ്സുള്ളൊരു സുഹൃത്ത് ക്യാൻസറിൻ്റെ അസുഖമുണ്ടെന്ന് പറഞ്ഞു. ഈ സദസ്സിൽ വന്നിട്ടുണ്ട്, ദൂരെ നിന്ന് വന്നതാണെന്ന് പറഞ്ഞു. ഈ സദസ്സിൻ്റെ പ്രത്യേകത, എറണാകുളം ജില്ലയുടെ അങ്ങറ്റത്ത് കോതമംഗലത്ത് നിന്നൊരു 4-5 ആൾ ഇവിടെ വന്നിട്ടുണ്ട്, ആലപ്പുഴയിൽ നിന്നൊരു 4-5 ആൾ ഇവിടെ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ അടുത്തറിയുന്ന ചില കേസുകൾ മാത്രം പറയാം. അത്രയും ദൂരെ നിന്ന് ഈ പരിപാടിക്ക് വേണ്ടി ആളുകൾ പല ദുആഇൻ്റെ നിയ്യത്ത് വെച്ചുകൊണ്ട് വന്നവരാണ്. അല്ലാഹു തആല അവരുടെയൊക്കെ ഉദ്ദേശങ്ങളും ജീവിതത്തിലെ വിഷയങ്ങളും വിഷമങ്ങളും ഒക്കെ അറിയുന്നവരാണ്. റബ്ബ് തആല നമ്മുടെ എല്ലാവരുടെയും എല്ലാ വിഷമങ്ങൾക്കും റബ്ബേ സദസ്സിൽ എഴുന്നേറ്റ് പോകുമ്പോൾ ഒരു പരിഹാരം നീ വിധിക്കണം തമ്പുരാനെ. ഞങ്ങളുടെ ഹലാലായ മുറാദുകളൊക്കെ സഫലമാക്കി തരണേ റബ്ബേ. എന്തെങ്കിലും